ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്ന് പുതിയ ടോപ്പിക്കിലേക്ക് പോവുകയാണേ. പുതിയ ടോപ്പിക്ക് കസ്റ്റംസ് ആക്ടിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ കസ്റ്റംസ് ആക്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കാകെ IDTയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് കുറച്ച് കസ്റ്റംസ് ആക്ടിലൊക്കെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. അതായത് നമുക്ക് 10 മാർക്കിനാണ് കസ്റ്റംസ് ആക്ട് നമ്മളോട് ചോദിക്കുന്നത്. അത് MCQ ആയിട്ടും ചോദിക്കുന്നുണ്ട്. അതായത് MCQ ആയിട്ടും ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8Bയിലേക്കും ഏത് ചോദിക്കുന്നുണ്ട്? കസ്റ്റംസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 8Bയിൽ നോർമലി കൂടുതലും നമ്മൾ കാണുന്നത് നമ്മുടെ കസ്റ്റംസ് വാല്യുവേഷൻ്റെ ചാപ്റ്റേഴ്സാണ് കൂടുതലും കണ്ടുവരുന്നത്. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ, ഏത് തിയറി ആണോ അതോ പ്രോബ്ലം ആണോ ചോദിക്കുന്നത് നമുക്ക് കറക്റ്റ് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് ടോപ്പിക്സ് കൊണ്ട് നമുക്ക് 10 മാർക്കും എങ്ങനെ നോക്കാം അല്ലേ, ആ ടോപ്പിക്സിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ കസ്റ്റംസ് ആക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയേ, എൻട്രി നമ്പർ 83 ഓഫ് ലിസ്റ്റ് 1 ഓഫ് ഷെഡ്യൂൾ 7 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ യൂണിയൻ ഗവൺമെന്റ് ടു ലെജിസ്ലേറ്റ് ആൻഡ് കളക്ട് ദ ഡ്യൂട്ടീസ് ഓൺ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. അതായത് കസ്റ്റംസ് ആക്ടിനെ പറ്റി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 7th ഷെഡ്യൂളിലെ ലിസ്റ്റ് 1 എൻട്രി നമ്പർ 83യിലാണ് കസ്റ്റംസ് ആക്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യണത്. ആൻഡ് ദ കസ്റ്റംസ് ആക്ട് 1962 എന്ന് പറയുന്ന ആക്ട് ഡിസ്കസ് ചെയ്യണത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 7th ഷെഡ്യൂളിൽ ലിസ്റ്റ് 1 എൻട്രി നമ്പർ 83യിലാണ്. അതായത് എന്തൊക്കെ നമ്മുടെ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എക്സ്പോർട്ട് ചെയ്യുമ്പോഴും കസ്റ്റംസ് ഡ്യൂട്ടി കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ആൻഡ് ഇനി ഡ്യൂട്ടി കളക്ട് ചെയ്യുമ്പോൾ എത്ര റേറ്റ് ഓഫ് ഡ്യൂട്ടി കളക്ട് ചെയ്യണമെന്ന് പറയുന്നത് കസ്റ്റംസ് താരിഫ് ആക്ട് 1975ലാണ്. ദ ഐറ്റംസ് ആൻഡ് റേറ്റ്സ് ഓഫ് ഡ്യൂട്ടീസ് ലെവിയബിൾ ഓൺ 2 ഷെഡ്യൂൾ. അതായത് 2 ഷെഡ്യൂളുകളിലായിട്ടാണ്, ഷെഡ്യൂൾ നമ്പർ 1ലും ഷെഡ്യൂൾ നമ്പർ 2ലുമാണ് കസ്റ്റംസ് താരിഫ് ആക്ട് 1975ലെ ഷെഡ്യൂൾ നമ്പർ 1ലും ഷെഡ്യൂൾ നമ്പർ 2ലുമാണ് റേറ്റ് ഓഫ് ഡ്യൂട്ടീനെ പറ്റി ഡിസ്കസ് ചെയ്യണത്. കസ്റ്റംസ് താരിഫ് ആക്ട് 1975 ഇൻ 2 ഷെഡ്യൂൾ നമ്പർ 1 and 2. ഓക്കെ, ഇനി പറയുന്നത് likewise the respect of export of a goods the value to be determined as per the provision of section 14. അതായത് കസ്റ്റംസ് വാലുവേഷൻ നമ്മൾ GSTയിൽ വാലുവേഷൻ പഠിച്ചിരുന്നു. GSTയിൽ വാലുവേഷൻ പഠിച്ചതുപോലെ തന്നെ കസ്റ്റംസിലും ഡ്യൂട്ടി അടയ്ക്കണമെങ്കിൽ നമുക്കൊരു എമൗണ്ട് വേണം. GSTയിൽ ഒരു എമൗണ്ടിന്മേലാണ് നമ്മൾ റേറ്റ് ഓഫ് GST അപ്ലൈ ചെയ്തത് അല്ലേ. അപ്പൊ അങ്ങനെ ഈ എമൗണ്ടിന്മേൽ റേറ്റ് ഓഫ് GST അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് ആണ് ട്രാൻസാക്ഷൻ വാല്യൂ അല്ലെങ്കിൽ വാല്യൂ സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരുന്നു. ഈ വാല്യൂ ഇതേപോലെ തന്നെ നമുക്ക് കസ്റ്റംസിലും ഏത് വാല്യൂമേലാണ് കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ടതെന്ന് നമ്മളിവിടെ ഈ ചാപ്റ്ററിലും നമ്മൾ ഇതേപോലെ കസ്റ്റംസിന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അവിടെയാണ് സെക്ഷൻ 14ലാണ് നമ്മൾ പഠിക്കുന്നത്, സെക്ഷൻ വാല്യുവേഷനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ ദ ലെവി ഓഫ് ഡ്യൂട്ടീസ് on ad valorem basis is the predominant mode of levy. For this purpose, the value of imported goods is required to be determined as per the provision of section 14. Customs Act 1962 സെക്ഷൻ 14ലാണ് ഇമ്പോർട്ടഡ് ഗുഡ്സ് എങ്ങനെ വാല്യൂ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ വാല്യൂ ഓഫ് എക്സ്പോർട്ടഡ് ഗുഡ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെ തന്നെയാണ് സെക്ഷൻ 14ലൂടെയാണ്. ഇനി 2 ഷെഡ്യൂളാണ് നമുക്ക് പറയുന്നത്. ഇവിടെ നോക്കിയേ, കസ്റ്റംസ് ആക്ട് 1962 contains the provisions governing the import and export duty imposed on import and export of goods. അപ്പോൾ അതിൽ ഇനി നമ്മൾ പറയുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി ലെവി ചെയ്യണമെങ്കിൽ നമുക്ക് 2 ടൈപ്പ് GST IDT എന്ന് പറഞ്ഞാൽ GST എന്ന് പറയും. നമുക്ക് ഗുഡ്സും ഉണ്ട് സർവീസും ഉണ്ട്. ഇതിൽ സർവീസ് ഇമ്പോർട്ട് ചെയ്യാം, ഗുഡ്സും ഇമ്പോർട്ട് ചെയ്യാം. രണ്ടും, ഗുഡ്സും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, സർവീസും ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇമ്പോർട്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയണമെങ്കിൽ ആദ്യം ഇന്ത്യ നമുക്ക് എന്താണെന്ന് അറിയണം ഇല്ലേ. അപ്പൊ ഇവിടെ പറയാണ് ബേസിക് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഫ്രം ദ ബേസ് ലൈൻ 12 നോട്ടിക്കൽ മൈൽസ് വരെ നമുക്ക് ടെറിട്ടോറിയൽ വാട്ടർ എന്ന് നമ്മൾ വിളിക്കും. ഫ്രം ദ ബേസ് ലൈൻ 24 നോട്ടിക്കൽ മൈൽസ് വരെ നമ്മൾ കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് വിളിക്കും. Then from the baseline 200 nautical miles വരെ EEZ എന്നാണ് വിളിക്കുക, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ.
ഇനി എന്താണ് ഫ്രം ദ ബേസ് ലൈൻ 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ലാൻഡ്, എയർ ആൻഡ് ദ വാട്ടർ സീബെഡ് അല്ലെ, വാട്ടർ സീബെഡ്, എയർ, ലാൻഡ് ആൻഡ് ദ അണ്ടർ വാട്ടർ സീബെഡ്, ഇതുവരെയുള്ള നമ്മൾ ഏരിയയാണ് നമ്മൾ ടെറിട്ടോറിയൽ വാട്ടർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെയാണ് നമുക്ക് എന്ത് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രം ദ ബേസ് ലൈൻ 12 നോട്ടിക്കൽ മൈൽസ്, എയർ, ലാൻഡ് ആൻഡ് സീബെഡ് എന്താണ് നമുക്ക് ഇന്ത്യ ആകുന്നു. അതായത് 12 നോട്ടിക്കൽ ഫ്രം ദ ബേസ് ലൈൻ 12 നോട്ടിക്കൽ മൈൽസ് വരെ നമുക്ക് ഇന്ത്യ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്താണ് ഇന്റർനാഷണൽ വാട്ടേഴ്സ് ആണ്. ഓക്കെ, ഹൈ സീ എന്നൊക്കെ പറയും. ഓക്കെ, ഇനി ഫ്രം ദ ബേസ് ലൈൻ 24 നോട്ടിക്കൽ മൈൽസ്, ഫ്രം ദ ബേസ് ലൈൻ 24 നോട്ടിക്കൽ മൈൽസ് ദ ഈ സൈഡ് ഉണ്ടല്ലോ, താഴേക്കുള്ള സീബെഡിന്റെ ഈ സൈഡ്, വാട്ടറിന്റെ ഈ സൈഡ്, ഇതാണ് ഈ ഒരു ഏരിയ ആണ് കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറഞ്ഞാൽ. കോണ്ടിനെന്റൽ ഷെൽഫ് അതായത് ഇവിടെ നമുക്ക് എന്ത് ഓയിൽ എക്സ്ട്രാക്ഷൻ ഒക്കെ നമുക്ക് ഇവിടെയാണ് നമുക്ക് നടത്താൻ പറ്റുക, ഓയിൽ എക്സ്ട്രാക്ഷൻസ് ഒക്കെ ഈ താഴേക്കുള്ള ഏരിയ. ഓക്കെ, ദെൻ ഫ്രം ദ ബേസ് ലൈൻ 200 നോട്ടിക്കൽ മൈൽസ് വരെ EEZ ആണ്. അപ്പോൾ ഇവിടെ ഈ 12 വരെ നമുക്ക് ഇന്ത്യ എന്ന് വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഫ്രം ദ ബേസ് ലൈൻ 200 നോട്ടിക്കൽ മൈൽസ് വരെ ഇന്ത്യൻ കസ്റ്റംസ് വാട്ടേഴ്സിനെ, ഇന്ത്യൻ കസ്റ്റംസ് വാട്ടർ എന്ന് പറയും. അതായത് ഇന്ത്യൻ കസ്റ്റംസ് വാട്ടർ ആണ് ഫ്രം ദ ബേസ് ലൈൻ 200 നോട്ടിക്കൽ മൈൽസ് വരെ ഇന്ത്യൻ കസ്റ്റംസ് വാട്ടർ ആണ്. അപ്പോൾ അതായത് നമ്മുടെ ഇന്ത്യൻ കസ്റ്റംസ് അതോറിറ്റിക്ക് പവറുള്ള ഏരിയ എവിടം വരെയാ 200 നോട്ടിക്കൽ മൈൽസ് വരെയാണ്. ഓക്കെ, ഇന്ത്യ എന്ന് പറയുമ്പോൾ 12 നോട്ടിക്കൽ മൈൽസേ ഉള്ളെങ്കിൽ പോലും ദെൻ ഫ്രം ദ ബേസ് ലൈൻ 200 വരെ EEZ ആണ്. ഈ 200 വരെ ഇന്ത്യൻ കസ്റ്റംസ് വാട്ടർ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കസ്റ്റംസ് അതോറിറ്റിക്ക് പവർ ഉള്ളത് 200 നോട്ടിക്കൽ മൈൽസ് വരെയാണ്. ഓക്കെ, അപ്പോൾ ഫോർ ഓയിൽ എക്സ്ട്രാക്ഷൻ കമ്പനി, അപ്പോൾ ഗുഡ്സിന് മാത്രം നമ്മൾ പറഞ്ഞു ഇമ്പോർട്ട് ആകണമെങ്കിൽ ഈ 12 നോട്ടിക്കൽ മൈൽസ് ക്രോസ് ചെയ്യാതെ, ഈ 12 വരെയാണ് ഇന്ത്യ. അപ്പോൾ 12 നോട്ടിക്കൽ മൈൽസ് ക്രോസ് ചെയ്താലേ അത് ഇമ്പോർട്ട് ആവുന്നുള്ളൂ. ഇനി അങ്ങോട്ട് അയക്കുമ്പോഴോ ഈ 12 നോട്ടിക്കൽ മൈൽസ് ക്രോസ് ചെയ്താലേ ഇത് എക്സ്പോർട്ട് ആവുന്നുള്ളൂ അല്ലെ. അപ്പൊ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് നടക്കണമെങ്കിൽ ഇന്നിവിടെ പറയാണ്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഏതിന്മേൽ മാത്രമേ ഉള്ളൂ കസ്റ്റംസ് ആക്ട്. കസ്റ്റംസ് ആക്ട് ഏതിന്മേൽ മാത്രമാണ് ഗുഡ്സ് ഇമ്പോർട്ടും ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും മാത്രമേ കസ്റ്റംസ് ആക്ട് 1962 ആപ്ലിക്കബിലിറ്റി വരുന്നുള്ളൂ. റെഡി? ദെൻ കസ്റ്റംസ് താരിഫ് ആക്ട് 1975 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് കസ്റ്റംസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ചെയ്യുന്ന സമയത്ത് അതിനെ പറ്റിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കസ്റ്റംസ് ആക്ടിൽ പറയുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ കസ്റ്റംസ് താരിഫ് ആക്ട് 1975 പോകുമ്പോൾ ഈ പറഞ്ഞ ഡ്യൂട്ടി, അതായത് കസ്റ്റം ഡ്യൂട്ടി, നമ്മുടെ ഗുഡ്സ് ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്ന സമയത്ത് ഡ്യൂട്ടി അടയ്ക്കണമെന്ന് പറയുന്നുണ്ട്. എത്ര റേറ്റ് ഓഫ് ഡ്യൂട്ടി അടയ്ക്കണമെന്ന് നമ്മൾ എവിടെ നോക്കണം? കസ്റ്റംസ് താരിഫ് ആക്ട് 1975 നോക്കണം. റേറ്റ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി ലെവിഡ് ഓൺ the import of export of goods. റെഡി? ഇനി അടുത്തത് ഇനി നോക്കിയേ, ഫോർ ഓയിൽ എക്സ്ട്രാക്ഷൻ കമ്പനി നമ്മൾ പറഞ്ഞു 12 വരെ ഇന്ത്യ ഉള്ളൂ. പക്ഷേ ഇൻ എക്സെപ്ഷണൽ കേസ് ആണ് ഈ പറയുന്നത്. ഫോർ ഓയിൽ എക്സ്ട്രാക്ഷൻ കമ്പനികൾക്ക് 200 നോട്ടിക്കൽ മൈൽസ് വരെ നമ്മൾ എന്താണ് ഇന്ത്യ എന്ന് പറയപ്പെടുന്നു. ഫോർ ഓയിൽ എക്സ്ട്രാക്ഷൻ കമ്പനികൾക്ക് മാത്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ എവിടം വരെയുണ്ട്? 200 നോട്ടിക്കൽ മൈൽസ് വരെ ഉണ്ട്. അപ്പൊ നോർമലി 12 ആണ്. അപ്പൊ 12 ഇവിടുന്ന് ക്രോസ് ചെയ്താലേ ഇമ്പോർട്ട് ആവുന്നുള്ളൂ, 12 ഇവിടുന്ന് ക്രോസ് ചെയ്താലേ എക്സ്പോർട്ടും ആവുന്നുള്ളൂ. പക്ഷേ 200 ക്രോസ് ചെയ്താൽ ഫോർ ഓയിൽ എക്സ്ട്രാക്ഷൻ കമ്പനികൾക്ക് 200 ക്രോസ് ചെയ്താൽ അവർക്ക് എന്താണ്? അവർ ഇന്ത്യയിലേക്ക് കടന്നു, അവർക്കത് ഇമ്പോർട്ടായി മാറുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് ക്രോസ് ചെയ്താൽ അവർക്ക് എന്താവുന്നു? എക്സ്പോർട്ടായി മാറുന്നു. റെഡി? ഇനി അടുത്തത് ഇനി നോക്കിയേ, ഈ ഇമ്പോർട്ടും ഈ എക്സ്പോർട്ടും ചെയ്യണ സമയത്ത് നമുക്ക് നോക്കിയേ ഗുഡ്സും ഉണ്ട് സർവീസും ഉണ്ട്. നമ്മൾ GST ഫസ്റ്റ് പോർഷൻ പഠിക്കുന്ന സമയത്ത് പറഞ്ഞാണ്, സിഗ്നിഫിക്കൻ്റ് ഇമ്പോർട്ടൻസ് പറഞ്ഞ സമയത്ത് IGST ലെവി ചെയ്യും. അതായത് ഇമ്പോർട്ട് ആയാലും എക്സ്പോർട്ട് ആയാലും അവിടെ ലെവി ചെയ്യേണ്ടത് IGST ലെവി ചെയ്യുള്ളൂ. കാരണം ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഇവിടെ ഈ ഗുഡ്സിന്റെ കേസിലും സർവീസ് ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്താൽ ഉള്ളി IGST കസ്റ്റംസ് ആക്ട് ഒരിക്കലും സർവീസിന് ആപ്ലിക്കബിൾ ആവുന്നില്ല. പക്ഷേ IGSTയിലേക്ക് കിടക്കുമ്പോൾ ഗുഡ്സിന്റെ കേസിൽ നോക്കുമ്പോൾ ഗുഡ്സ് ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്താൽ അവിടെ IGSTനോടൊപ്പം ഏതും കൂടെ വരും? കസ്റ്റംസ് ഡ്യൂട്ടിയും കൂടെ ലെവിയബിൾ ആകുന്നു. ഓക്കെ, ദെൻ
ഇനി ഈ കസ്റ്റംസ് ആക്ട് നമുക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും എങ്ങനെ ചെയ്യാം? ബൈ എയർ, ബൈ വാട്ടർ, ബൈ റോഡ്, ഇല്ലേ? ബൈ എയർ, വാട്ടർ, റോഡ്. ഇതല്ലാത്ത തിയറികളെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് നോക്കുക. ജസ്റ്റ് ഡെഫിനേഷൻസ് ഉണ്ടാവും, ഗുഡ്സ് എന്താണ്, സ്റ്റോഴ്സ് എന്താണെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് വായിച്ച് മാത്രം പോവാം, മൊത്തം വായിക്കാം. ജസ്റ്റ് ഒരു 10 മാർക്കിൻ്റെ കാര്യമുള്ളൂ. ഈ 10 മാർക്കിന് വേണ്ടി 3 ചാപ്റ്റർ വെച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ പോർഷൻസ് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ കവർ ചെയ്ത് പോവുക, ബാക്കി ജീസ്റ്റ് നോക്കുക കേട്ടോ. 10 മാർക്കിനായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ 10 മാർക്ക് കിട്ടണമെങ്കിൽ അത്ര നന്നായിട്ട് അറിയണം. പക്ഷേ അത് അത്രയും സിമ്പിൾ ടോപ്പിക്, വെരി വെരി സിമ്പിൾ ടോപ്പിക്കാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇത്രയും സാധനങ്ങൾ പഠിച്ചാൽ തന്നെ 10 മാർക്ക് സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. 10 സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ബാക്കിയുള്ളത് നോക്കിയാൽ മതി, ബാക്കി GST നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്നതിനോടൊപ്പം നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റംസിൻ്റെ ടെക്സ്റ്റും കൂടെ നോർമൽ, അതായത് നിങ്ങൾ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കസ്റ്റംസിൽ നമുക്ക് ഈ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യാനത് ഇവിടെ നമ്മുടെ കസ്റ്റംസ് ആക്ട് ലെവി ചെയ്യണത് 3, അതായത് ബൈ ഇമ്പോർട്ട് ബൈ എയർ ചെയ്യാം, ബൈ വാട്ടർ ചെയ്യാം, ബൈ റോഡ് ചെയ്യാം. ബൈ എയർ ആണെങ്കിൽ നമ്മുടെ പേഴ്സണിങ് ചാർജ്, അതായത് ബൈ എയർ ആണെങ്കിൽ കൺവേയൻസിൻ്റെ, ബൈ എയർ ആണെങ്കിൽ അതായത് ഇവിടെ പറയാണ് ബൈ എയർ ആണെങ്കിൽ എയർക്രാഫ്റ്റ്, വാട്ടർ ആണെങ്കിൽ വെസൽ, റോഡ് ആണെങ്കിൽ എന്താണ്, വെഹിക്കിൾ. ഓക്കെ, ഇനി ഇവിടെ പറയാണ് ഈ പറഞ്ഞ എയർക്രാഫ്റ്റ്, വെസൽ, വെഹിക്കിൾ നമുക്ക് എന്താണ്, കൺവേയൻസ് ആണ്. ഈ കൺവേയൻസിൻ്റെ ഒരു അതോറിറ്റി എന്ന് പറയണതാണ് നമ്മൾ വിളിക്കുക പേഴ്സൺ ഇൻ ചാർജ് എന്ന് വിളിക്കും. അതായത് പേഴ്സൺ ഇൻ ചാർജ്, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഗുഡ്സ് കൊണ്ടുവരുന്നത് കൺവേയൻസിലൂടെയാണ് അല്ലേ. അപ്പോൾ ആ കൺവേയൻസിൻ്റെ ഒരു അതോറിറ്റി ഉണ്ടാവുമല്ലോ, ആ അതോറിറ്റിയാണ് നമ്മുടെ ഈ പറയുന്ന പേഴ്സൺ ഇൻ ചാർജ് എന്ന് വിളിക്കുക. അപ്പോൾ എയർക്രാഫ്റ്റ് ആണെങ്കിൽ പേഴ്സൺ ഇൻ ചാർജ് പൈലറ്റ് ആയിരിക്കും, വെസൽ ആണെങ്കിൽ ക്യാപ്റ്റൻ ആയിരിക്കും, ദെൻ വെഹിക്കിൾ ആണെങ്കിൽ ഡ്രൈവർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഗുഡ്സിലേക്ക് കിടക്കാം. ഇനി ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ, ഗുഡ്സ് എന്ന് പറയുമ്പോൾ മൂവബിൾ, every kind of മൂവബിൾ പ്രോപ്പർട്ടി, മൂവ് ചെയ്യുന്ന ഏത് ഐറ്റവും കസ്റ്റംസിൽ എന്ത് തന്നെയാണ്, നമുക്ക് ഗുഡ്സ് എന്ന് വിളിക്കും. അതായത് എയർക്രാഫ്റ്റ്, വെസൽ, വെഹിക്കിൾ, സ്റ്റോഴ്സ്, baggage, currency and negotiable instrument. ഒന്നുകൂടെ എഴുതാം. currency and negotiable instrument. അതായത് ഗുഡ്സ് എന്ന് പറയുമ്പോൾ കസ്റ്റംസിൽ പറയാണ് എയർക്രാഫ്റ്റ്, വെസൽ, വെഹിക്കിൾ, സ്റ്റോഴ്സ്, ബാഗേജ്, കറൻസി ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ദാറ്റ് മീൻസ് ആൻഡ് എവരി കൈൻഡ് ഓഫ് എ മൂവബിൾ പ്രോപ്പർട്ടി. ഇവിടെ പറയാണ് നമ്മൾ GST നമ്മൾ പറഞ്ഞിരുന്നു, ഗുഡ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എടുത്ത് പറയുന്നുണ്ട് എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റി എന്ന് എടുത്തു പറയുന്നുണ്ട് അല്ലേ. ഗുഡ്സിൽ നമ്മൾ എടുത്തു പറയുന്നുണ്ട് GSTയിൽ അതായത് മണി ആൻഡ് സെക്യൂരിറ്റി. പക്ഷേ ഇവിടെ പറയാണ് മൂവ് ചെയ്യുന്ന ഏതൊരു ഐറ്റവും നമ്മുടെ കസ്റ്റംസിൽ ഗുഡ്സ് തന്നെയാണ്. അപ്പോൾ എയർക്രാഫ്റ്റും വെസലും വെഹിക്കിളും സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വെസൽസിലും എയർക്രാഫ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഗുഡ്സ് തന്നെയാണ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. യൂസ്ഡ് ഇൻ ദ കൺവേയൻസ്, എയർക്രാഫ്റ്റിലോ വെസലിലോ വെഹിക്കിളോ യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, സ്റ്റോഴ്സ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെസൽസിലൂടെ കൺവേയൻസ് ആയിട്ട് നമ്മൾ വെസൽസിനെ ഉപയോഗിക്കുമ്പം ആ വെസൽസിനകത്ത് നമ്മൾ ഫുഡ് ഐറ്റംസ് സപ്ലൈ ചെയ്യുന്നുണ്ട്, ലൈഫ് ജാക്കറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്, സ്പെയർ പാർട്സുകളുണ്ട്, ഇതെല്ലാം സ്റ്റോഴ്സ് ആണ്. പൊതുവേ സ്റ്റോഴ്സിന്മേൽ നോ കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ സ്റ്റോഴ്സ്. അതായത് കൺവേയൻസിന് അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് സ്റ്റോഴ്സ് എന്ന് വിളിക്കുക. ആ സ്റ്റോഴ്സിന്മേൽ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി മേടിക്കാറില്ല. ഓക്കെ, വെസൽസിനകത്തും വെഹിക്കിളിനകത്തും എയർക്രാഫ്റ്റിനകത്തും കൺവേയൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റിനും വെസൽസിനകത്തും വെഹിക്കിൾസിനകത്തും യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് സ്റ്റോഴ്സ്. യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണെങ്കിൽ ആ യൂസ് ചെയ്ത ഗുഡ്സിന്മേൽ
അതാണ് സ്റ്റോഴ്സ്. ആ യൂസ് ചെയ്ത സ്റ്റോഴ്സിന് മേൽ എന്തില്ല, കസ്റ്റംസ് ഡ്യൂട്ടി മേടിക്കത്തില്ല. അപ്പോൾ ബാക്കിയുള്ള ഈവൻ കറൻസി വരെ, ഈവൻ കറൻസി ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് വരെ നമുക്ക് എന്തായിട്ട് കൂട്ടാം, ഗുഡ്സ് ആണ്, കാരണം ഇറ്റ് ഈസ് മൂവബിൾ. ഇനി അടുത്തത് നെക്സ്റ്റ് വൺ, ഇവിടെ നോക്കിയേ, നമ്മൾ ഇനി എന്താണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ പറയുകയാണെ. നമ്മൾ USA നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഈ എക്സ്പോർട്ടർ ഈ പോർട്ടിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ വെഹിക്കിൾസിലൂടെ ഗുഡ്സ് പോർട്ടിലേക്ക് എത്തിക്കും. ദെൻ ഈ പോർട്ടിൽ നിന്ന് ഈ ഗുഡ്സ് നമ്മൾ ഏതിലേക്കാണ്, ഇവിടെ ഷിപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ലോഡ് ചെയ്യണം. പോർട്ടിൽ നിന്നും ഷിപ്പിലേക്ക് ലോഡ് ചെയ്യണം. അപ്പോൾ ഈ ഷിപ്പിൻ്റെ പേഴ്സൺ ഇൻ ചാർജാണ് ആര്, പൈലറ്റ് അല്ലേ, അല്ല സോറി ക്യാപ്റ്റൻ അല്ലേ. അപ്പം ഈ ഷിപ്പിൻ്റെ പേഴ്സൺ ഇൻ ചാർജ് അവിടെ എന്ത് സബ്മിറ്റ് ചെയ്യണം, ഇമ്പോർട്ട് മാനിഫെസ്റ്റ് ഓർ അറൈവൽ മാനിഫെസ്റ്റ്, അതായത് ഇമ്പോർട്ട് റിപ്പോർട്ട് എന്നൊക്കെ പറയും. ഇമ്പോർട്ട് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇമ്പോർട്ട് മാനിഫെസ്റ്റ് അല്ലെങ്കിൽ അറൈവൽ മാനിഫെസ്റ്റ്. ഈ റിപ്പോർട്ട് പേഴ്സൺ ഇൻ ചാർജ് ഇന്ത്യയിലുള്ള കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത് സബ്മിറ്റ് ചെയ്യണം. അതായത് എക്സ്പോർട്ടർ ഇവിടെ വന്ന് ഗുഡ്സ് ഇവിടെ നിന്ന് അൺലോഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ വെസലിലേക്ക് ലോഡ് ചെയ്തിട്ട് ഇവിടുന്ന് മൂവ് ചെയ്യണ സമയത്ത് എക്സ്പോർട്ടർ ഹാവ് ടു ഇൻഫോം ദ ഇന്ത്യൻ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സബ്മിറ്റ് ദ റിപ്പോർട്ട് ഓഫ് ഇമ്പോർട്ട് മാനിഫെസ്റ്റ്. ആൻഡ് ദെൻ ദ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, ഗിവ് പെർമിഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്, ഇവിടുന്ന് ഇത് കഴിഞ്ഞാൽ, അതായത് പേഴ്സൺ ഇൻ ചാർജ് ഇവിടുന്ന് ഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ പേഴ്സൺ ഇൻ ചാർജ് ഇവിടുന്ന് ഷിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഈ 12 നോട്ടിക്കൽ മൈൽസ് കടക്കണമെങ്കിൽ ഇത് പേഴ്സൺ ഇൻ ചാർജ് ഹാവ് ടു സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ, അതായത് ഹാവ് ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് named as import manifest. and the customs department ഈ import manifest കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്ക് എന്ത് ചെയ്യും, എൻട്രി ഇൻവേർഡ് ഗ്രാൻഡ് ചെയ്യും. ഇതാണ് കഥ. അതായത് നമ്മുടെ USA എക്സ്പോർട്ടർ നമ്മുടെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു. എക്സ്പോർട്ടർ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് ഈ ഗുഡ്സ് വെസലിലേക്ക് ലോഡ് ചെയ്തിട്ട് ഈ വെസലിൻ്റെ പേഴ്സൺ ഇൻ ചാർജ് ഇവിടുന്ന് മൂവ് ചെയ്ത് 12 നോട്ടിക്കൽ മൈൽസ് ഇവിടുന്ന് ഇന്ത്യയുടെ 12 നോട്ടിക്കൽ മൈൽസ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ പേഴ്സൺ ഇൻ ചാർജ് എന്ത് സബ്മിറ്റ് ചെയ്യണം, ഇമ്പോർട്ട് മാനിഫെസ്റ്റ് സബ്മിറ്റ് ചെയ്യണം. ഇമ്പോർട്ട് മാനിഫെസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് പേഴ്സൺ ഇൻ ചാർജിന് എന്ത് ഗ്രാൻഡ് ചെയ്യും, എൻട്രി ഇൻവേർഡ് ഗ്രാൻഡ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്പോർട്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾക്ക് പേഴ്സൺ ഇൻ ചാർജ് ഈ വെസലിനകത്ത് കൊണ്ടുവരുന്ന ഗുഡ്സിൻ്റെ ലിസ്റ്റാണ് ഇമ്പോർട്ട് മാനിഫെസ്റ്റ്. ഓക്കെ, ഇനി അടുത്തിട്ട് പേഴ്സൺ ഇൻ ചാർജ് അൺലോഡ് ദ ഗുഡ്സ് ഓൺലി ഇൻ കസ്റ്റംസ് അല്ലെങ്കിൽ കസ്റ്റംസ് പോർട്ട് അല്ലെങ്കിൽ കസ്റ്റംസ് എയർപോർട്ട്. അതായത് ഈ പേഴ്സൺ ഇൻ ചാർജ് ഈ എൻട്രി ഇൻവേർഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പേഴ്സൺ ഇൻ ചാർജ് ഇവിടെ വന്നിട്ട് എവിടെ മാത്രമേ പേഴ്സൺ ഇൻ ചാർജ് ഈ ഗുഡ്സ് ഈ ഷിപ്പിനകത്തുള്ള ഗുഡ്സ് പേഴ്സൺ ഇൻ ചാർജ് എവിടെ മാത്രമേ അൺലോഡ് ചെയ്യാൻ പാടുള്ളൂ, കസ്റ്റംസിൻ്റെ പോർട്ടിലോ കസ്റ്റംസിൻ്റെ എയർപോർട്ടിലോ മാത്രം. കസ്റ്റംസ് അതോറിറ്റി ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ പേഴ്സൺ ഇൻ ചാർജ് കൊണ്ടിരുന്ന ഗുഡ്സ് അൺലോഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷമാണ് നമ്മളങ്ങനെ സ്മഗ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത റോള് ഇമ്പോർട്ടർ ഇങ്ങനെ നമ്മുടെ ബാഗൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ, അടുത്ത ഡ്യൂട്ടിക്കായിട്ട്. അപ്പം ഇമ്പോർട്ടർ എന്ത് ചെയ്യും, ഇമ്പോർട്ടർ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യും. ബിൽ ഓഫ് എൻട്രി പ്ലസ് ഡ്യൂട്ടി. അതായത് ബിൽ ഓഫ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. അതായത് ഇമ്പോർട്ടർക്ക് ഈ പറഞ്ഞ പോർട്ടിലെത്തിയ ഗുഡ്സ് അയാൾക്ക് കൊണ്ടുപോകണമെങ്കിൽ, അപ്പോൾ ഇവിടെ ഒരു വേർഡ് ഉണ്ട്, ഇമ്പോർട്ടർ അവിടുന്ന് ക്ലിയറൻസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണമല്ലോ. ഈ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അടച്ച് നമുക്ക് ഈ ഇമ്പോർട്ടർക്ക് ഗുഡ്സ് ഏറ്റെടുത്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മളതിനൊരു വേർഡ് പറയും, ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ. അപ്പോൾ ഈ ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ ഈ പറഞ്ഞ ഇമ്പോർട്ടർക്ക് കിട്ടണമെങ്കിൽ ഈ ഇമ്പോർട്ടറെ എന്ത് സബ്മിറ്റ് ചെയ്യണം, ബിൽ ഓഫ് എൻട്രി മീൻസ് ദ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഫോർ ദ ക്ലിയറൻസ് ഓഫ് ഹോം കൺസംഷൻ. അപ്പോൾ ബിൽ ഓഫ് എൻട്രി പ്ലസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടിയും കൂടെ ഇമ്പോർട്ടർ നമ്മുടെ കസ്റ്റംസ് ഓഫീസർ പ്രോപ്പർ ഓഫീസർക്ക് കൊടുത്തു കഴിയുമ്പോൾ പ്രോപ്പർ ഓഫീസർ നമുക്ക് എന്ത് തരും, ഗെറ്റ് ക്ലിയർഡ് ഫോർ ഹോം കൺസംഷൻ. ഓക്കെ, ഇനി അടുത്തത്
അപ്പോൾ ഇവിടെ വരുന്നു, ഇവിടെ വന്നു, ഇവിടെ ഗുഡ്സ് അൺലോഡ് ചെയ്തു. അൺലോഡ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടർ വരും. ഇമ്പോർട്ടർ വന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റിനോട് എന്ത് കൊടുക്കും? ബിൽ ഓഫ് എൻട്രി പ്ലസ് ഡ്യൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പം ഡിപ്പാർട്ട്മെൻറ്റ് സൈൻ ചെയ്യും, യെസ് ടിക്ക് ആൻഡ് ഗോ ഫോർ ക്ലിയറൻസ്. Then suppose the importer has insufficient money for the clearance of a goods. In such case, he have an option to deliver into warehouse. അതായത് ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഇമ്പോർട്ടർക്ക് ഇനി അഥവാ ഡ്യൂട്ടി കൊടുക്കാൻ ഇപ്പം കയ്യിലില്ല എന്ന് വെക്കാം. ഇപ്പോൾ ഡ്യൂട്ടി കൊടുക്കാൻ കയ്യിലില്ല എങ്കിൽ ഇമ്പോർട്ടർക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട, ക്ലിയറൻസ് എടുക്കണം എന്നില്ല. ഇമ്പോർട്ടർക്ക് വേണമെങ്കിൽ ഈ ഗുഡ്സ് വെയർ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്യാം. വെയർ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്യാൻ ഡ്യൂട്ടി അടയ്ക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ he hasn't sufficient money for the clearance of the goods. The importer has another option for deposit such goods into warehouse. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ he has to submit into bond bill of entry. അതായത് ഒരു ബോണ്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഡ്യൂട്ടി നമ്മൾ ക്യാഷ് അടയ്ക്കേണ്ട. അതിന് പകരം അവർക്ക് എന്ത് സബ്മിറ്റ് ചെയ്യാം? ഇമ്പോർട്ടർക്ക് ബോണ്ട് സബ്മിറ്റ് ചെയ്യാം. ബോണ്ട് മീൻസ് ഗ്യാരണ്ടി, അറിയാലോ. അതിന് പറഞ്ഞ പേരാണ് ഇൻ ടു ബോണ്ട്. ഇൻ ടു മീൻസ് എന്താ? വെയർ ഹൗസിലേക്ക് കയറ്റാനുള്ള ഇൻ ടു ബോണ്ട് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യണം. ഇനി അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂട്ടി അടയ്ക്കാൻ ഇമ്പോർട്ടറുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഡ്യൂട്ടി അടച്ച് കൊണ്ടുപോകണമെങ്കിൽ, ഡ്യൂട്ടി അടച്ച് വെയർ ഹൗസിൽ നിന്ന് ഇമ്പോർട്ടർക്ക് അത് എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ദ ഇമ്പോർട്ടർ ഹാസ് ടു സബ്മിറ്റ് എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി. അപ്പോൾ വെയർ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻ ടു ബോണ്ട് ബിൽ ഓഫ് എൻട്രിയും ദെൻ അവിടുന്ന് ക്ലിയറൻസ് എടുക്കണമെങ്കിൽ എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രിയുമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. റെഡി? Then, in case of a vehicle, the person in charge submit import report or on arrival of a custom station, he has to submit his report within 12 months. അതായത് വിത്ത് 12 months അല്ല, വിത്ത് 12 hours. അതായത് ഇൻ കേസ് നമ്മൾ കൊണ്ടുവരുന്നത്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ത്രൂ വെഹിക്കിൾ ആണെന്ന് വിചാരിക്കാം. ത്രൂ വെഹിക്കിൾ ആണെങ്കിൽ പേഴ്സൺ ഇൻ ചാർജ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ട് റിപ്പോർട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ ഇമ്പോർട്ട് റിപ്പോർട്ട് പേഴ്സൺ ഇൻ ചാർജ് എപ്പോൾ സബ്മിറ്റ് ചെയ്യണം? കസ്റ്റം സ്റ്റേഷനിലേക്ക്. അതായത് ത്രൂ വെഹിക്കിൾ ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ പേഴ്സൺ ഇൻ ചാർജ് ഇമ്പോർട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് കസ്റ്റം സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് 12 മണിക്കൂറിനുള്ളിൽ ദ പേഴ്സൺ ഇൻ ചാർജ് ഹാസ് ടു സബ്മിറ്റ് ദ ഇമ്പോർട്ട് റിപ്പോർട്ട് വിത്തിൻ 12 hours ഓഫ് ദ അറൈവൽ ഓഫ് എ കസ്റ്റം സ്റ്റേഷൻ. ഇനി നമ്മുടെ പ്രോപ്പർ ഓഫീസർക്ക് ഈ 12 hours എന്നുള്ളത് മേ എക്സ്റ്റെൻഡ് അപ് ടു 24 hours. റെഡി? അപ്പോൾ ഇൻ കേസ് ഓഫ് എ വെഹിക്കിൾ ആണെങ്കിൽ the person in charge has to submit the import report within 12 hours of arrival of a custom station and he has an option to extend up to 24 hours. ഇനി അടുത്തത് എക്സ്പോർട്ട് പ്രൊസീജിയർ. ഇമ്പോർട്ട് പ്രൊസീജിയർ പോലെ തന്നെയാണ് എക്സ്പോർട്ട് പ്രൊസീജിയർ. ഓക്കെ, നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഇമ്പോർട്ട് പ്രൊസീജിയർ US ഇവിടെ വന്നു, പേഴ്സൺ ചാർജ് ഇമ്പോർട്ട് മാനിഫെസ്റ്റ് സബ്മിറ്റ് ചെയ്തു, അങ്ങനെ കസ്റ്റം ഡിപ്പാർട്ട്മെന്റ് എൻട്രി ഇൻവേർഡ് കൊടുത്തു. ഇൻവേർഡ് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടർ എന്ത് ചെയ്യണം? ബിൽ ഓഫ് എൻട്രി പ്ലസ് ഡ്യൂട്ടി അടയ്ക്കണം. ഇനി അഥവാ ഡ്യൂട്ടി അടയ്ക്കാനില്ലെങ്കിൽ ഇൻ ടു ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഇമ്പോർട്ടർക്ക് സബ്മിറ്റ് ചെയ്യാം. എന്നിട്ട് വെയർ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്യാം. എന്നിട്ട് വെയർ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ ഗുഡ്സ് ക്ലിയറൻസ് വീട്ടിലേക്ക് അവർക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹോം ക്ലിയറൻസ് ഡ്യൂട്ടി അടയ്ക്കണമെങ്കിൽ, ഡ്യൂട്ടി അടച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇമ്പോർട്ടർ വീണ്ടും എന്ത് തന്നെ സബ്മിറ്റ് ചെയ്യണം? എക്സ് ബോണ്ട് അടയ്ക്കണം. അപ്പം ഇൻ ടു ബോണ്ടിനകത്ത് എന്ത് വേണ്ട? ഡ്യൂട്ടി അടയ്ക്കേണ്ട. പക്ഷെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകണമെങ്കിൽ പിന്നെ എന്ത് അടയ്ക്കണം? എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്തിട്ട് ഡ്യൂട്ടി അടയ്ക്കണം, പ്ലസ് വെയർ ഹൗസിൻ്റെ റെൻറ്റും ഉണ്ടാവും. ഇനി അടുത്തത് എക്സ്പോർട്ട് പ്രൊസീജിയർ ആണ്. എക്സ്പോർട്ട് പ്രൊസീജിയർ നോക്കിയേ. എക്സ്പോർട്ടർ ഹാസ് ടു സബ്മിറ്റ് ദ പ്രോപ്പർ ഓഫീസർ ഷിപ്പിംഗ് ബിൽ ഓർ ബിൽ ഓഫ് എക്സ്പോർട്ട്. ഷിപ്പിംഗ് ബില്ലെന്നും പറയാം, ബിൽ ഓഫ് എക്സ്പോർട്ട് എന്നും പറയാം. അതായത് ത്രൂ എയർക്രാഫ്റ്റ് ഓർ വെസൽ ആണെങ്കിൽ നമ്മളതിനെ ഷിപ്പിംഗ് ബില്ലെന്നും, ത്രൂ വെഹിക്കിൾ ആണെങ്കിൽ നമ്മളതിനെ ബിൽ ഓഫ് എക്സ്പോർട്ട് എന്നും വിളിക്കും. ഓക്കെ, എയർക്രാഫ്റ്റോ വെസലോ വഴിയോ നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ ഷിപ്പിംഗ് ബില്ലെന്നും, ത്രൂ വെഹിക്കിൾ ആണെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട് എന്നും വിളിക്കും. ഇനി ഈ എക്സ്പോർട്ടർ ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ഓഫീസർക്ക് ഷിപ്പിംഗ് ബില്ലോ ബിൽ ഓഫ് എക്സ്പോർട്ടോ സബ്മിറ്റ് ചെയ്യും. ആ സമയത്ത് പ്രോപ്പർ ഓഫീസർ വിൽ എൻഷുവർ എന്തുറപ്പ് വരുത്തണം? ദ പ്രൊഹിബിറ്റഡ് ഈ ഗുഡ്സ്, ഇതിനെ നമ്മൾ ഈ എക്സ്പോർട്ടർ അയക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഗുഡ്സ് പ്രൊഹിബിറ്റഡ് ഗുഡ്സഡ് അല്ല എന്നും, ലയബിൾ ടു ഡ്യൂട്ടി അതായത് ഡ്യൂട്ടബിൾ ഗുഡ്സ് ആണോ, അങ്ങനെയുള്ള ഡ്യൂട്ടബിൾ ഗുഡ്സ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യണം. ഇനി അടുത്തത് റെസ്ട്രിക്ഷൻസ്, അതായത് ഇത് അയക്കാൻ എക്സ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് ആണോ, കണ്ടീഷൻസ് അടങ്ങുന്ന ഗുഡ്സ് ആണോ എന്ന് നോക്കണം.
ഗുഡ്സ് ലേബിൾ ടു ഡ്യൂട്ടി ആണെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി അടപ്പിക്കണം ഇല്ലേ. അപ്പോൾ ഇത്രയുമാണ് എന്ത് പ്രോപ്പർ ഓഫീസർ ഉറപ്പ് വരുത്തുന്നത്. എന്തൊക്കെയാണ്? പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ആണോ, ഇനി റെസ്ട്രിക്ഷൻസ് ഉള്ള ഗുഡ്സ് ആണോ, ഇത് ഗുഡ്സ് ലേബിൾ ടു ഡ്യൂട്ടി ആണോ, ഡ്യൂട്ടിയബിൾ ആകുന്ന ഗുഡ്സ് ആണോ, അങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി അടപ്പിക്കണം, എന്നിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചില കേസിൽ എന്താണ് പോട്ടെ. ഇനി അടുത്തത് പ്രോപ്പർ ഓഫീസർ ഇത് എൻഷുവർ ചെയ്തിട്ട് ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പ്രോപ്പർ ഓഫീസർ ഗ്രാൻഡ് ദ പെർമിഷൻ ഫോർ ദ ലോഡിംഗ് ഓഫ് ഗുഡ്സ് ഇൻ ടു വെസൽ ഓർ എയർക്രാഫ്റ്റ്. അതായത് ഈ കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ ഈ പറയുന്ന ഷിപ്പിംഗ് ബിൽ ഓഫ് എക്സ്പോർട്ടോ സബ്മിറ്റ് ചെയ്യണ സമയത്ത് പ്രോപ്പർ ഓഫീസർ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ ഗ്രാൻഡ് എക്സ്പോർട്ടർക്ക് പെർമിഷൻ ഗ്രാൻഡ് ചെയ്യും. എന്തിനാണ്? ലോഡിംഗ് ഓഫ് ഗുഡ്സ് ഇൻ ടു വെസൽ ഓർ എയർക്രാഫ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാ? ഈ വെസലിലോ എയർക്രാഫ്റ്റിലേക്ക് ഗുഡ്സ് ലോഡ് ചെയ്യാനുള്ള പെർമിഷൻ ആർക്ക് കൊടുക്കും? എക്സ്പോർട്ടർക്ക് കൊടുക്കും. ഇനി അങ്ങനെ ആ എക്സ്പോർട്ടർക്ക് കൊടുക്കുന്ന പെർമിഷന്റെ പേരാണ് ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ. ആ ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ ആണ് ആര് കൊടുക്കേണ്ടത്? പ്രോപ്പർ ഓഫീസർ എക്സ്പോർട്ടർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. റെഡി? എന്നിട്ട് അടുത്തത് എക്സ്പോർട്ടറിന്റെ ഡ്യൂട്ടി ആരാ? അപ്രോച്ച് ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് എ കൺവേയൻസിന്റെ പേഴ്സൺ ഇൻ ചാർജിനെ എക്സ്പോർട്ടർ പോയി അപ്രോച്ച് ചെയ്യണം ഇല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം? ദ പേഴ്സൺ ഇൻ ചാർജ് ഗീവ് ആൻ ആപ്ലിക്കേഷൻ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ കിട്ടി എന്ന് നമ്മളെ പേഴ്സൺ ഇൻ ചാർജിനോട് പറയണ സമയത്ത് പേഴ്സൺ ഇൻ ചാർജിന് എന്ത് ചെയ്യണം? പ്രോപ്പർ ഓഫീസർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം. ദ പ്രോപ്പർ ഓഫീസർ വിൽ എൻഷുവർ. അതായത് ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പേഴ്സൺ ഇൻ ചാർജ് ചോദിക്കണം, ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ എവിടെ കിട്ടി, ഓക്കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ പേഴ്സൺ ഇൻ ചാർജ് പ്രോപ്പർ ഓഫീസർ കസ്റ്റംസ് ഓഫീസർ അടുത്തോട്ട് പോകും. എന്നിട്ട് ഇവർ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുക്കും. അതായത് ഇമ്പോർട്ട് റിപ്പോർട്ട് പോലെ എക്സ്പോർട്ട് റിപ്പോർട്ടും ഉണ്ട്. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് പ്രോപ്പർ ഓഫീസർ ഉറപ്പ് വരുത്തും പാസ്റ്റ് ട്രാക്ക് റെക്കോർഡ് ഓഫ് വെസൽസിൻ്റെയോ എയർക്രാഫ്റ്റിൻ്റെയോ പാസ്റ്റ് ട്രാക്ക് റെക്കോർഡ് നമ്മളെ മൊത്തം പെറുക്കി ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ പ്രോപ്പർ ഓഫീസർ പേഴ്സൺ ഇൻ ചാർജിന് ഗ്രാൻഡ് ദ പെർമിഷൻ ഫോർ ലോഡിംഗ് ഓഫ് ഗുഡ്സ്. അതായത് ലോഡിംഗ് ഓഫ് ഗുഡ്സിന്റെ പെർമിഷൻ എക്സ്പോർട്ടർക്ക് മാത്രം കൊടുത്താൽ പോരാ. ദെൻ ആ എക്സ്പോർട്ടർ പേഴ്സൺ ഇൻ ചാർജിനോട് പറയുമ്പോൾ പേഴ്സൺ ഇൻ ചാർജ് പ്രോപ്പർ ഓഫീസർക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് പ്രോപ്പർ ഓഫീസർ ആർക്ക് കൊടുക്കണം? പേഴ്സൺ ഇൻ ചാർജിനോട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ദ പെർമിഷൻ ഫോർ ദ ലോഡിംഗ് ഓഫ് ഗുഡ്സ്. അങ്ങനെ നമ്മൾ പെർമിഷൻ കൊടുക്കുന്നതിന് പറഞ്ഞ പേരാണ് എൻട്രി ഔട്ട്വേർഡ്. ഓക്കെ, അപ്പൊ ഈ എൻട്രി ഔട്ട്വേർഡ് ഗ്രാൻഡ് ചെയ്യണത് ആർക്കാണ്? പ്രോപ്പർ ഓഫീസർ പേഴ്സൺ ഇൻ ചാർജിനാണ് എൻട്രി ഔട്ട്വേർഡ് ഗ്രാൻഡ് ചെയ്യണത്. അങ്ങനെ ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സൺ ഇൻ ചാർജ് നേരെ എക്സ്പോർട്ടറോട് പോകും. എക്സ്പോർട്ടറോട് പോയിട്ട് ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ കാണിക്കാൻ പറയും, അത് വെരിഫൈ ചെയ്യും. എന്നിട്ട് പ്രോപ്പർ നമ്മുടെ പേഴ്സൺ ഇൻ ചാർജ് എന്ത് ചെയ്യും? ഈ ഗുഡ്സ് നമ്മുടെ വെസലിലേക്ക് എന്ത് ചെയ്യും? ലോഡ് ചെയ്ത് വെക്കും. റെഡി? ഇതാണ് എക്സ്പോർട്ട് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Then once the entry outward granted, start loading of goods. But before loading, the person in charge demand the let export order. ഇല്ലേ? കാരണം ഇവിടെ പ്രോപ്പർ ഓഫീസർ ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേഴ്സൺ ഇൻ ചാർജിന്റെ ഗുഡ്സ് ലോഡ് ചെയ്യാം, വെസലിലേക്ക് ലോഡ് ചെയ്ത് വെക്കാം. അങ്ങനെ വെസലിലേക്ക് ലോഡ് ചെയ്യുന്നതിന് മുന്നേ പേഴ്സൺ ഇൻ ചാർജിന് എന്ത് ചെയ്യാം? എന്ത് ഡിമാൻഡ് ചെയ്യാം? എക്സ്പോർട്ടറെ ഓടി വരൂ, ലെറ്റ് എക്സ്പോർട്ടർ ഓർഡർ തരാൻ പറയാം. ഓക്കെ, ആ ഓർഡർ കാണിച്ചിട്ട് പേഴ്സൺ ഇൻ ചാർജിന് എന്ത് ചെയ്യാം? വെസൽസിലേക്ക് ഗുഡ്സ് ലോഡ് ചെയ്യാം. ഇനി അടുത്തത് പേഴ്സൺ ഇൻ ചാർജ് സബ്മിറ്റ് എക്സ്പോർട്ട് മാനിഫെസ്റ്റ് ഓർ ഡിപ്പാർച്ചർ മാനിഫെസ്റ്റ് to proper officer and then proper officer grant the permission to leaving the port. അതായത് ഇവിടെ നമ്മുടെ പ്രോപ്പർ ഓഫീസർ ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് ഈ പ്രോപ്പർ ഓഫീസർ പേഴ്സൺ ഇൻ ചാർജിന്റെ എൻട്രി ഔട്ട്വേർഡ് ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യാം? ഗുഡ്സ് ലോഡ് ചെയ്യാം. ഈ ഗുഡ്സ് ലോഡ് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ പേഴ്സൺ ഇൻ ചാർജ് എന്താണ് കൊടുക്കണം എന്ന് പറയുന്നത്? പേഴ്സൺ ഇൻ ചാർജ് ഹാസ് ടു സബ്മിറ്റ് എക്സ്പോർട്ട് മാനിഫെസ്റ്റ്. നമ്മുടെ അവിടെ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് പോലെ തന്നെ ഇവിടെ എന്താണ്? എക്സ്പോർട്ട് മാനിഫെസ്റ്റ് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, റെഡി? ഇനി അടുത്തത് കസ്റ്റം സ്പോട്ടിൽ ഗ്രീൻ ചാനലും ഉണ്ട്, റെഡ് ചാനലും ഉണ്ട്. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നോ ഡ്യൂട്ടബിൾ ഗുഡ്സ് ആണെങ്കിൽ ഇതുവഴി നേരെ ഇറങ്ങിപ്പോക്കോളൂ. ദെൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഡ്യൂട്ടബിൾ ഗുഡ്സ് ആണെങ്കിൽ അത് റെഡ് ചാനൽ വഴിയാണ്. ഡ്യൂട്ടിയൊക്കെ അടച്ച് ബിൽ ഓഫ് എൻട്രി ഒക്കെ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് നമ്മുടെ ക്ലിയറൻസ് കഴിഞ്ഞ് ഹോം കൺസപ്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി നോക്കിയേ, ഇനി ഇവിടെ ബാഗേജ്, അതായത് നമ്മളിവിടെ ഈ ഗുഡ്സിന്റെ കേസിൽ നമ്മളിവിടെ പറഞ്ഞു സ്റ്റോഴ്സ്. ഇനി ബാഗേജ് എന്ന് പറഞ്ഞു.
ബാഗേജ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ബാഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗേജ് മീൻസ് അക്കംപനീഡ് ബാഗേജും ഉണ്ട്, അൺഅക്കംപനീഡ് ബാഗേജും ഉണ്ട്. അക്കംപനീഡ് ബാഗേജും ഉണ്ട്, അൺഅക്കംപനീഡ് ബാഗേജും ഉണ്ട്. accompanied baggage, unaccompanied baggage. അല്ലേ? അക്കംപനീഡ് മീൻസ് എന്താണ്? അക്കംപനീഡ് നമുക്ക് ഈ പറഞ്ഞ വെസലിലേക്കോ എയർക്രാഫ്റ്റിലേക്കോ നമ്മുടെ കൂടെ എലോങ് വിത്ത് മീ അല്ലെ, എലോങ് വിത്ത് അസ്, അപ്പം നമ്മുടെ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗേജുകളാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അക്കംപനീഡ് ബാഗേജ്. ഇനി നമ്മൾ വെസലിൽ പോകും അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൽ പോകും, നമുക്ക് പുറമെ അനദർ വെസലിലോ എയർക്രാഫ്റ്റിലോ വരുന്ന ലഗേജുകളാണെങ്കിൽ നമ്മൾ അതിനെ അൺഅക്കംപനീഡ് ബാഗേജ് എന്ന് വിളിക്കും. ഇത് രണ്ടും ബാഗേജ് തന്നെ, രണ്ടിനും എന്തടക്കേണ്ടി വരും? ഡ്യൂട്ടി അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കോസ്റ്റൽ ഗുഡ്സ് എന്ന് പറയും. അടുത്തത് കോസ്റ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഒരു പോർട്ടിൽ നിന്നും മറ്റൊരു പോർട്ടിലേക്ക് പോകണമെങ്കിൽ, നമ്മൾ അതിനെ ഇമ്പോർട്ടർ എക്സ്പോർട്ട് അല്ല, ദാറ്റ് ഈസ് കോസ്റ്റൽ ഗുഡ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഇന്ത്യയുടെ തന്നെ ഗുഡ്സ് നമുക്ക് മറ്റൊരു പോർട്ടിലേക്ക് പോകണമെങ്കിൽ കോസ്റ്റൽ ഗുഡ്സ് എന്ന് വിളിക്കും. ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കിയേ 12 nautical miles. ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആകണമെങ്കിൽ, ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തി, പോർട്ടിലെത്തി, ഇവിടുന്ന് ക്ലിയറൻസ് എടുക്കുന്നത് വരെയാണ് എന്ത്? ഇറ്റ് ഈസ് ഇമ്പോർട്ടഡ് ഗുഡ്സ്. അപ് ടു ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ എടുക്കുന്നത് വരെയാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുക? അപ് ടു ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ എടുക്കുന്നത് വരെയാണ് നമ്മൾ ഇതിനെ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഈ ക്ലിയറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കും? ഡൊമസ്റ്റിക് ഗുഡ്സ് എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ 12 nautical miles നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, ദെൻ ഈ ഇമ്പോർട്ട് ഇവിടെ എത്തി ക്ലിയറൻസ് എടുക്കുന്നത് വരെ നമ്മൾ അതിന് ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്നും, ക്ലിയറൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഡൊമസ്റ്റിക് ഗുഡ്സുമായി. ഓക്കെ, ഇനി ഈ കോസ്റ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അതിനെ കോസ്റ്റൽ ഗുഡ്സ് എന്നാണ് വിളിക്കുക. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ട്, ട്രാൻസിറ്റ് ഗുഡ്സും ഉണ്ട്, ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സും ഉണ്ട്. ട്രാൻസിറ്റ് ഗുഡ്സും ട്രാൻസ്ഷിപ്മെന്റും എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചൈനയിൽ നിന്ന് ABCD ഒരു വെസലിനകത്ത് 4 തരത്തിലുള്ള ഗുഡ്സുകൾ കൊണ്ടുവരികയാണ്. 4 തരത്തിലുള്ള ഗുഡ്സുകൾ ABCD എന്ന് പറഞ്ഞാൽ 4 വെറൈറ്റി ഓഫ് ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിലെത്തിയപ്പോൾ ഈ വെസലിൽ നിന്നും Aയും Bയും 2 ഗുഡ്സുകൾ ഇന്ത്യയിൽ അൺലോഡ് ചെയ്തു. എന്നിട്ട് ഈ Cയും Dയും എന്ത് ചെയ്തു? സെയിം വെസലിൽ എന്ത് ചെയ്തു? ഈ Cയും Dയും ഗുഡ്സ് നേരെ ജപ്പാനിലേക്ക് പോയി. അപ്പോൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു ഒരു വെസലിനകത്ത് ABCD 4 തരത്തിലുള്ള ഗുഡ്സുകളുണ്ട്. ഇനി ഈ ഗുഡ്സുകളിൽ Aയും Bയും ഇന്ത്യയിൽ അൺലോഡ് ചെയ്തു, Cയും Dയും സെയിം വെസലിൽ നേരെ അങ്ങോട്ട് പോയി ജപ്പാനിലേക്ക് പോയി. ഇനി ഈ Cയും Dനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? ട്രാൻസിറ്റ് ഗുഡ്സ് എന്ന് വിളിക്കും. ട്രാൻസിറ്റ് ഗുഡ്സ്, അതായത് ഇവിടെ എത്തിയിട്ട് അതേ സെയിം വെസലിൽ ഇന്ത്യയിൽ അൺലോഡ് ചെയ്ത മറ്റൊരു കൺട്രിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രാൻസിറ്റ് ഗുഡ്സിന്മേൽ നോ കസ്റ്റംസ് ഡ്യൂട്ടി. ഓക്കെ, ദെൻ അടുത്തത് ഇവിടെ എത്തി Aയും Bയും എത്തിയിട്ട് ഇവിടെ അൺലോഡ് ചെയ്തിട്ട് മറ്റൊരു വെസലിലേക്ക് ഈ Aനെയും Bനെയും എന്ത് ചെയ്തു? ലോഡ് ചെയ്തിട്ട് A എന്ത് ചെയ്തു? Aനെ ഇന്ത്യയിലെ തന്നെ മറ്റൊരു പോർട്ടിലേക്ക് അയച്ചു, Bനെ മറ്റ് കൺട്രി അമേരിക്കയിലേക്ക് അയച്ചു. ഓക്കെ, അൺലോഡ് ചെയ്ത Aയും Bയും ഗുഡ്സും ഉണ്ട്. അതിൽ A എന്ന് പറഞ്ഞ ഗുഡ്സിനെ നേരെ എന്ത് ചെയ്തു? ഇന്ത്യയിൽ തന്നെ മറ്റൊരു പോർട്ടിലേക്ക് അയച്ചു. ദെൻ നമ്മുടെ B എന്ന് പറഞ്ഞ ഗുഡ്സിനെ നമ്മൾ എന്ത് ചെയ്തു? അമേരിക്കയിൽ സെയിം, അതായത് Aയും Bനെ നേരെ വേറൊരു വെസലിൽ കയറ്റി, എന്നിട്ട് ഈ വെസൽ കൊണ്ടുപോയി ഇവിടെ ഇറക്കിയിട്ട് ഇതേപടി നേരെ എന്ത് ചെയ്തു? അമേരിക്കയിലേക്ക് പോയി. ഈ 2 ഗുഡ്സിനെയാണ് ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സ്. എന്നിട്ട് ഇനി പറയാം, ഈ ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സിൽ ഏത് ഗുഡ് Aയിന്മേലും Bയിന്മേലും ഡ്യൂട്ടി അടയ്ക്കണോ? വേണ്ട. അതായത് ഈ Aയും Bയും ഇവിടെ ഇറക്കിയിട്ട് Aയും Bയും ഇന്ത്യയിൽ യൂസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ
ഡ്യൂട്ടി അടയ്ക്കണം. പക്ഷേ എയും ബിനെയും അലോഡ് ചെയ്തിട്ട് ബീനെ നേരെ എന്ത് ചെയ്തു, മറ്റൊരു വെസലിൽ കയറ്റിയിട്ട് മറ്റ് കൺട്രിയിലേക്ക് വിട്ടെങ്കിൽ ഈ ബി എന്ന് പറഞ്ഞ ഗുഡ്സിന് എന്ത് വേണ്ട, കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ട. നേരെ മറിച്ച് നമ്മൾ എ മറ്റൊരു എന്തിലേക്ക് വിട്ടു, മറ്റു പോർട്ടിലേക്ക് വിട്ടില്ലേ, അപ്പോൾ എ എന്ന് പറഞ്ഞ ഗുഡ്സിന് എന്ത് വേണം, കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ട്രാൻസിറ്റും ഉണ്ട് ട്രാൻസ്ഷിപ്മെൻറ്റും ഉണ്ട്. ട്രാൻസിറ്റ് ഗുഡ്സിന് മേൽ നോ കസ്റ്റംസ് ഡ്യൂട്ടി. ട്രാൻസ്ഷിപ്മെൻറ്റിൽ ഗുഡ്സിൽ ഈ എ എന്ന് പറഞ്ഞ ഗുഡ്സ്, അതായത് ഇന്ത്യയിൽ യൂസ് ചെയ്ത ഗുഡ്സ്, ഇന്ത്യയിൽ തന്നെ മറ്റൊരു പോർട്ടിലേക്ക് പോയ ഗുഡ്സിന് നമുക്ക് ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ആ ഇന്ത്യയിൽ തന്നെ മറ്റൊരു ഏരിയയിലേക്ക് പോകുന്നതാണെങ്കിൽ അവിടെ ഇന്ത്യയിൽ യൂസ് ചെയ്യാനുള്ള ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ അതിന് കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം. പക്ഷേ ബി എന്ന് പറഞ്ഞ ഗുഡ്സ് നേരെ മറ്റൊരു പോർട്ടിൽ കയറിയിട്ട് ഇവിടെ യൂസ് ചെയ്യാതെ തന്നെ മറ്റൊരു വെസലിൽ കയറിയിട്ട് നേരെ എന്ത് ചെയ്തു, അമേരിക്കയ്ക്ക് വിട്ടു, മറ്റേ കൺട്രിയിലേക്ക് വിട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം, ട്രാൻസ്ഷിപ്മെൻ്റ് ആണ്. അതും ട്രാൻസ്ഷിപ്മെൻറ്റ് തന്നെയാണ്, പക്ഷെ അതിനെന്തില്ല, കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ട. ഓക്കെ, ഇനി നോ ഡ്യൂട്ടി ലെവിയബിലിറ്റി. കുറച്ച് കേസുകളിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ടാത്ത കേസുകളുണ്ട്. ചില കേസുകൾ, അത് ചില സ്പെഷ്യൽ സർക്കംസ്റ്റൻസസിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി അടുത്തത് സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് ആണ് ഡ്യൂട്ടി അടയ്ക്കേണ്ടാത്ത സിറ്റുവേഷൻസ്. ഫസ്റ്റ് വൺ നോക്കിയേ, പിൽഫറേജ്. പിൽഫറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ്, pilfer means to steal something typically of a small value or small quantity. That means petty theft. It does not mean total destruction of a complete lost. അതായത് പിൽഫറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗുഡ്സ്, പെറ്റി തെഫ്റ്റ്, സ്മോൾ എമൗണ്ട് ഓഫ് തെഫ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പിൽഫറേജ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ഒരിക്കലും പിൽഫറേജിനെ, ഇറ്റ് ഡസ് നോട്ട് മീൻ പിൽഫറേജ് നമ്മൾ ഒരിക്കലും ടോട്ടൽ ഡിസ്ട്രക്ഷൻ, നമ്മൾ കൊണ്ടുവന്ന ഗുഡ്സ് കംപ്ലീറ്റ്ലി നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള കംപ്ലീറ്റ്ലി ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓർ കംപ്ലീറ്റ് ലോസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിനെ എന്തെന്ന് വിളിക്കില്ല, പിൽഫറേജ് എന്ന് വിളിക്കില്ല. ദാറ്റ് മീൻസ് സ്മോൾ തെഫ്റ്റിനെയാണ്, പെറ്റി തെഫ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, പിൽഫറേജ് എന്ന് വിളിക്കാം. പിൽഫറേജ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഗുഡ്സ് ഇവിടെ നേരെ അൺലോഡ് ചെയ്തു. അൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ദ ഗുഡ്സ് ഹാവ് ഹാൻഡ് ഓവർ ടു ദ കസ്റ്റോഡിയൻ. കസ്റ്റോഡിയൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റോഡിയൻ്റെ കയ്യിൽ നിന്നും ഇവിടെ ക്ലിയറൻസിന് മുന്നേ നമ്മുടെ കയ്യിൽ നിന്നും ഇവിടെ നഷ്ടപ്പെടുന്ന ഗുഡ്സ്, അതായത് സ്മോൾ തെഫ്റ്റ് ആണെങ്കിൽ ആ തെഫ്റ്റായ ഗുഡ്സിന് മേൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഡ്യൂട്ടി അടയ്ക്കേണ്ട. അതായത് നമ്മളൊരു 10,000 മൊബൈൽസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. അതിൽ നമ്മൾ അൺലോഡ് ചെയ്തതിന് ശേഷം, ആഫ്റ്റർ അൺലോഡിങ്, എടുത്തു പറയണം, ആഫ്റ്റർ അൺലോഡിങ് ആണ്. അൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് ഡ്യൂട്ടി അടയ്ക്കാൻ നേരത്ത് നമ്മുടെ കയ്യിലാകെ, കസ്റ്റോഡിൻ്റെ കയ്യിലാകെ 9,500 മൊബൈൽ ഫോൺസേ ഉള്ളെങ്കിൽ ആ 500 മൊബൈൽ ഫോൺസ് പിൽഫറേജ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് ആ പിൽഫറേജ് ആയിട്ടുള്ള 500 മേൽ എന്ത് ചെയ്യേണ്ട, ഡ്യൂട്ടി അടയ്ക്കേണ്ട. ഓക്കെ, ദെൻ നോ ബെനിഫിറ്റ് ഫോർ ദ വെയർ ഹൗസ്ഡ് ഗുഡ്സ്. അതായത് ഈ കസ്റ്റോഡി നേരെ എന്ത് ചെയ്യാണ്, നേരെ ഗുഡ്സ് വെയർ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്തെങ്കിൽ അത് വെയർ ഹൗസ്ഡ് ഗുഡ്സ് ആയി. വെയർ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്ത സമയത്ത് നടക്കുന്ന പിൽഫറേജ് ആണെങ്കിൽ അപ്പോൾ നേരെ എന്ത് ചെയ്തു, കസ്റ്റോഡി നേരെ പോയിട്ട് നമ്മളിവിടുത്തെ വെയർ ഹൗസിലേക്ക് ഗുഡ്സ് സ്റ്റോർ ചെയ്തു. ഇനി അതിനുശേഷം നമ്മുടെ വെയർ ഹൗസിൽ നിന്ന് എടുത്ത് ക്ലിയറൻസിന് കൊണ്ടുപോകണ സമയത്ത് ഈ 500 എണ്ണം മിസ്സിംഗ് ആണെങ്കിൽ ഈ പറയുന്ന 500 മേൽ ഡ്യൂട്ടി അടച്ചേ മതിയാവും. അതായത് മൊത്തം 10,000 മേലും ഡ്യൂട്ടി അടയ്ക്കണം. അപ്പോൾ വെയർ ഹൗസ്ഡ് ഗുഡ്സിന് മേൽ ഈ ഡ്യൂട്ടി എക്സംഷൻ കിട്ടില്ല. നമ്മൾ ഇവിടെ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലിയറൻസ് എടുത്ത് കൊണ്ടുപോകുന്ന കേസിൽ നമുക്ക് ചെറിയ ചെറിയ തെഫ്റ്റുകൾക്കൊന്നും പിൽഫറേജ് ആണെങ്കിൽ അതിന്മേൽ എന്ത് ചെയ്യേണ്ട, ഡ്യൂട്ടി അടയ്ക്കേണ്ട. പക്ഷേ അന്ന് തന്നെ നമ്മൾ ഹോം കൺസംപ്ഷൻ എടുക്കുന്നില്ല, നേരെ വെയർ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്തു, എന്നിട്ട് ക്ലിയറൻസ് എടുക്കുന്ന സമയത്താണ് നമ്മൾ ഈ പിൽഫറേജ് കണ്ടെങ്കിൽ അവിടെ മൊത്തം 10,000 മേലും എന്തടയ്ക്കണം, ഡ്യൂട്ടി അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി അടുത്ത കേസ് പറയാണ്, ഈ പറയുന്ന ഈ നഷ്ടപ്പെട്ടു പോയ 500 മൊബൈൽ ഫോൺസ് റിക്കവർ ബാക്ക് ടു ഇമ്പോർട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മൾക്ക് പിൽഫറേജ് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ലോസ്റ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് നോട്ട് റിക്കവറി ആയിരിക്കണം, എന്നാൽ മാത്രമേ ഡ്യൂട്ടി അടയ്ക്കേണ്ട എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാണ് പിൽഫറേജ് മീൻസ് ടു സ്റ്റീൽ സംതിങ്, അല്ലേ? If goods are restored back to the importer after pilferage, the importer becomes liable to pay duty. അതായത് റീസ്റ്റോർ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ പിൽഫറേജ്ഡ് ആയ ഗുഡ്സ് തിരിച്ച് റീസ്റ്റോർ ബാക്ക് ടു ദ ഇമ്പോർട്ടർ ആണെങ്കിൽ നമ്മൾ അതിന്മേൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഡ്യൂട്ടി അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി അടുത്തിട്ട് പറയുന്നത് സെക്ഷൻ 13 ഡസ് നോട്ട് ഡീൽ വിത്ത്
when the goods are lost or destroyed, when the goods are pilfered before unloading, when the goods are pilfered after order of clearance. അതായത് ഗുഡ്സ് മൊത്തം ലോസ്റ്റ് ആയി പോയതാണെങ്കിൽ, പിൽഫറേജ് അല്ലാത്ത പക്ഷമാണെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ടതായിട്ട് വരും. ദെൻ അൺലോഡ് ചെയ്തതിന് ശേഷമായിരിക്കണം പിൽഫറേജ് ഒക്വർ ചെയ്യണത്. അതായത് അൺലോഡിന് ശേഷമായിരിക്കണം പിൽഫറേജ് നടന്നിരിക്കേണ്ടത്, പിൽഫറേജ് ഒക്വർ ചെയ്തിരിക്കുക അല്ലെങ്കിൽ പിൽഫറേജ് ഫൗണ്ട് ചെയ്തിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിലേ ഡ്യൂട്ടി അടയ്ക്കേണ്ട എന്ന് പറയുന്നുള്ളൂ. ബിഫോർ അൺലോഡിംഗ് ആണ് പിൽഫറേജ് ഒക്വർ ചെയ്തതെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ടതായിട്ട് വരും. Then when goods are pilfered after clearance, ക്ലിയറൻസിന് ശേഷമോ അല്ലെങ്കിൽ ഓർഡർ ഓഫ് ക്ലിയറൻസിന് ശേഷമോ ആണ് നമുക്ക് പിൽഫറേജ് ഒക്വർ ചെയ്യുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഡ്യൂട്ടി അടയ്ക്കേണ്ടതായിട്ട് വരും. ഓർഡർ ഓഫ് ക്ലിയറൻസിന് ശേഷം, ഓർഡറിന് ശേഷം, ക്ലിയറൻസ് കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാമല്ലോ. ഓർഡർ ഓഫ് ക്ലിയറൻസിന് ശേഷമാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, ഡ്യൂട്ടി അടയ്ക്കണം. ഓക്കെ, പക്ഷേ എപ്പോഴാണ് അൺലോഡ് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ട. പക്ഷെ അൺലോഡ് ചെയ്തതിന് ശേഷം ആ ഗുഡ്സ് നമ്മൾ വെയർ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ എടുക്കുന്ന ഗുഡ്സ് ആണെങ്കിൽ പിൽഫറേജ് ആയാൽ പോലും ഡ്യൂട്ടി അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അടുത്തത് ഡാമേജ് ഓർ ഡിറ്റോറേഷൻ. ഡാമേജ് ആയി ഗുഡ്സ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണ സമയത്ത് ഗുഡ്സ് എന്തായി, ഡാമേജ് ആയി. ഡാമേജ് ആകുന്നത് ഇനി നോക്കിയേ, the few goods are damaged maybe during unloading or after unloading or during warehoused goods. ഡാമേജ്ഡ് ഗുഡ്സ് ഡാമേജ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാമേജ് ഒക്കർ ചെയ്യണത് ഒന്നുകിൽ അൺലോഡ് ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ അൺലോഡ് ചെയ്തതിന് ശേഷമോ. ഫസ്റ്റ് പറയണത് എന്താ, ബിഫോർ ഓർ ഡ്യൂറിങ് അൺലോഡിങ്, അൺലോഡ് ചെയ്തതിന് മുന്നെയോ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആഫ്റ്റർ അൺലോഡ് ചെയ്തതിന് ശേഷമോ ആയിക്കോട്ടെ, നമ്മുടെ ഗുഡ്സ് ഡാമേജ് ആയാൽ ഡാമേജ്ഡ് ഗുഡ്സിന്മേൽ നമ്മൾ ഡ്യൂട്ടി അടയ്ക്കേണ്ട. നമ്മളതിനെ വിളിക്കും അബേറ്റ്മെന്റ് ഓഫ് എ ഡ്യൂട്ടി എന്ന് വിളിക്കും. അബേറ്റ്മെന്റ് ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടും. ഡാമേജ് ആയ ഗുഡ്സിന്മേൽ ഡ്യൂട്ടി അടയ്ക്കേണ്ട, ബാക്കി ഗുഡ്സിന്മേൽ ഡ്യൂട്ടി അടച്ചാൽ മതി. അപ്പോൾ അതിനെ അബേറ്റ്മെന്റ് ഓഫ് എ ഡ്യൂട്ടി എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഡാമേജ്ഡ് എപ്പോൾ ഒക്വർ ചെയ്യണം, ഡ്യൂറിങ് അൺലോഡിങ്, ആഫ്റ്റർ അൺലോഡിങ്. ദെൻ ഈവൻ വെയർ ഹൗസ്ഡ് ഗുഡ്സ് ആണെങ്കിൽ കൂടി, അതായത് ഗുഡ്സ് ഇവിടെ അൺലോഡ് ചെയ്തിട്ട് വെയർ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്തു, വെയർ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് ക്ലിയറൻസ് മേടിക്കുന്ന ഗുഡ്സ് ആണെങ്കിലും ഡാമേജ് ഒക്വർ ചെയ്താൽ വെയർ ഹൗസ്ഡ് ഗുഡ്സിനാണെങ്കിൽ പോലും എന്താണ്, ഡ്യൂട്ടി അടയ്ക്കേണ്ട. നമ്മളിപ്പോൾ പറയുന്നത് 4 അല്ലെങ്കിൽ 5 സ്പെസിഫിക് ആയിട്ടുള്ള സർക്കംസ്റ്റൻസസ് ആണ്. അതായത് ഈ പറയുന്ന കേസുകളിലൊന്നും ഡ്യൂട്ടി നിങ്ങൾ അടയ്ക്കേണ്ട. ഡ്യൂട്ടി അടയ്ക്കേണ്ടത് ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ പറയുന്നത് പിൽഫറേജ്, അതായത് പെട്ടി തെഫ്റ്റ്. സ്മോൾ തെഫ്റ്റ് ആണെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ട. ഇമ്പോർട്ടർ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 500 എനിക്ക് നഷ്ടപ്പെട്ടു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10,000-ൽ 500 നഷ്ടപ്പെട്ടു എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ട. ഇമ്പോർട്ടർ ഡസന്റ് ഹാവ് ടു പ്രൂവ് ദ പിൽഫറേജ്. ഇനി ആ പിൽഫറേജ് ആയ ഗുഡ്സ് റീസ്റ്റോർ പാക്ക് ചെയ്യുന്ന പറഞ്ഞ കണ്ടീഷനേ ഉള്ളൂ. വെയർ ഹൗസ്ഡ് ഗുഡ്സ് ആവരുത്, അൺലോഡ് ചെയ്തതിന് ശേഷമായിരിക്കണം, ക്ലിയറൻസിന് മുന്നേ ആയിരിക്കണം. ഓക്കെ, ദെൻ ഡാമേജ് എന്ന് പറയുന്നത്, ഡാമേജ് ഒക്കർ ചെയ്യുന്നത് ഡ്യൂറിങ് അൺലോഡിങ് ആവാം അല്ലെങ്കിൽ ആഫ്റ്റർ അൺലോഡിങ് ആവാം. ഇനി വെയർ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്ത ഗുഡ്സ് ആണെങ്കിലും ഡാമേജ് ഒക്കർ ചെയ്താൽ ഡ്യൂട്ടി അടയ്ക്കേണ്ട. ഇനി എങ്ങനെ ഡ്യൂട്ടി അടയ്ക്കേണ്ടെന്നാ പറയുന്നത്, ദ വാല്യൂ ഓഫ് ഇവിടെ പറയാണ് വാല്യൂ ഓഫ് ഗുഡ്സ് ബിഫോർ ഡാമേജ്. ഡാമേജിന് മുന്നേ നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിന്റെ വാല്യൂ 1 lakh ഉണ്ടായിരുന്നു. ഡ്യൂട്ടി ലയബിലിറ്റി ബിഫോർ ഡാമേജ്, ഡാമേജിന് മുന്നേ ഈ 1 lakhന്മേൽ നമ്മൾ എത്ര ഡ്യൂട്ടി അടയ്ക്കണം, 10,000 രൂപ നമ്മൾ അടയ്ക്കണം. ഇനി വാല്യൂ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ ഡാമേജ്, ഡാമേജ് ആയതിനു ശേഷം നമ്മൾ എത്രയാണ് ആ ഗുഡ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഡാമേജ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഈസ് 40,000. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ഡ്യൂട്ടി അടയ്ക്കണം ചോദിക്കുന്നത്, റിവൈസ്ഡ് ഡ്യൂട്ടി ലയബിലിറ്റി ആഫ്റ്റർ ഡാമേജ്. ഓക്കെ, അപ്പൊ ഇനി എത്ര ഡ്യൂട്ടി അടയ്ക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 1 lakh ആണ്. ഇവിടെ നോക്കിയേ, വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ വാല്യൂ എത്രയാ, 1 lakh ആണ്. ഡ്യൂട്ടി അതിന് മുന്നേ അടയ്ക്കേണ്ടത് എത്രയാ, 10. അപ്പൊ 1 ലക്ഷം ഗുഡ്സിന്മേൽ 10,000 രൂപ ഡ്യൂട്ടി അടയ്ക്കണം. ഡ്യൂ ടു ഡാമേജ് ആയതിനു ശേഷം ഗുഡ്സിന്റെ വാല്യൂ, ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ വാല്യൂ 60,000 മാറി. ആ എക്സാമ്പിളോടെ നടത്തിട്ട് ഇത് വെക്കാം. വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് 60,000 മാറി. ഇനി ഇവിടെ എത്ര ഡ്യൂട്ടി എക്സംഷൻ നമുക്ക് കിട്ടും, അതായത് ഈ പറഞ്ഞ ഡ്യൂട്ടി ഡിസ്കൗണ്ട് കുറച്ചിട്ട്, അബേറ്റ്മെന്റ് കുറച്ചിട്ട് എത്ര ഡ്യൂട്ടി അടയ്ക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60,000, അതായത് വാല്യൂ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ ഡാമേജ് ഡിവൈഡ് ബൈ
1 lakh അതായത് വാല്യൂ ഓഫ് ഗുഡ്സ് ബിഫോർ ഡാമേജ് into 10,000 വാല്യൂ ഓഫ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഡ്യൂട്ടി ലെവിയബിലിറ്റി ബിഫോർ ഡാമേജ് ഈക്വൽ ടു 6,000 അല്ലെ 6,000. ഈ 6,000 നമുക്ക് എന്താണ് 6,000? ഈ 6,000 കുറച്ചിട്ട് ബാക്കി നമുക്ക് 4,000 റുപ്പീസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഡ്യൂട്ടി നമുക്ക് ലെവിയബിലിറ്റി ആയിട്ട് വരാം. 4,000 അതായത് റിവൈസ്ഡ് ഡ്യൂട്ടി ലയബിലിറ്റി എന്ന് പറയുന്നത് 4,000 ആണ്. റിവൈസ്ഡ് ഡ്യൂട്ടി ലയബിലിറ്റി ആഫ്റ്റർ ഡാമേജ് ആയതിനു ശേഷം ഡ്യൂട്ടി ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 4,000 ആണ്. അതാണ് ഇവിടെ പറയണത് 4,000. 6,000 നമുക്ക് ഡ്യൂട്ടി എക്സംഷൻ ആണ്. അപ്പൊ 10,000 6,000 കുറച്ചാൽ ബാക്കി ഡ്യൂട്ടി ലയബിലിറ്റി എത്രയാണ്, 4,000. റെഡിയാണേ? ഇതാണ് അടുത്ത എക്സാമ്പിൾ. റെഡി? ഇനി അടുത്തത് കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇത്രയും മനസ്സിലായല്ലോ? ഇത് ഓക്കെ അല്ലേ? സ്പെസിഫിക് കേസുകൾ ഓക്കെ അല്ലേ? ഏതൊക്കെയായിരുന്നു? പിൽഫറേജ് കഴിഞ്ഞ് ഡാമേജ് വന്നു. ഡാമേജ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ റെമിഷൻ ഓഫ് ഡ്യൂട്ടി ഓൺ ലോസ്റ്റ് ഓർ ഡിസ്ട്രോയിഡ് ഗുഡ്സ്. അതായത് മൊത്തം കംപ്ലീറ്റ്ലി, അതായത് പിൽഫറേജ് അല്ലാതെ കംപ്ലീറ്റ്ലി നമ്മുടെ ഗുഡ്സ് നമ്മുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി ലൂസ്ഡായി ടോട്ടൽ ഡിസ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ റെമിഷൻ ഓഫ് ഡ്യൂട്ടിയുടെ അണ്ടർ സെക്ഷൻ 23 സബ്സെക്ഷൻ 1 എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് പിൽഫറേജ് ആയിരുന്നു. പിൽഫറേജ് മീൻസ് സ്മോൾ തെഫ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞു ഡാമേജ്ഡ്, അബേറ്റ്മെന്റ് ഓഫ് ഡ്യൂട്ടി, ഡാമേജ്ഡ് ആയ ഗുഡ്സിന് മേൽ ഡിസ്കൗണ്ട് കുറച്ച് ബാക്കി നമ്മൾ ഡ്യൂട്ടി അടച്ചാൽ മതി. അതാണ് അബേറ്റ്മെന്റ് ഓഫ് ഡ്യൂട്ടി. അത് എപ്പോഴായിരുന്നു? ഡ്യൂറിങ് അൺലോഡിംഗ് ആവാം, ആഫ്റ്റർ അൺലോഡിംഗ് ആവാം. ഇനി വെയർ ഹൗസ്ഡ് ഗുഡ്സിനാണെങ്കിലും അബേറ്റ്മെന്റ് ഓഫ് ഡ്യൂട്ടി കിട്ടും. അതിന് ഡ്യൂട്ടി എങ്ങനെ കണ്ടുപിടിക്കണം എന്നാണ് നമ്മളിവിടെ പറഞ്ഞ എക്സാമ്പിൾ. ഇനി അടുത്തത് റെമിഷൻ ഓഫ് ഡ്യൂട്ടി. അതായത് പിൽഫറേജ് അല്ലാത്ത പക്ഷം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കൊണ്ടുവന്ന ഗുഡ്സ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആണ്. നമുക്ക് എന്താണ്, ബിയോണ്ട് റിക്കവറി ആണ്. റിക്കവറി ചെയ്തെടുക്കാനേ പറ്റില്ല. നമ്മുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയി പോയാൽ അതിന് നമ്മൾ എന്ത് ചെയ്യണ്ട, ഡ്യൂട്ടി അടയ്ക്കേണ്ട. ദെൻ വെയർ ഹൗസ്ഡ് ഗുഡ്സിലും എന്ത് ബാധകമാണ്? ഈ പറഞ്ഞ ഗുഡ്സ് റെമിഷൻ ഓഫ് ഡ്യൂട്ടിന്റെ സെക്ഷൻ ബാധകമാണ്. വെയർ ഹൗസ്ഡ് ഗുഡ്സിനും ഈ പറഞ്ഞ റെമിഷൻ ഓഫ് ഡ്യൂട്ടിയുടെ സെക്ഷൻ ബാധകമാണ്. വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്ത ഗുഡ്സിന് മേലും കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയാൽ അതിന് ഡ്യൂട്ടിയും എന്തൊക്കെയായിരിക്കാം? നാച്ചുറൽ കലാമിറ്റി മൂലമായിരിക്കാം, ഫയർ മൂലമായിരിക്കാം, ലീക്കേജ് ആയിരിക്കാം. ഓക്കെ, ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ് ലോസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ സെക്ഷൻ 23 സബ്സെക്ഷൻ 1 പ്രകാരം റെമിഷൻ ഓഫ് ഡ്യൂട്ടി കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണ്ട, അടയ്ക്കണ്ട. ഇനി അടുത്ത കേസ് റെമിഷൻ ഓഫ് ഡ്യൂട്ടി കഴിഞ്ഞാൽ അടുത്ത കേസ് റിലിങ്ക്വിഷ്മെന്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ്. റിലിങ്ക്വിഷ്മെന്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈറ്റിൽ, ഗുഡ്സിന്റെ ടൈറ്റിൽ മീൻസ് ഓണർഷിപ്പ് ആണ് അല്ലെ? ഗുഡ്സിന്റെ ടൈറ്റിൽ ഓണർഷിപ്പ് നമുക്ക് വേണ്ട എന്ന് വെക്കാം. അതാണ് റിലിങ്ക്വിഷ്മെന്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. ഗുഡ്സിന്റെ ടൈറ്റിൽ വേണ്ട എന്ന് വെക്കുന്ന 3 സിറ്റുവേഷൻസ് ആണ്. ഒന്ന് ദ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആർ നോട്ട് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക്കേഷൻ. അതായത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കുന്ന ഗുഡ്സ് ആണെങ്കിൽ ആ ഗുഡ്സ് നമ്മൾ പറഞ്ഞത് പ്രകാരം അല്ല നമുക്ക് എക്സ്പോർട്ടർ തന്നതെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടർക്ക് എന്ത് ചെയ്യാം? ഗുഡ്സിന്റെ ടൈറ്റിൽ വേണ്ട എന്ന് വെക്കാം. Then രണ്ടാമത് the goods is so damaged during voyage and as maybe not useful. അതായത് voyage ഡ്യൂറിങ് യാത്രക്കിടയിൽ വരുന്ന വഴിക്ക് നമ്മുടെ ഗുഡ്സ് കംപ്ലീറ്റ്ലി ഡാമേജ് ആയെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടർക്ക് എന്ത് ചെയ്യാം? ആ ഇമ്പോർട്ടർക്ക് ഈ ഗുഡ്സ് ഡാമേജ് ആയ ഗുഡ്സ് കിട്ടിയതിന് മേൽ ഒരു യൂസ്ഫുള്ളും ഇല്ല എന്ന് ഇമ്പോർട്ടർ പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇമ്പോർട്ടർക്ക് ഈ ഗുഡ്സിന്റെ ഓണർഷിപ്പ് വേണ്ട എന്ന് വെക്കാം. ദെൻ ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. എക്സ്പോർട്ടറും ഇമ്പോർട്ടറും തമ്മിലുള്ള കോൺട്രാക്ട് ബ്രീച്ച് ആയാലും നമ്മുടെ ഇമ്പോർട്ടർക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഗുഡ്സിന്റെ ഓണർഷിപ്പ് ടൈറ്റിൽ വേണ്ട എന്ന് വെക്കാം, ക്യാൻസൽ ചെയ്യാം. റിലിങ്ക്വിഷ്മെന്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ്. അങ്ങനെ റിലിങ്ക്വിഷ് ചെയ്താൽ പിന്നെ ആ ഗുഡ്സിന് മേൽ ഇമ്പോർട്ടർ എന്ത് ചെയ്യേണ്ട? ഡ്യൂട്ടി അടയ്ക്കേണ്ട. ഓക്കെ, ഇനി ആ റിലിങ്ക്വിഷ്മെന്റ് എപ്പോൾ നടത്താം? റിലിങ്ക്വിഷ്മെന്റ് ക്ലിയറൻസ് ഓഫ് ഗുഡ്സിന് മുന്നേ ആയിരിക്കണം പറയേണ്ടത്, റിലിങ്ക്വിഷ് ചെയ്തു എന്ന് പറയേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഗുഡ്സ്. വേറൊരു കേസും കൂടെ ഉണ്ട്. ഇനി അടുത്ത ടോപ്പിക്ക് ഡ്യൂട്ടി ഓൺ ഗുഡ്സ് ഡെർലിക്ട്, റെക്ക്, ജെപ്സം, ഫ്ലോട്ട്സും അല്ലെ? സെക്ഷൻ 21 പറയാണ്. ഡെർലിക്ട് മീൻസ് പ്രോപ്പർട്ടി അബാൻഡൻഡ് അറ്റ് ദ സീ വിത്തൗട്ട് ഹോപ്പ് ഓഫ് റിക്കവറി. അതായത് നമ്മുടെ സീയില് എന്ത് ചെയ്യാണ്? വെസല് കംപ്ലീറ്റ്ലി എന്താണ്? നമ്മുടെ വെസല് പാതി മുങ്ങിയ അവസ്ഥയിൽ, അല്ലെങ്കിൽ അതിനകത്തുള്ള കണ്ടെയ്നേഴ്സ് കാർഗോസ് പാതി മുങ്ങിയ അവസ്ഥയിൽ സീല് അബാൻഡൻഡ് ആയിട്ട് നടക്കുകയാണ് അല്ലേ?
ഒഴുകി നടക്കുകയാണ്. എന്നിട്ട് ആ ഒഴുകി വിത്തൗട്ട് കമ്മിങ് ഇൻ ടു ഇന്ത്യയുടെ കസ്റ്റംസ് വാട്ടറിന്റെ പരിധിക്ക് എത്താതെ റിക്കവർ ചെയ്യാതെ, വിത്തൗട്ട് ഹോപ്പ് ഓഫ് റിക്കവറി ചെയ്യാൻ പറ്റാത്ത രീതിക്ക് അബാൻഡൻ ഇൻ ദ സീ, ഒഴുകി വേറെ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ വേറെ ഏരിയയിലേക്കൊക്കെ പോയെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? ഡെർലിക്റ്റ് എന്ന് വിളിക്കാം. ഇനി അടുത്തത് റെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്താണ്? ഷിപ്പ് റെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൊത്തത്തിൽ ഷിപ്പോ അല്ലെങ്കിൽ അതിനകത്തുള്ള വെസലോ അതിനകത്തുള്ള കാർഗോസോ കണ്ടെയ്നേഴ്സോ കംപ്ലീറ്റ്ലി എന്തായി? നമ്മുടെ സീൻ്റെ അണ്ടറിലേക്ക് പോയി, വിത്തൗട്ട് ഹോപ്പ് ഓഫ് റിക്കവറി. അതായത് മറ്റത് മീൻസ് അബാൻഡൻ ഇൻ ദ സീ ആണ്. റെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ മുങ്ങി, മൊത്തത്തിൽ കപ്പൽ അല്ലെങ്കിൽ നമ്മുടെ വെസൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സീക്കടിയിലേക്ക് പോയി കഴിഞ്ഞാൽ റെക്കെന്നും, ദെൻ പാതി മുങ്ങിയ അവസ്ഥയിൽ ഒഴുകി നടക്കുന്നത് നമ്മൾ ഡെർലിക്റ്റ് എന്നും വിളിക്കുന്നു. ഇനി ഡെർലിക്റ്റ് ആയാലും റെക്ക് ആയാലും ഇന്ത്യൻ കസ്റ്റംസ് വാട്ടറിൻ്റെ പരിധിയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടി അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഷിപ്പ് റെക്ക് നമ്മുടെ ഷിപ്പ് മുങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മളതിന് ഷിപ്പിനെയൊക്കെ വലിച്ചെടുത്ത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായി? ഇന്ത്യയിലേക്ക് വന്നതായിട്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് അല്ലാത്ത ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കസ്റ്റംസ് ഓഫീസർക്ക് എന്ത് ചെയ്യാം? ഡ്യൂട്ടി ചാർജ് ചെയ്യാം. ഈവൻ ആ ഗുഡ്സ് നമുക്ക് ഡാമേജ് അല്ലാത്ത കിട്ടുകയാണെങ്കിൽ, ഡാമേജ്ഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളോട് നേരത്തെ പറഞ്ഞു ഡാമേജ്ഡ് ഗുഡ്സിന് ഡ്യൂട്ടി അടയ്ക്കണമെന്ന് പറഞ്ഞല്ലോ. ഇനി അടുത്തത് ഡെർലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകി നടന്നു എങ്ങാനും നമുക്ക് ഇന്ത്യൻ കസ്റ്റംസ് വാട്ടറിൻ്റെ പരിധിയിലേക്ക് എത്തിയവർ പിടിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ഗുഡ്സ് ആണെങ്കിൽ എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും? ഡ്യൂട്ടി ഫ്രീ അല്ലെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി ജെറ്റ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗുഡ്സ് ആർ കാസ്റ്റ് ടു സീ ഫോർ ലൈറ്റൻ ദ ഷിപ്പ്. അതായത് നമ്മൾ പ്രിവെൻറ്റിംഗ് ഫ്രം സിങ്കിങ്. നമ്മുടെ ഷിപ്പ് ഇവിടെ നമ്മുടെ പോർട്ടിൽ എത്തുന്നതിന് മുന്നേ വെയിറ്റ് അധികമായിട്ട് മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്കാവുമ്പോൾ ഈ വെസൽസിനകത്തെ ഗുഡ്സ് കുറച്ചെടുത്ത് നമ്മുടെ സീയിലേക്ക് എറിയും, നമ്മുടെ കടലിലേക്ക് എറിയും, ഇല്ലേ? അങ്ങനെ വെള്ളത്തിലേക്ക് എറിയും. എന്തിനു വേണ്ടിയിട്ടാണ്? ഷിപ്പിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ വെയിറ്റ് അധികമാണെങ്കിൽ നമ്മൾ ഈ എടുത്തെറിയുന്ന ഗുഡ്സ് ഉണ്ടല്ലോ, ആ ഗുഡ്സ് ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് ഡ്യൂട്ടി അടയ്ക്കേണ്ടതായിട്ട് വരുന്നവർ പറയുന്നു. ഇന്ത്യയിലേക്ക് എത്തുന്നില്ലെങ്കിൽ അതിന് ഡ്യൂട്ടി അടയ്ക്കേണ്ട. ഇനി അടുത്തത് ഫ്ലോട്ട്സം എന്ന് പറയാണ്. ഫ്ലോട്ട്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് സെപ്പറേറ്റഡ് ഫ്രം ദ ഷിപ്പ് ബൈ സം പെരിൽ വിച്ച് കണ്ടിന്യൂ ടു ഫ്ലോട്ട് ഓൺ സീ. അതായത് ചിലവർ എന്ത് ചെയ്യും? പാതി വഴിയിലേക്ക് എത്തിച്ചിട്ട് ഈ ഗുഡ്സ് ഈ നമ്മുടെ വെള്ളത്തിലേക്ക് എറിഞ്ഞിട്ട് കസ്റ്റംസ് അതോറിറ്റിയുടെ പരിധിയിലല്ലാത്ത രീതിക്കുള്ള ഏരിയയിൽ, കസ്റ്റംസ് അതോറിറ്റിയുടെ പരിധിയിലല്ലാത്ത ഏരിയകളിലേക്ക് ഈ ഗുഡ്സിനെ കടൽ വഴി നമ്മൾ എത്തിക്കും. അങ്ങനെ എത്തിക്കുന്നതിനാണ് ഫ്ലോട്ട്സം എന്ന് പറയുന്നത്. ജെറ്റ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ വെയിറ്റ് കൂടിയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുങ്ങിപ്പോകാതിരിക്കാനായിട്ട് നമ്മൾ ഗുഡ്സ് കടലിലേക്ക് എറിയുകയാണെങ്കിൽ അതിനെ ജെറ്റ്സം എന്നും, ബൈ ഫ്രൂട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റ് കസ്റ്റംസ് വാട്ടറിൻ്റെ പരിധി, കസ്റ്റംസ് അതോറിറ്റി, കസ്റ്റംസ് പോർട്ടിലേക്ക് എത്തിക്കാതെ മറ്റുള്ള ഏരിയ വഴി നമ്മൾ എത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഫ്ലോട്ട്സം എന്നും പറയും. ഈ 4 കേസുകളിലും കസ്റ്റംസ് അതോറിറ്റിയുടെ കയ്യിലേക്ക് ഗുഡ്സ് എത്തിക്കഴിഞ്ഞാൽ ഡ്യൂട്ടി അടയ്ക്കണം, അല്ലാത്ത പക്ഷം ഡ്യൂട്ടി അടയ്ക്കണ്ട. ഓക്കെ, ഇതാണ്. ഇനി അടുത്തത് കസ്റ്റംസ് ഡ്യൂട്ടീനെ പറ്റിയാണ് പറയുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി നമുക്ക് 2 തരത്തിലുള്ള ഗുഡ്സുകളാണ് നമുക്കറിയാം. എക്സ്പോർട്ട് ഗുഡ്സും ഉണ്ട്, ഇമ്പോർട്ട് ഗുഡ്സും ഉണ്ട്. ഇനി എക്സ്പോർട്ട് ഗുഡ്സിന്മേൽ ചില ഗുഡ്സിന്മേൽ, അതായത് നമ്മുടെ ആനിമൽസിൻ്റെ സ്കിന്ന്, ലെതർ, ഇതിന്മേലൊന്നും ഡ്യൂട്ടി അടയ്ക്കേണ്ട എക്സ്പോർട്ടിൻ്റെ കേസിൽ. ഇനി അല്ലാത്ത പക്ഷം ഡ്യൂട്ടബിൾ, അതായത് ഗുഡ്സ് ഡ്യൂട്ടി അടച്ച് എക്സ്പോർട്ട് ചെയ്യേണ്ട ഗുഡ്സും ഉണ്ട്. ഡ്യൂട്ടി അടച്ച് എക്സ്പോർട്ട് ചെയ്യേണ്ട ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ ആകെ കൊടുക്കുന്ന ഡ്യൂട്ടി ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി മാത്രമാണ്. ഓക്കെ, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയാണ് എക്സ്പോർട്ടിൻ്റെ കേസിൽ വരുന്നുള്ളൂ. ബട്ട് ഇൻ കേസ് ഈ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഡ്യൂട്ടി നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, വെറൈറ്റി ഓഫ് ഡ്യൂട്ടീസ് ഉണ്ട്. ഇമ്പോർട്ടഡ് ഗുഡ്സ് ആണെങ്കിൽ നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി, സോഷ്യൽ വെൽഫെയർ സർചാർജ്, IGST, സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി, പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി, CVD ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ, ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി, അങ്ങനെ ഒരുപാട് ഡ്യൂട്ടീസ് നമുക്ക് പറയാനായിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിനകത്ത് CVD ആൻഡ് സ്പെഷ്യൽ CVD, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ നമ്മുടെ എക്സൈസ് ഡ്യൂട്ടീൻ്റെയും നമ്മുടെ വാറ്റിൻ്റെയും ഒക്കെ CVDയും സ്പെഷ്യൽ CVDയും എല്ലാം എന്തിലേക്ക് സബ്സ്യൂമായി? GSTയിലേക്ക് സബ്സ്യൂമായി. അതിന് പകരം ഇപ്പോൾ നമ്മളോട് മേടിക്കും IGST. ഇതൊക്കെ GST നിങ്ങൾ ആദ്യം പഠിച്ചതാണ്. ദെൻ അടുത്തത് പറയാണ് എന്താണ് നമുക്ക് നമ്മുടെ കസ്റ്റംസിൽ ഇവിടെ നോക്കിയേ, കസ്റ്റംസിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഉണ്ട്. അതായത് ഒന്ന് സ്റ്റാൻഡേർഡ് റേറ്റും
അതായത് ബേസിക് കസ്റ്റം ഡ്യൂട്ടി. ഫസ്റ്റ് ഡ്യൂട്ടിയാണ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി. നമ്മുടെ കസ്റ്റംസ് ആക്ടിൽ പഠിക്കാനുള്ള കസ്റ്റംസ് ഡ്യൂട്ടീസിലെ ഫസ്റ്റ് ഡ്യൂട്ടിയാണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. ബേസിക് കസ്റ്റം ഡ്യൂട്ടി നമ്മൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് റേറ്റിലും ഉണ്ട്, ഒന്ന് പ്രിഫറൻഷ്യൽ റേറ്റിലും ഉണ്ട്. സ്റ്റാൻഡേർഡ് റേറ്റും പ്രിഫറൻഷ്യൽ റേറ്റും. സ്റ്റാൻഡേർഡ് റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിൽ അടയ്ക്കുന്നതിനെയാണ് പ്രിഫറൻഷ്യൽ റേറ്റ് എന്ന് പറയാം. ഇനി പ്രിഫറൻഷ്യൽ റേറ്റിൽ അടയ്ക്കണമെങ്കിൽ ഇമ്പോർട്ടർ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, പ്രിഫറൻഷ്യൽ ഏരിയയിൽ നിന്ന് വേണം ഇമ്പോർട്ടർ ഈ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാൻ. ഓക്കെ. 2, പ്രിഫറൻഷ്യൽ ഏരിയയിലായിരിക്കണം ഈ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യേണ്ടത്. 3, ഇമ്പോർട്ടർക്ക് പ്രിഫറൻഷ്യൽ റേറ്റിൽ അടയ്ക്കണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ക്ലെയിം ചെയ്യണം. ഓക്കെ. അപ്പോൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പാണ്. ഒന്ന് സ്റ്റാൻഡേർഡ് റേറ്റിലും ഉണ്ട്, ഒന്ന് പ്രിഫറൻഷ്യൽ റേറ്റിലും ഉണ്ട്. പ്രിഫറൻഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ മോസ്റ്റ് ഫേവേർഡ് നേഷൻസ്, നമ്മുടെ ഗസറ്റിൽ പാസ്സാക്കിയിട്ടുള്ള ഇന്ത്യയിലെ മോസ്റ്റ് ഫേവേർഡ് നേഷൻസ് ആണ് പ്രിഫറൻഷ്യൽ ഏരിയ. ഈ പ്രിഫറൻഷ്യൽ ഏരിയയിൽ നിന്നാണ് ഇമ്പോർട്ടർ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തതെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, ഈ പ്രിഫറൻഷ്യൽ ഏരിയ തന്നെയായിരിക്കണം ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് എന്ത് ചെയ്യേണ്ടതും മാനുഫാക്ചർ ചെയ്യേണ്ടതും. ദെൻ ഈ 2 കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് റേറ്റിലും കുറഞ്ഞ റേറ്റിലും നമുക്ക് എന്ത് ചെയ്യാം, ഡ്യൂട്ടി അടയ്ക്കാം. ആ സ്റ്റാൻഡേർഡ് റേറ്റിലും കുറഞ്ഞ റേറ്റിനെയാണ് പ്രിഫറൻഷ്യൽ റേറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രിഫറൻഷ്യൽ റേറ്റിൽ അടയ്ക്കണമെങ്കിൽ ഈ 2 കണ്ടീഷൻസ് പാലിച്ചിട്ട് ഇമ്പോർട്ടർ എന്ത് ചെയ്യണം, സ്പെസിഫിക് ആയിട്ട് ക്ലെയിം ചെയ്യണം. അതായത് നമ്മൾ നോർമലി അടയ്ക്കുമ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റിൽ അടയ്ക്കേണ്ടി വരും. ഈ കണ്ടീഷൻ ആണെങ്കിൽ ഇമ്പോർട്ടർ എടുത്ത് അതായത് ഇമ്പോർട്ടർ ക്ലെയിം ചെയ്യണം, റിക്വസ്റ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ കൊടുത്ത് ക്ലെയിം ചെയ്യണം, പ്രിഫറൻഷ്യൽ റേറ്റിൽ ഞാൻ അടയ്ക്കണം, കാരണം ഞാൻ ഈ 2 കണ്ടീഷൻസും പാലിക്കുന്നുണ്ടെന്നുള്ളത്. ഓക്കെ. ഇതല്ലാത്ത പക്ഷം നോർമൽ റേറ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ആ സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി അല്ലെങ്കിൽ എന്ന് പറയാം. ഓക്കെ. ഇതാണെങ്കിൽ എന്താണ്, ബേസിക് കസ്റ്റം ഡ്യൂട്ടി തന്നെയാണ്. ബേസിക് കസ്റ്റം ഡ്യൂട്ടിക്ക് എന്തില്ല, ഒരു ഫിക്സഡ് റേറ്റ് ഇല്ല. നമ്മൾ നോർമലി പറയും 10 എന്ന് പറയും, എന്നാലും ഫിക്സഡ് റേറ്റ് ഇല്ല. ഇനി എത്രയാണോ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, ആ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിന്മേൽ നമ്മൾ അഡീഷണൽ ആയിട്ട് അടുത്ത വരുന്നതാണ് സോഷ്യൽ വെൽഫെയർ സർചാർജ്. സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ആണ്. 10% ഓഫ് aggregate value of customs duty. അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി 10% നിർബന്ധമായിട്ടും ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടീൻ്റെ കൂടെ തന്നെ നിർബന്ധമായിട്ടും മാൻഡേറ്ററി ആയിട്ടും ചാർജ് ചെയ്യേണ്ട അഡീഷണൽ ഡ്യൂട്ടിയാണ് സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്ന് പറയുന്നത്. ആ സർചാർജ് എത്ര പെർസെൻറ്റേജാണ്? 10% ആണ്. 10% ഓഫ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയില്ല, നമുക്ക് 2 രീതിക്ക് പറയാം. 10% ഓഫ് അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി. ഈ അഗ്രിഗേറ്റ് മീൻസ് എന്താണ്? നമ്മളിവിടെ പറഞ്ഞില്ലേ, ഒരുപാട് ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ഉണ്ട്. ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഉണ്ട്, സർചാർജ് ഉണ്ട്, പിന്നെ ഏതാണ്, പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ഉണ്ട്, സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ട്, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഉണ്ട്, GST ഉണ്ട്. ഇത്രയും ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ഉണ്ട്. ഓക്കെ. ഇനി ഇവിടെ പറയാണ്, ഈ മൊത്തം ഡ്യൂട്ടിയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി ആകുന്നത്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, 10% ഓഫ് അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് കസ്റ്റം ഡ്യൂട്ടി. മൊത്തം കസ്റ്റംസ് ഡ്യൂട്ടി എത്രയാണോ അതിൻ്റെ മൊത്തം കസ്റ്റം ഡ്യൂട്ടിയുടെ മൊത്തം അഗ്രിഗേറ്റ് വാല്യൂവിന്മേലാണ് 10%. അതായത് ബേസിക് കസ്റ്റം ഡ്യൂട്ടി, സർചാർജ്, സേഫ് ഗാർഡിങ് ഡ്യൂട്ടി, പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ആൻഡ് അഡീഷണൽ കുറേ ഡ്യൂട്ടീസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ടോട്ടൽ എമൗണ്ടിന്മേലാണ് 10% കൂട്ടേണ്ടത്. എന്നിട്ട് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്, ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ അഗ്രിഗേറ്റ് വാല്യൂവിനകത്ത് ഈ പറഞ്ഞ ഡ്യൂട്ടികൾ പെടാൻ പാടില്ല. ഈ പറഞ്ഞ മൊത്തം കസ്റ്റംസ് ഡ്യൂട്ടി, ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടിക്കകത്ത് ഒന്ന് സേഫ് ഗാർഡിങ് ഡ്യൂട്ടി അഗ്രിഗേറ്റിനകത്ത് പെടാൻ പാടില്ല, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി അഗ്രിഗേറ്റിൽ പെടാൻ പാടില്ല, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓഫ് സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ ഈ പറഞ്ഞ അഗ്രിഗേറ്റിനകത്ത് പെടാൻ പാടില്ല, IGST ആൻഡ് GST കോമ്പൻസേഷൻ സെസ് ഇത്രയും ഡ്യൂട്ടികൾ ഈ അഗ്രിഗേറ്റിനകത്ത് വരരുത്. ഇതല്ലാത്ത പക്ഷം മറ്റേത് ഡ്യൂട്ടികൾ വന്നാലും അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടീൻ്റെ 10% ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാണ്,
ഈ പറഞ്ഞ സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി, ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി, CVD ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ, IGST, GST കോമ്പൻസേഷൻ സെസ്, ഇതല്ലാത്ത പക്ഷം പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ, ഈ അഗ്രിഗേറ്റ് വാല്യൂവിനകത്ത് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇതെല്ലാം ഒഴിവാക്കി ബേസിക് കസ്റ്റം ഡ്യൂട്ടീൻ്റെ കൂടെ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടിയും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ 10% എന്ത്, സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ഉണ്ട്. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ മൊത്തം കിട്ടുന്ന കസ്റ്റംസ് ഡ്യൂട്ടിയുടെ അഗ്രിഗേറ്റ് വാല്യൂ അല്ലെ മൊത്തം ടോട്ടൽ വാല്യൂവിൻ്റെ 10% സോഷ്യൽ വെൽഫെയർ സർചാർജ്. ഇനി ആ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ എന്ത് പെടരുത്, ഈ 5 ഡ്യൂട്ടീസ് പെടരുത്. ഇനി അടുത്തത് എഫക്റ്റീവ്. ക്വസ്റ്റ്യനിൽ എപ്പോഴും MCQ ചോദിക്കും എഫക്റ്റീവ് ഡ്യൂട്ടി എത്രയാണെന്ന് ചോദിക്കും, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഡ്യൂട്ടി എത്രയാണെന്ന് ചോദിക്കും. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10 ആണെങ്കിൽ, ഇനിയിപ്പോൾ നോർമലി നോക്കിയേ നമുക്ക് ആകെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി, സർചാർജ്, സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി, ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി, IGST, ഇത്രയും ഡ്യൂട്ടീസ് ആകെ പഠിക്കാനായിട്ടുള്ളൂ. ഇത് മൊത്തം ടോട്ടൽ ചെയ്യുമ്പോൾ അഗ്രിഗേറ്റ് ടോട്ടൽ എന്തായി, ടോട്ടൽ കസ്റ്റം ഡ്യൂട്ടി കിട്ടി. ഇതിനകത്ത് നിന്ന് ഈ 4 ശരിക്കും എന്ത് ചെയ്യണം, ഈ സർചാർജ് കാണണം ഒഴിവാക്കണം. പിന്നെ ആകെ എന്തേ ഉള്ളൂ, ബേസിക് കസ്റ്റം ഡ്യൂട്ടി അല്ലേ ഉള്ളൂ. അപ്പോൾ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടി എത്രയാണോ അതിൻ്റെ 10% സർചാർജ്. ഓക്കെ, ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10 ആണെങ്കിൽ സർചാർജ് ഈക്വൽ ടു 10% ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി, അതായത് 11%. അപ്പോൾ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഡ്യൂട്ടി എത്രയാ, 11. ഇനി ബേസിക് കസ്റ്റം ഡ്യൂട്ടി 12% ആണെങ്കിൽ സർചാർജ് എന്ന് പറയുന്നത് 10% ഓഫ് 12 ആയിരിക്കും, അതായത് 12 + 1.2 13.2% ആയിരിക്കും എഫക്റ്റീവ് റേറ്റ് ഓഫ് ഡ്യൂട്ടി. ഇതൊരു ടൈപ്പ് ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, MCQ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സർചാർജ് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തത് പറയാണ്, അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത്, അടുത്ത ഡ്യൂട്ടി പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി. പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻഡസ്ട്രി സ്പെസിഫിക് ആണ്. ഓക്കെ, ടുഡേ ഇപ്പം നമുക്ക് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ഇറ്റ് ഈസ് നോട്ട് ഇൻ ഫോഴ്സ്, അതായത് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എടുത്ത് ഒഴിവാക്കി, പക്ഷേ എങ്കിലും തിയറി നോക്കാനായിട്ടുണ്ട്. പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി സ്പെസിഫിക് ആണ്. റീസൺ എന്താ, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് എ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. അതായത് ഇപ്പോൾ ലെസ്സർ പ്രൈസിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യണത് ലെസ്സർ പ്രൈസിനാണെങ്കിൽ, കുറഞ്ഞ വിലയ്ക്കാണെങ്കിൽ എന്തായാലും നമ്മുടെ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ എഫക്റ്റ് ചെയ്യുമല്ലോ, എഫക്റ്റ് ചെയ്യും. അങ്ങനെ എഫക്റ്റ് ചെയ്യുമ്പം നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ലെവി ചെയ്ത ഒരു ഡ്യൂട്ടിയാണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി. ഈ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടീൻ്റെ ഡേറ്റും റേറ്റും സ്പെസിഫൈ ചെയ്യണത് നമ്മുടെ 1970, നമ്മുടെ റേറ്റ് സ്പെസിഫൈ ചെയ്യണത്, ഡേറ്റ് അല്ല കേട്ടോ, റേറ്റ് സ്പെസിഫൈ ചെയ്യണത് നമ്മുടെ കസ്റ്റംസ് താരിഫ് ആക്ട് 1975 ഷെഡ്യൂൾ 1 പ്രകാരം നമ്മുടെ താരിഫ് കമ്മീഷനാണ് സ്പെസിഫൈ ചെയ്യണത്. പക്ഷേ നിലവിൽ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എടുത്തു കളഞ്ഞു. അതിന് പകരം നമ്മൾ എന്ത് കൊണ്ടുവന്നു, സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി കൊണ്ടുവന്നു. സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് സ്പെസിഫിക് ആണ്. പ്രോഡക്റ്റ് സ്പെസിഫിക്, അതായത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഗുഡ്സ് ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റിയിൽ, അതായത് പ്രൊഡക്റ്റ് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത ഗുഡ്സുകൾ, ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്ത നോട്ടിഫൈ ചെയ്ത ഗുഡ്സുകൾ ഇന്ത്യയിലേക്ക് ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റിയിലാണ് ഇമ്പോർട്ട് ചെയ്തതെങ്കിൽ, ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റിയിലാണ്, കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഈ പറഞ്ഞ നമ്മുടെ ഇമ്പോർട്ടർ ഇന്ത്യയിലേക്ക് ഈ ഗുഡ്സിനെ ഇമ്പോർട്ട് ചെയ്തതെങ്കിൽ, പ്രൊഡക്റ്റ് സ്പെസിഫിക് ആണ് അല്ലേ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തതെങ്കിൽ, ആ ഇമ്പോർട്ട് ചെയ്ത സമയത്ത് സച്ച് ഇമ്പോർട്ട് മേ കോസ് ത്രട്ടൺ ടു കോസ് സീരിയസ് ഇഞ്ചുറി ടു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. അങ്ങനെ നമ്മുടെ ഒരു ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റിയിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രീനെ ത്രട്ടൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഗവൺമെൻറ് നമ്മളോട് സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി ലെവി ചെയ്യും. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ എന്താ, ഇവിടെ നമ്മൾ പറയാണ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി ലെവി ചെയ്യുന്ന ഗുഡ്സ് ആണെന്ന് വിചാരിക്കുക. പ്രൊഡക്റ്റ് സ്പെസിഫിക് ആണല്ലോ, അപ്പോൾ ലെവി ചെയ്യുന്ന ഗുഡ്സ് ആണ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് 50 crores ഇമ്പോർട്ട് ചെയ്തത് 50 crores.
ഇനി ഇവിടെ പറയാണ് ഫസ്റ്റ് വൺ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യണത് ഒരു ഡെവലപ്പിംഗ് കൺട്രിന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യും, കസ്റ്റംസ് ഓഫീസർ പ്രീവിയസ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ കറണ്ട് ഡീറ്റെയിൽസോ എടുത്തിട്ട് ഒരു കാലത്തെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവർ സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി ലെവി ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നോക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവർ നോക്കുമ്പം ആകെ നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് എക്സ് എന്ന് പറഞ്ഞ ഗുഡ്സ് ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്, എക്സ് എന്ന് പറഞ്ഞ ഗുഡ്സ്. അപ്പം നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്ത ഈ എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആകെ ഒരു ഇൻഡസ്ട്രി, അതായത് നമ്മൾ മാത്രമാണ് ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഇമ്പോർട്ടേഴ്സും ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തത്. നമ്മൾ മാത്രമാണ് ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തത്. അപ്പം ഒരു ആർട്ടിക്കിള് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് മാത്രമേ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ മൊത്തം ഇമ്പോർട്ടിൻ്റെ ലെസ് ദാൻ ഓർ 3% ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്, ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ട. മൊത്തം ഇമ്പോർട്ടിൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3% ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്. അപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് എവിടെ നിന്നാണ്, ഒരു ഡെവലപ്പ്. അപ്പം നമ്മൾ ഈ എക്സ് എന്ന് പറഞ്ഞ ഈ ആർട്ടിക്കിൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നേ ഉള്ളെങ്കിൽ മൊത്തം ഇമ്പോർട്ടിൻ്റെ 3% ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതെങ്കിൽ അതിന് മേലെ സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി അടയ്ക്കേണ്ട. ഫോർ എക്സാമ്പിൾ 50 crores നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത എക്സ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ നമ്മൾ മാത്രമേ ഡെവലപ്പിംഗ് കൺട്രിയിൽ ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നാണ് ചെയ്തത്. അപ്പോൾ മൊത്തം ഇമ്പോർട്ട് 2500 ഉണ്ട്. 2500 ഇൻറ്റു 3%. 2500 into 3% ഈക്വൽ ടു 75 ക്രൂസിനാണ് നമ്മൾക്ക് അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് എത്രയാണ്, 50 ക്രൂസിനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് അടയ്ക്കേണ്ട, സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി അടയ്ക്കേണ്ട. ഇനി നമ്മൾ പറയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് 2500-ന്റെ 3% വരെ ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ 80 ക്രൂസിന് ഇമ്പോർട്ട് ചെയ്തെങ്കിൽ നമ്മൾ സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി അടയ്ക്കണം. സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി നോർമലി 30% എന്ന് പറയും. അപ്പോൾ 80 കോടിയുടെ 30% നമ്മൾ എന്ത് ചെയ്യണം, സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി ആയിട്ട് അടയ്ക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി. ഫസ്റ്റ് എക്സെപ്ഷൻ ആണ്. ഫസ്റ്റ് പറയുന്നത് മൊത്തം ഇമ്പോർട്ടിൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3% ആണ് നമ്മൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ മൊത്തം ഇമ്പോർട്ടിൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3% വരെ നമ്മൾ സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി അടയ്ക്കേണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, 2500 മൊത്തം ഉണ്ട്. അതിനകത്ത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ആ ഇമ്പോർട്ട് ചെയ്തത് 50 കോടിക്കാണ്. മൊത്തം 2500-ൽ 50 എന്ന് പറയണത് 3% എന്ന് പറയണത് 75 crore ആണ്. അപ്പോൾ 50 വരെ 50 ഒക്കെ നമുക്ക് ചെയ്യാം, കാരണം 75 വരെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമ്മൾ 75 നമ്മൾ 80 ഇമ്പോർട്ട് ചെയ്തെങ്കിൽ ഈ 80-ന്റെ 30% നമ്മൾ സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി ആയിട്ട് അടയ്ക്കണം. ഓക്കെ, ഇനി ഒന്നിൽ കൂടുതൽ നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്ത ഈ ആർട്ടിക്കിൾ ഇവർ കണക്കെടുക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ഇമ്പോർട്ടേഴ്സ് ഒന്നിൽ കൂടുതൽ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് റൂള് മാറി. അവിടെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ടോട്ടൽ ഇമ്പോർട്ടിൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആയിരിക്കണം. കൂടാതെ ഇൻഡിവിജ്വൽ നോക്കുമ്പോൾ ലെസ് ദാൻ 3 ആയിരിക്കണം. അതായത് ഇവിടെ പറഞ്ഞു നോക്കിയേ, ഇവിടെ നോക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ അല്ലെ, ഡെവലപ്പിംഗ് 4 വന്നു, ഡെവലപ്ഡ് 2 വന്നു. മൊത്തം ഇമ്പോർട്ട് 3520 ആണ്. അപ്പോൾ ഡെവലപ്പിങ്ങിൽ നിന്നും നമുക്ക് എത്രയാണ്, ഓരോന്നിൻ്റെയും ഷെയർ എടുക്കണം. അതായത് ഈ പറഞ്ഞ ഡെവലപ്പിങ്ങിൽ ഈ 100 3520 എത്ര ഷെയർ ഉണ്ട്, 2.8 ഉണ്ട്. 80 ആണെങ്കിലോ ഇവിടെ ഇങ്ങനെ നോക്കണം, 100 ഡിവൈഡ് ബൈ 3520 ഇൻറ്റു 100, 80 ഡിവൈഡ് ബൈ 3520 ഇൻറ്റു 100. അങ്ങനെ പെർസെൻറ്റേജ് കാണണം. ഓക്കെ, ഇനി അങ്ങനെ പെർസെൻറ്റേജ് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2.8 ഉണ്ട്, 2.27 ഉണ്ട്, ഡെവലപ്പിങ്ങിന് 800, 22.7 ഉണ്ട്, ഡെവലപ്പിങ്ങിന് 40, 1.136 ഉണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഓരോന്നിൻ്റെയും നോക്കണ സമയത്ത് ഇൻഡിവിജ്വലി നോക്കുമ്പോൾ ലെസ് ദാൻ 3 ആയിരിക്കണം. 3 വരെ ആകാൻ പാടില്ല. അപ്പം ഇവിടെ 3 വരെ ആകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 3-ൽ താഴെ ആകാൻ പാടുള്ളൂ, ഏത് ഇൻഡിവിജ്വലി. അപ്പോൾ ഈ ഡെവലപ്പിങ് 100 2.8 ഉള്ളൂ, ഓക്കെ ആണ്. ഈ ഡെവലപ്പിംഗ് 2.27 ഓക്കെ ആണ്. ഇത് 22 എത്തി, ഓക്കെ അല്ല. അപ്പം ഈ പറഞ്ഞ 800-ന്മേൽ എന്തായാലും സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും. എത്ര, 30%. ഇനി 40 ആണ്. ഇനി ഈ പറഞ്ഞ ഇൻഡിവിജ്വലി എല്ലാവരും ലെസ് ദാൻ 3 ആണെങ്കിൽ
ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9% വരണം. ഇതിപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇതും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 6.2068 വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 3 ആൾക്കാരും എന്തടയ്ക്കേണ്ട? സേഫ് ഗാർഡിങ് ഡ്യൂട്ടി അടയ്ക്കേണ്ട. അപ്പോൾ ഇവിടെ 2 കണ്ടീഷൻസ് പാലിക്കണം. ഇൻഡിവിജ്വലി ലെസ് ദാൻ 3യും ആൻഡ് ടുഗെദർ എടുക്കണ സമയത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇൻഡിവിജ്വൽ എടുക്കുമ്പോൾ 2 ലെസ് ദാൻ 3ക്ക് താഴെ വരുന്നതൊക്കെ ഓക്കെയാണ്. 3ക്ക് മുകളിലേക്ക് വരുന്നത് എന്താണ്? ഇവരെന്തായാലും സേഫ് ഗാർഡിങ് ഡ്യൂട്ടി അടയ്ക്കണം. ഇനി 3ക്ക് താഴേക്ക് വരുന്ന എല്ലാവരെയും കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? ടോട്ടൽ ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആയിരിക്കണം. അപ്പോൾ 6 ആണ്. അപ്പോൾ ഇവർ 3 പേരും എന്തടയ്ക്കേണ്ട? സേഫ് ഗാർഡ് ഡ്യൂട്ടി അടയ്ക്കേണ്ട. പക്ഷേ ഈ 800 ഇമ്പോർട്ട് ചെയ്ത ആൾ എന്ത് ചെയ്യണം? സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്തായാലും അടയ്ക്കണം. ഓക്കെ. ഇനി SEZലേക്കാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതെങ്കിൽ സേഫ് ഗാർഡിങ് ഡ്യൂട്ടി അടയ്ക്കേണ്ട. SEZലേക്കാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതെങ്കിൽ സേഫ് ഗാർഡിങ് ഡ്യൂട്ടി അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി പ്രൊവിഷണൽ സേഫ് ഗാർഡിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് സേഫ് ഗാർഡ് ഡ്യൂട്ടി വാങ്ങിയിട്ട് ഇറ്റ് ഈസ് ഇൻ പെൻഡിങ് ഡിസിഷൻ, അതായത് ഗവൺമെൻറ് ഈസ് ഇൻ ദ പെൻഡിങ് ഡിസിഷൻ ഫോർ ദ കളക്ഷൻ ഓഫ് സച്ച് സേഫ് ഗാർഡിങ് ഡ്യൂട്ടി കളക്ട് ചെയ്തിട്ട് ഇത് ശരിക്കും ഡ്യൂട്ടി ആയിട്ട് മേടിക്കണോ ഇല്ലയോ, അതായത് നമ്മൾ കമ്പയർ ചെയ്യണം. ഓരോ ഇയർ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. ആ ഇയർലി നമ്മൾ കമ്പയർ ചെയ്യണ സമയത്ത് പെൻഡിങ് ഡിസിഷനിലാണെങ്കിൽ ഈ ഫണ്ട് സേഫ് ഗാർഡിങ് ഡ്യൂട്ടി മേടിച്ച് 200 ദിവസത്തിനുള്ളിൽ, നോട്ട് എക്സീഡിങ് 200 ഡേയ്സ്, അതായത് 200 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഗവൺമെൻറ് ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയിട്ട് ഒന്നെങ്കിൽ ഇത് എന്ത് ചെയ്യാം? സേഫ് ഗാർഡിങ് ഡ്യൂട്ടി ആയിട്ട് തന്നെ മേടിച്ച് കയ്യിൽ വെക്കാം. ഇനി അല്ല എങ്കിൽ പെൻഡിങ് ഡിസിഷനിലെ ഫൈനൽ ഡിസിഷനിലേക്ക് എത്തി ഇത് ഡ്യൂട്ടി അടയ്ക്കേണ്ടാത്ത ഗുഡ്സ് ആയിരുന്നു എന്നാണെങ്കിൽ ഈ സേഫ് ഗാർഡിങ് ഡ്യൂട്ടി ആയിട്ട് മേടിച്ച് വെച്ച ഫണ്ട് ഗവൺമെൻറ്റിന് ഇമ്പോർട്ടർക്ക് തന്നെ തിരിച്ച് റീഫണ്ട് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ പ്രൊവിഷണൽ സേഫ് ഗാർഡിങ് ഡ്യൂട്ടി നമുക്ക് മേടിച്ച് വെക്കാം. പ്രൊവിഷണൽ എമൗണ്ട് ആയിട്ട് നമുക്ക് എത്ര നാൾ വരെ? നോട്ട് എക്സീഡിങ് 200 ഡേയ്സ്. 200 ദിവസത്തിനുള്ളിൽ ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയിട്ട് ഒന്നെങ്കിൽ ഇത് മേടിക്കാം, അല്ലെങ്കിൽ ഇത് റീഫണ്ട് ചെയ്യാം. ഇനി സേഫ് ഗാർഡിങ് ഡ്യൂട്ടി വൺസ് ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് 4 വർഷം വരെ ഇത് ഇമ്പോസ് ചെയ്യും. ക്യാൻ ബി എക്സ്റ്റെൻഡ് അപ് ടു 10 years. റെഡി? ഇനി അടുത്തത് CVD ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ. CVD ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ USA ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ എക്സ്പോർട്ടർ ആരാ? ഫ്രം USA. യുഎസിന് എക്സ്പോർട്ട് ചെയ്യുമ്പം അവരുടെ കൺട്രിയിൽ 10,000 റുപ്പീസിന് നോർമൽ, അവരുടെ കൺട്രിയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് X ആണ്. X എന്ന് പറഞ്ഞ ഈ ഗുഡ്സിന് നോർമൽ പ്രൈസ് 10,000 റുപ്പീസാണ്. ഈ 10,000 റുപ്പീസിൽ അവരുടെ ഗവൺമെൻറ് ആ ഗുഡ്സിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അവരുടെ ഗവൺമെൻറ് ഈ X എന്ന് പറഞ്ഞ ഗുഡ്സിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. എത്ര രൂപ? 4,000 രൂപ സബ്സിഡി ഗവൺമെൻറ് USA ഗവൺമെൻറ്റിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായാലും USA ഗുഡ്സ് 6,000 കൊടുക്കുന്നുള്ളൂ. then 6,000 പ്ലസ് എക്സ്ട്രാ പ്രോഫിറ്റും കൂടെ ചേർത്ത് 7,000 രൂപയ്ക്ക് ഇന്ത്യയിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്ത്യക്ക് അത് ഡംപിങ് ആവുമല്ലോ, ഡംപിങ് ആവും. അപ്പോൾ സബ്സിഡി ഏതെങ്കിലും ഒരു ഗുഡ്സിന്മേൽ എക്സ്പോർട്ടർ കൺട്രിയിൽ സബ്സിഡി ലഭിച്ചു വരുന്ന ഗുഡ്സാണ് ഇന്ത്യയിലേക്ക് വരുന്നെങ്കിൽ എന്തായാലും ലെസർ പ്രൈസിലായിരിക്കും ഇമ്പോർട്ട് ചെയ്യുക, അല്ലെ? ലെസർ പ്രൈസിനാണെങ്കിൽ ഇമ്പോർട്ടിങ് കൂടും. അങ്ങനത്തെ കേസിൽ ഇവിടെ പറയാണ് സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ ആണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ പറഞ്ഞ ഗുഡ്സിന്മേൽ എക്സ്പോർട്ടർ കൺട്രിയുടെ ഗവൺമെൻറ് എത്രത്തോളം അവർക്ക് എന്ത് കിട്ടി? സബ്സിഡി കിട്ടിയോ, ആ സബ്സിഡി കിട്ടിയ എമൗണ്ട് വരെ, അപ് ടു ദാറ്റ് സബ്സിഡൈസ്ഡ് എമൗണ്ട് വരെ ഗവൺമെൻറ്റിന് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ എന്ന പേരിൽ മേടിക്കാം. ഓക്കെ. അപ്പോൾ എക്സ്പോർട്ടർ കൺട്രിക്ക് 10,000 രൂപയിലും 4,000 സബ്സിഡി കിട്ടി, 6,000 കിട്ടി. then 6,000-ൽ 7,000 രൂപയ്ക്ക് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് എന്ന് വിചാരിക്കാം. ഇന്ത്യൻ ഗവൺമെൻറ് നോക്കുമ്പോൾ അത് സബ്സിഡി ലഭിച്ചിട്ട് വന്ന ഗുഡ്സ് ആണെങ്കിൽ എത്ര രൂപ വരെ സബ്സിഡി ലഭിച്ചോ അതുവരെ ഗവൺമെൻറ് എന്ത് മേടിക്കാം? നമുക്ക് ഈ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ് ആർട്ടിക്കിളായിട്ട് ഡ്യൂട്ടി മേടിക്കാം, അഡീഷണൽ ഡ്യൂട്ടി മേടിക്കാം. ഓക്കെ. ഇനി അടുത്തത് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി മീൻസ് കൺട്രി സ്പെസിഫിക് ആണ്, പർട്ടിക്കുലർ കൺട്രി, അതായത് പർട്ടിക്കുലർ കൺട്രിയിൽ നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്, അതായത് ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കൺട്രിയിൽ നിന്നാണ് നമ്മൾ ഇന്ത്യ നമ്മുടെ ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നോർമലി ലെസർ പ്രൈസിനാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഡംപിങ് ആണല്ലോ. അതെ. ഇപ്പോൾ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും ലെസർ പ്രൈസിനാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ അഡീഷണൽ ആയിട്ട് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി മേടിക്കും.
ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി. ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി മീൻസ് നോർമൽ പ്രൈസ് മൈനസ് ലാൻഡഡ് വാല്യൂ. നോർമൽ പ്രൈസ് മീൻസ് നമ്മുടെ എക്സ്പോർട്ടർ കൺട്രിയിൽ അവർ ചാർജ് ചെയ്യുന്ന നോർമൽ പ്രൈസ് മൈനസ് ലാൻഡഡ് വാല്യൂ. ലാൻഡഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന അസസബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അസസബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാല്യുവേഷനിൽ GST പഠിച്ചില്ലേ, ട്രാൻസാക്ഷൻ വാല്യൂ, അതാണ് അസസബിൾ വാല്യൂ. ട്രാൻസാക്ഷൻ വാല്യൂ പ്ലസ് അതിൻ്റെ കൂടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും സർചാർജും ദെൻ കൂടെ കൂട്ടുമ്പോഴാണ്, ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോഴാണ് എന്ത് വരിക? ലാൻഡഡ് വാല്യൂ എന്ന് പറയാം. അപ്പോൾ എത്രയാണോ നോർമൽ പ്രൈസ് മൈനസ് ലാൻഡഡ് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം കൂടെ നമുക്ക് അവസാനം പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഇനി അടുത്തത്, ഇപ്പൊ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്തായിരുന്നു? നോർമൽ പ്രൈസ് മൈനസ് ലാൻഡഡ് വാല്യൂ. നോർമൽ പ്രൈസ് മൈനസ് ലാൻഡഡ് വാല്യൂ. റെഡി? നോർമൽ പ്രൈസ് മീൻസ് എക്സ്പോർട്ടർ കൺട്രിയുടെ നോർമൽ പ്രൈസ്. ലാൻഡഡ് വാല്യൂ മീൻസ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് മൂന്നൂടെ കൂട്ടുമ്പോൾ ലാൻഡഡ് വാല്യൂ ആയി. ഓക്കെ, ഇനി അടുത്തത്, നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ട്. ഒന്ന് എക്സ്പോർട്ടഡ് ഗുഡ്സും ഉണ്ട്, ഒന്ന് ഇമ്പോർട്ടഡ് ഗുഡ്സും ഉണ്ട് ഇല്ലേ? ഇനി ഇമ്പോർട്ടഡ് ഗുഡ്സ് ആണെങ്കിൽ ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ റേറ്റ് ഓഫ് ഡ്യൂട്ടി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റേറ്റ് ഓഫ് ഡ്യൂട്ടി, ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് ഡ്യൂട്ടി ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഓക്കെ, ഇനി ഇതിൽ നോക്കിയേ, നമുക്ക് ഈ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തപാട് നമ്മൾ അന്നേരം നേരത്തെ പറഞ്ഞു, ഒന്നെങ്കിൽ ആ ഗുഡ്സ് അപ്പം തന്നെ നമുക്ക് ക്ലിയറൻസ് എടുത്ത് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഗുഡ്സ് വെയർ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ വെയർ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ഇൻടു ബോണ്ട് ബിൽ ഓഫ് എൻട്രി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇനി അവിടുന്ന് ക്ലിയറൻസ് ഡ്യൂട്ടി അടച്ചെടുക്കണമെങ്കിൽ എക്സ്ബോണ്ട് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യണം. ഇനി റേറ്റ് ഓഫ് ഡ്യൂട്ടി ഇൻ കേസ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആണെങ്കിൽ നോക്കിയേ, ഹോം കൺസംഷന് വേണ്ടി എടുക്കുന്ന ഗുഡ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ ബിൽ ഓഫ് എൻട്രി, ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി ഓർ എൻട്രി ഇൻവേർഡ് വിച്ച് എവർ ഈസ് ലേറ്റർ, അതായത് വന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഹോം ക്ലിയറൻസ് എടുക്കുന്നവരാണെങ്കിൽ ഈ രണ്ട് ഡേറ്റിൽ ലേറ്റർ ഡേറ്റിലായിരിക്കും റേറ്റ് ഓഫ് ഡ്യൂട്ടി അടയ്ക്കേണ്ടത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഈസ് ഫ്ലക്ച്വേറ്റിംഗ് റേറ്റ് ആണ്. ഫ്ലക്ച്വേറ്റിംഗ്, ഇറ്റ് ഈസ് നോട്ട് ഫിക്സ്ഡ് അല്ല. ഗവൺമെൻറ് ഓരോ തവണയും ഗവൺമെൻറ് ഗസറ്റിൽ പാസ്സാക്കിയ റേറ്റുകളായിരിക്കും. ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഈസ് ഫ്ലക്ച്വേറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഡേറ്റിലും, അതായത് എൻട്രി ഇൻവേർഡിൻ്റെ ഡേറ്റ്, എൻട്രി ഇൻവേർഡ് അതെന്നൊക്കെ നമ്മൾ ആദ്യത്തെ പ്രൊസീജിയറിൽ പറഞ്ഞത് കേട്ടോ, എൻട്രി ഇൻവേർഡ് ഗ്രാൻഡ് ചെയ്ത ഡേറ്റിലും ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്ത ഡേറ്റിലും രണ്ട് തരത്തിലുള്ള ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടീസ് ആയിരിക്കാം. ഒന്നുകിൽ 10ഉം പിന്നെ 12ഉം ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഈ രണ്ട് ഡേറ്റിൽ ലേറ്റർ അവസാനത്തെ ഡേറ്റ് ഏതാണോ ആ ഡേറ്റിലുള്ള റേറ്റ് വേണം. 12ഓ 10ഓ ഏതോ ആണെങ്കിലും 18ഓ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് ഡേറ്റിലും ലേറ്റർ ഡേറ്റിൽ ഉണ്ടായ ആ ലേറ്റർ ഡേറ്റിൽ ഉള്ള റേറ്റ് വേണം ഇമ്പോർട്ടഡ് ഗുഡ്സിന് റേറ്റ് ഓഫ് ഡ്യൂട്ടി ആയിട്ട് അടയ്ക്കാം. ഇനി അഥവാ അത് വെയർ ഹൗസ്ഡ് ഗുഡ്സ് ആണെന്ന് വിചാരിക്കാം. വെയർ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്ത ഗുഡ്സ് ആണെങ്കിൽ ക്ലിയറൻസ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്യണം? എക്സ്ബോണ്ട് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എക്സ്ബോണ്ട് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഡേറ്റിലുള്ള റേറ്റ് വേണം ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ ഡ്യൂട്ടി ആയിട്ട് അടയ്ക്കാൻ. റെഡി? ഇനി ഇമ്പോർട്ടും എക്സ്പോർട്ടും വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് വരും ഇല്ലേ? അപ്പോൾ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും എക്സ്ചേഞ്ച് റേറ്റ് അറിയണം. എക്സ്ചേഞ്ച് റേറ്റ് അറിയണമെങ്കിൽ നമ്മളുടെ ബോർഡ് ഏതാണ്? CBIC ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്. CBIC നോട്ടിഫൈ ചെയ്ത റേറ്റ് മാത്രമേ എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇനി ഒന്നിൽ കൂടുതൽ CBIC നോട്ടിഫൈ ചെയ്ത റേറ്റ് ഉണ്ട്, അതായത് എൻട്രി ഇൻവേർട്ടിൻ്റെ സമയത്തും ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്ന സമയത്തുമൊക്കെ എക്സ്ചേഞ്ച് റേറ്റ് നമുക്കറിയാം ഫ്ലക്ച്വേറ്റിംഗ് ആണ്, ഫിക്സഡ് അല്ല. അപ്പോൾ ഒരുപാട് ഡേറ്റിൽ നമുക്ക് ഈ എൻട്രി ഇൻവേർഡിലെ ഡേറ്റിലും ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റിലും ഒക്കെ നമുക്ക് എന്തുണ്ട്? ഈ പറഞ്ഞ CBIC നോട്ടിഫൈ ചെയ്ത റേറ്റ് ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ CBIC നോട്ടിഫൈ ചെയ്ത റേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഡേറ്റിൽ എടുക്കാം? ഇമ്പോർട്ടർ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്ത ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാൻ എടുക്കാം. ഓക്കെ, ഇനി അടുത്തത് പറയാണ് എക്സ്പോർട്ടഡ് ഗുഡ്സ് ആണെങ്കിൽ റേറ്റ് ഓഫ് ഡ്യൂട്ടി ടാക്സബിൾ ഇവന്റ് എപ്പോഴാണ്? ദ പ്രോപ്പർ ഓഫീസർ മേക്ക് എൻട്രി ഔട്ട്വേർഡ്, അതായത് പ്രോപ്പർ ഓഫീസർ ആർക്കാ എൻട്രി ഔട്ട്വേർഡ് കൊടുക്കുക? പേഴ്സൺ ഇൻ ചാർജിന് എൻട്രി ഔട്ട്വേർഡ് കൊടുക്കുന്ന സമയത്തുള്ള റേറ്റ് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോർട്ടഡ് ഗുഡ്സിന് ചാർജ് ചെയ്യാം.
ദെൻ എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിലോ, എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ നമ്മുടെ ഷിപ്പിംഗ് ബില്ല് നമ്മുടെ എക്സ്പോർട്ടർ സബ്മിറ്റ് ചെയ്യില്ലേ, ഷിപ്പിംഗ് ബില്ല് സബ്മിറ്റ് ചെയ്യണ സമയത്തുള്ള റേറ്റ് ഈ എക്സ്ചേഞ്ച് റേറ്റ് കൺവേർട്ട് ചെയ്യാനായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് പറയണത് ഈ ടാക്സബിൾ ഇവൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡ്യൂട്ടി, ഏത് പെർസെൻറ്റേജിൽ എക്സ്പോർട്ട് ഡ്യൂട്ടി അടക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണ് പ്രോപ്പർ ഓഫീസർ എൻട്രി ഔട്ട്വേർഡ് കൊടുത്ത ഡേറ്റിൽ റേറ്റ് ഓഫ് ഡ്യൂട്ടി എടുക്കാം. ഇനി ഇത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് വേണം. എക്സ്ചേഞ്ച് റേറ്റ് ഏതിൽ വേണം? എക്സ്പോർട്ടർ ഷിപ്പിംഗ് ബില്ല് സബ്മിറ്റ് ചെയ്തപ്പോൾ റേറ്റ് വേണം എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എടുക്കാൻ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ബേസിക് കസ്റ്റം ഡ്യൂട്ടി. ഇത് പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമുക്ക് അടുത്തത് വാലുവേഷൻ നോക്കി നോക്കാം. വാലുവേഷൻ ഇനി ഇവിടെ നോക്കിയേ, അമേരിക്ക. ഓക്കെ, അമേരിക്ക. ഇനി ഇവിടെ നോക്കിയേ, നമ്മുടെ എക്സ്പോർട്ടർ ഉള്ളത് ഇവിടെയാണ്. എക്സ്പോർട്ടർ ഉള്ളത് ഇവിടെ പറയാണ്, നമ്മൾ വാലുവേഷൻ ഓഫ് GST പഠിച്ച പോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്. GST നമ്മൾ 2 കണ്ടീഷൻസ് പഠിച്ചിരുന്നു. ആ 2 കണ്ടീഷൻസ് പാലിച്ചാൽ സെക്ഷൻ 15 പറഞ്ഞതുപോലെ നമുക്ക് വാല്യൂ ചെയ്യാം അല്ലേ. ഒന്ന് ഏതൊക്കെയായിരുന്നു? സെല്ലർ ആൻഡ് ബയർ അൺറിലേറ്റഡ് ആയിരിക്കണം, പ്രൈസ് ആയിരിക്കണം സോൾ കൺസിഡറേഷൻ, പഠിച്ചിരുന്നല്ലോ. അതേ റൂള് തന്നെ, കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി ഇവിടെ നമ്മൾ ഈ കേസിൽ പറയുന്നത് പോലെ വാല്യൂ ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ് പാലിക്കണം. ഒന്നത്തെ കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ സെല്ലറും ബയറും അൺറിലേറ്റഡ് ആയിരിക്കണം, ഇമ്പോർട്ടറും എക്സ്പോർട്ടറും അൺറിലേറ്റഡ് ആയിരിക്കണം, പ്രൈസ് ആയിരിക്കണം സോൾ കൺസിഡറേഷൻ. റെഡി? ഈ 2 കണ്ടീഷൻസും പാലിച്ചാൽ ഇനി പറയുന്നത് പോലെ നമുക്ക് വാല്യൂ ചെയ്യാം. ഫസ്റ്റ് വൺ, നമ്മുടെ എക്സ്പോർട്ടർ ഇവിടുന്ന് ഗുഡ്സ് എന്ത് ചെയ്യണം? എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ വെഹിക്കിളിൽ കയറ്റണം. വെഹിക്കിളിൽ ഇത് എന്ത് ചെയ്യണം? വെഹിക്കിളിൽ ഇത് അൺലോഡ് ചെയ്യണം. സോറി. ഓക്കെ, വെഹിക്കിളിലേക്ക് ഇത് എന്ത് ചെയ്യണം? വെഹിക്കിളിലേക്ക് ഇത് എന്ത് ചെയ്യണം? ലോഡ് ചെയ്യണം. ലോഡ് ചെയ്യുമ്പോൾ, ലോഡ് ചെയ്യണ സമയത്ത് ഒന്നെങ്കിൽ ഈ എക്സ്പോർട്ടർക്ക് എന്ത് ചെയ്യാം? ഇൻഷുറൻസ് ഇതിന്മേൽ എടുത്ത് വെക്കാം. അപ്പോൾ ലോഡ് ചെയ്യുമ്പോൾ ലോഡിങ് പ്ലസ് ക്യാരേജിലെ ലോഡിങ് അല്ലെങ്കിൽ ക്യാരേജ് കൊടുക്കാം, പ്ലസ് ഈ പറയുന്ന നമ്മുടെ വെഹിക്കിളിന് വെസൽസ് കൺവേയൻസിന് എന്ത് കൊടുക്കാം? ഫ്രൈറ്റ് ചാർജും കൊടുക്കാം. ഓക്കെ, ഇനി ഈ എക്സ്പോർട്ടർ വെസലിലേക്ക് കയറ്റുമ്പോൾ ലോഡിങ് ചാർജ് ഓർ ക്യാരേജസ്, ഇതിന് ഈ പറയുന്ന ഗുഡ്സ് ഇവിടുന്ന് എവിടം വരെ എത്തണം? നമ്മുടെ പോർട്ട് വരെ എത്തണം, കസ്റ്റംസ് പോർട്ട് വരെ എത്തണം. ഈ പോർട്ട് വരെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഗുഡ്സിന്മേൽ ഇൻഷുറൻസ് എടുത്ത് വെക്കും, പ്ലസ് ഈ പറയുന്ന വണ്ടിക്ക് നമ്മൾ എന്തും കൊടുക്കും? ഫ്രൈറ്റും കൊടുക്കും ഇല്ലേ. ഇനി ഇവിടെ ഈ വണ്ടി എത്തിയിട്ട് ഈ വണ്ടി ഇവിടുന്ന് എന്ത് ചെയ്യണം? ഈ ഗുഡ്സ് ഇവിടെ, ഈ ഗുഡ്സ് ഈ വെസലിലേക്ക് ലോഡ് ചെയ്യണം വേണ്ടിയിട്ട് ഈ ഗുഡ്സ് ഇവിടെ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഗുഡ്സ് എല്ലാം ഇവിടെ അൺലോഡ് ചെയ്യണം. അൺലോഡ് ചെയ്തിട്ട് ഈ ഗുഡ്സ് നേരെ എന്ത് ചെയ്യണം? ഇതിലേക്ക് ലോഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഫസ്റ്റ് പറയാണ്, നമ്മുടെ ഗുഡ്സിൻ്റെ വാല്യൂഷൻ എന്ന് പറയുമ്പോൾ പ്രൈസ് ഓഫ് ഗുഡ്സിൻ്റെ കൂടെ, അതായത് പ്രൈസ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പോർട്ടറിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് ആയിരിക്കാം. അപ്പോൾ പ്രൈസ് ഓഫ് ഗുഡ്സിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടെ ആഡ് ചെയ്യാം? പ്രൈസ് ഓഫ് ഗുഡ്സിൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യാം? ലോഡിങ്, അൺലോഡിങ്, ഇൻഷുറൻസ്, ഫ്രൈറ്റ്, ക്യാരേജ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ എക്സ്പോർട്ടർ കൺട്രിയുടെ ഫാക്ടറിയിൽ നിന്നും എക്സ്പോർട്ടർ കൺട്രിയുടെ ഷിപ്മെൻറ്റ് വരെയുള്ള കംപ്ലീറ്റ് ചാർജുകളും നമ്മുടെ എക്സ്പോർട്ടറിൻ്റെ പ്രൈസ് ഓഫ് ഗുഡ്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം.
റെഡിയാണോ? ഈ എക്സ്പോർട്ടർ കൺട്രിയുടെ ഫാക്ടറിയിൽ നിന്നും നമ്മുടെ ഈ വെസലിലേക്ക് നമ്മൾ കയറ്റി ലോഡ് ചെയ്യണം. അപ്പോൾ ക്യാരേജ് കൊടുക്കണം, ലോഡ് ചെയ്യണം. അപ്പം നേരെ ഇൻഷുറൻസ്, നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കും. തന്നെ ഈ പറയുന്ന വെസലിൽ നമ്മൾ കൺവെയൻസ് നമ്മൾ എന്ത് കൊടുക്കും? ഫ്രൈറ്റ് കൊടുക്കും. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ശേഷം ഈ ഗുഡ്സ് ഇവിടെ അൺലോഡ് ചെയ്തിട്ട് ഈ ഗുഡ്സ് ഷിപ്പിലേക്ക് എന്ത് ചെയ്യണം? ലോഡ് ചെയ്യണം. അപ്പം ഈ ഫാക്ടറിയിൽ നിന്നും ഇവിടം വരെ എത്തിക്കുന്നവിടം വരെയുള്ള കംപ്ലീറ്റ് എക്സ്പെൻസ് നമ്മൾ പ്രൈസ് ഓഫ് ഗുഡ്സിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ ആണ് ഫ്രീ ഓൺ ബോർഡ്. എന്താണ്? ഫ്രീ ഓൺ ബോർഡ്. ഓക്കെ. ഇനി ഫ്രീ ഓൺ ബോർഡിൻ്റെ കൂടെ നമ്മൾ റൂൾ 10 പ്രകാരം ഇവിടെ പറയുന്ന കസ്റ്റംസ് ചാർജ് ചെയ്യാൻ പറയുന്നത്, അതായത് ഈ പ്രൈസ് ഓഫ് ഗുഡ്സിൻ്റെ കൂടെ എക്സ്പോർട്ടർ ഈ പറഞ്ഞ റൂൾ 10 പറയുന്ന എക്സ്പെൻസുകൾ, ഇനി പറയാൻ പോകുന്ന എക്സ്പെൻസുകളൊന്നും പ്രൈസ് ഓഫ് ഗുഡ്സിൻ്റെ കൂടെ എക്സ്പോർട്ടർ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം എന്ന് പറയുന്ന അടുത്ത കേസുകളാണ് റൂൾ 10. ആ പറഞ്ഞ എക്സ്പെൻസുകളിൽ ഒന്നാമത്തത്, ഫസ്റ്റ് വൺ പറയുകയാണെങ്കിൽ കമ്മീഷൻ പറയാം. കമ്മീഷനിൽ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് കമ്മീഷനിൽ നമുക്ക് പറയുന്നത് കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ്. അതിൽ എന്ത് പറയരുത്? ബൈയിങ് കമ്മീഷൻ എക്സെപ്റ്റ് ബൈയിങ് കമ്മീഷൻ. അതായത് കമ്മീഷൻ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഏജൻസിന്, അല്ലെ, ഏജന്റുമാർക്ക് കൊടുക്കുന്നതാണ് നമ്മൾ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ആണെങ്കിൽ ബ്രോക്കർ നമുക്ക് ഇതിൻ്റെ കൂടെ, അതായത് ഈ ഫ്രീ ഓൺ ബോർഡിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എപ്പോൾ? ഈ പറഞ്ഞ പ്രൈസിൽ ഇത് ഇൻക്ലൂഡ് അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഇത് ബൈയിങ് കമ്മീഷൻ ആണെങ്കിൽ ആഡ് ചെയ്യണ്ട. ബൈയിങ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജന്റ്, നമ്മുടെ ഇമ്പോർട്ടറെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് എബ്രോഡിൽ നിൽക്കുന്ന ഏജന്റ് ഉണ്ടല്ലോ, ആ ഏജന്റ് കൊടുക്കുന്ന കമ്മീഷനാണ് എന്ത്? ബൈയിങ് കമ്മീഷൻ. ഇമ്പോർട്ടറെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് എബ്രോഡിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് വരുന്ന ഏജന്റിന് കൊടുക്കുന്ന കമ്മീഷനാണ് ബൈയിങ് കമ്മീഷൻ. ആ ബൈയിങ് കമ്മീഷൻ ആണെങ്കിൽ അപ്പോൾ എടുത്തു പറയും നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ നിങ്ങളോട് എടുത്തു പറയും ബൈയിങ് കമ്മീഷൻ എന്ന്. ബൈയിങ് കമ്മീഷൻ എന്ന് പറയാത്ത അതർ കമ്മീഷൻസ് ആണെങ്കിൽ, ബൈയിങ് കമ്മീഷൻസ് എന്ന് പേരില്ലാത്ത അതർ, വെറുതെ ഒരു കമ്മീഷൻ തന്നു കഴിഞ്ഞാൽ ബൈയിങ് കമ്മീഷൻ ആവില്ല. എടുത്തു പറയും ഇറ്റ് ഈസ് ബൈയിങ് കമ്മീഷൻ ഓർ നോട്ട്. ബൈയിങ് കമ്മീഷൻ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യരുത്, അല്ലാത്ത പക്ഷമാണെങ്കിൽ കമ്മീഷൻ ആഡ് ചെയ്യാം. ദെൻ അടുത്തത് പാക്കിംഗ് കോസ്റ്റ്. എക്സെപ്റ്റ് റിട്ടേണബിൾ പാക്കിംഗ്. നോർമലി നമുക്കറിയാം പാക്കിംഗ് എക്സ്പെൻസ് വരികയാണെങ്കിൽ എക്സ്പോർട്ടർ എന്തായാലും ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. പാക്കിംഗ് മെറ്റീരിയൽ റിട്ടേണബിൾ പാക്കിംഗ് ആണെങ്കിൽ, അതായത് നമുക്ക് ഈ പറഞ്ഞ ഗുഡ്സ് തന്നിട്ട് അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ നമ്മൾ കോസ്റ്റിൻ്റെ കൂടെ കൂട്ടുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് പാക്കിംഗ് കോസ്റ്റ് ആണെങ്കിൽ, പാക്കിംഗ് എക്സ്പെൻസ് ആണെങ്കിൽ അത് റിട്ടേണബിൾ പാക്കിംഗ് ആണ്. ഇമ്പോർട്ടർക്ക് അത് കൈ കിട്ടിയിട്ട് ആ പാക്കിംഗ് മെറ്റീരിയൽ തിരിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ അത് ഇമ്പോർട്ടറിന് എന്ത് ചെയ്യേണ്ട? കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യത്തില്ല. ഓക്കെ. ദെൻ അടുത്തത് റോയാലിറ്റി ആൻഡ് ലൈസൻസ് ഫീ. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ ഗുഡ്സ്, നമ്മളൊരു മെഷീനറി ഇമ്പോർട്ട് ചെയ്തു. മെഷീനറിയുടെ വില 50 ലക്ഷം രൂപ വരുന്ന മെഷീനറി ആയിരുന്നു. മെഷീനറി ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എക്സ്പോർട്ടർ കമ്പനി പറയാണ് ഇവിടെ എത്തിയിട്ട് 3 വർഷത്തേക്ക് 5 ലക്ഷം രൂപ വീതം തരണം എന്ന് പറയാണ്. 3 വർഷത്തേക്ക് 5 ലക്ഷം രൂപ വീതം നമുക്ക് പേയ്മെൻറ്റ് എക്സ്ട്രാ റോയാലിറ്റി എന്ന പേരിൽ തരണം എന്ന് പറയുകയാണെങ്കിൽ 3 into 5, അതായത് 15. അതായത് 50 പ്ലസ് അതിൻ്റെ കൂടെ എന്തുകൂടെ കൂട്ടണം? പ്രൈസ് ഓഫ് ഗുഡ്സ് എത്രയായിരിക്കും? 50 ആയിരിക്കും. അതിൻ്റെ കൂടെ 3 വർഷം ഇൻറ്റു 5, 3 വർഷത്തേക്ക് 5 ലക്ഷം രൂപ വെച്ചിട്ട് 15 ലക്ഷം രൂപ, അല്ലേ? ആ 15 ലക്ഷം രൂപ നിങ്ങൾ എന്ത് ചെയ്യണം? റോയാലിറ്റി ആയിട്ട് കൂട്ടണം. അതാണ് ഇവിടെ പറയുന്നത് റോയാലിറ്റി ഓർ ലൈസൻസ് ഫീ. മനസ്സിലായോ? ഇനി അടുത്തത് കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ എൻജിനീയറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ കോസ്റ്റ് ഒക്കോർ ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് കസ്റ്റമൈസ് ചെയ്ത് മേടിക്കുന്ന ഗുഡ്സ് ആണെങ്കിൽ, കസ്റ്റമൈസേഷൻ ചെയ്ത് മേടിക്കുന്ന ഗുഡ്സ് ആണെങ്കിൽ ആ കസ്റ്റമൈസേഷൻ ഒക്കോർ ചെയ്യേണ്ടത് എവിടെയാണ്? ഇന്ത്യക്ക് പുറത്തായിരിക്കണം. ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഓക്കെ പറഞ്ഞ് നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയില്ല. കസ്റ്റമൈസേഷൻ എവിടെ ഒക്കോർ ചെയ്യണം? ഔട്ട്സൈഡ് ഇന്ത്യ. ഇനി പറയാണ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. അതായത് ഇമ്പോർട്ടർ ഇവിടുന്ന് പറയാണ്, ഇമ്പോർട്ടർ ഇവിടുന്ന് എന്ത് ചെയ്തു?
ഈ ഗുഡ്സ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു. അതായത് കുറച്ച് റോ മെറ്റീരിയൽസ്, നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ എക്സ്പോർട്ടർക്ക് അവിടെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് അത്യാവശ്യം കുറച്ച് റോ മെറ്റീരിയൽ വേണം. ആ റോ മെറ്റീരിയൽ സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്നൊന്നും എക്സ്പോർട്ടർക്ക് കിട്ടുന്നില്ല. എക്സ്പോർട്ടർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളോട് പറയാണ് ഗുഡ്സ് അവിടെ കിട്ടുന്നില്ല, ആ റോ മെറ്റീരിയൽ നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് നോക്കൂ. കാരണം നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്തു, നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ട് എക്സ്പോർട്ടർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലായിരിക്കും നമ്മൾ കൊടുക്കുക. കാരണം നമുക്ക് വേണ്ടി ഫിനിഷ്ഡ് ഗുഡ്സ് ആയി കിട്ടുന്ന സാധനമല്ലേ. നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഈ റോ മെറ്റീരിയൽ വാങ്ങിയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ എക്സ്പോർട്ടർക്ക് സപ്ലൈ ചെയ്യും. ഈ എക്സ്പോർട്ടർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ സപ്ലൈ ചെയ്താലും, ഇപ്പം ഇങ്ങനെ എടുത്തിട്ട് എക്സ്പോർട്ടർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലും സപ്ലൈ ചെയ്താലും തിരിച്ചതിൻ റിട്ടേൺ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് ഇന്ത്യയിലേക്ക് റിട്ടേൺ വരുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുത്ത മെറ്റീരിയലിൻ്റെ വാല്യൂ ഇമ്പോർട്ട് ചെയ്യണ സമയത്ത് ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുത്താലും ആ ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുത്ത മെറ്റീരിയലിൻ്റെ വാല്യൂ ഇവിടെ എന്ത് ചെയ്യണം, കോസ്റ്റിൻ്റെ കൂടെ പ്രൈസിൻ്റെ കൂടെ കൂട്ടണം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് കമ്മീഷനാണ്. അതിൽ ബൈയിങ് കമ്മീഷൻ കൂട്ടാൻ പാടില്ല. പാക്കിംഗ് കോസ്റ്റ് ആണെങ്കിൽ റിട്ടേണബിൾ പാക്കിങ്ങിൻ്റെ എക്സ്പെൻസ് കൂട്ടാൻ പാടില്ല. ദെൻ റോയാലിറ്റി ആൻഡ് ലൈസൻസ് ഫീ നമ്മൾ ആഡ് ചെയ്യണം. എന്താ നമ്മൾ പറഞ്ഞ റോയാലിറ്റി ലൈസൻസ് ഫീ? ഇമ്പോർട്ട് ചെയ്തിട്ട് 50 ലക്ഷം രൂപയുടെ മെഷീനറി ആയിരുന്നു. ഇമ്പോർട്ട് ചെയ്ത് പറഞ്ഞ് അടുത്ത 3 കൊല്ലത്തേക്ക് 5 ലക്ഷം രൂപ വെച്ചിട്ട് റോയാലിറ്റി എന്ന പേരിൽ തരണം എന്ന് പറയുകയാണെങ്കിൽ ആ 15 ലക്ഷം രൂപയെ നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ്സിൻ്റെ പ്രൈസിൻ്റെ കൂടെ കൂട്ടി 65 ആയിട്ട് കാണിക്കണം. ദെൻ കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇന്ത്യക്ക് പുറത്ത് നടക്കണം. സ്പെസിഫിക്കേഷൻ നടത്തി കസ്റ്റമൈസ് ചെയ്ത് വരുന്ന ഗുഡ്സ് ആണെങ്കിൽ കസ്റ്റമൈസേഷൻ വിൽ ബി ഒക്വേർഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇനി അടുത്തത് പറയുന്നത് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ബൈ ദ ഇമ്പോർട്ടർ ഇവിടുന്ന് ഗുഡ്സ് ഫ്രീ ഓഫ് കോസ്റ്റിൽ അയച്ചു. തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടാണല്ലോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ അയച്ച ഗുഡ്സിൻ്റെ മെറ്റീരിയൽസിൻ്റെ വാല്യൂ നമ്മളിവിടെ എന്തായിട്ട് കൂട്ടണം, കോസ്റ്റായിട്ട് കൂട്ടണം. ഇനി ലാസ്റ്റ് വണ്ണ് പറയുന്നത്, 6th വണ്ണ് പറയുന്നത് നമ്മുടെ മെറ്റീരിയൽ നമ്മളിവിടെ പറയാണ് സബ്സീക്വൻറ്റ് റീസെയിൽ ബൈ ദ ഫോറിൻ സപ്ലയർ. അവിടെ പറയാണ് ഇമ്പോർട്ട് ചെയ്തിട്ട് പറയാണ് ഇവിടുന്ന് ഇത് സബ്സീക്വൻ്റ്ലി ഇത് റീസെയിൽ ചെയ്യുമ്പോൾ ഈ റീസെയിൽ ചെയ്ത് കിട്ടുന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രൊസീഡിങ്സ് ഇമ്പോർട്ടർ എക്സ്പോർട്ടർക്ക് കൊടുക്കണമെന്ന് കോൺട്രാക്റ്റിൽ ഉണ്ടെങ്കിൽ ആ പറഞ്ഞ പ്രൊസീഡും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇപ്പോൾ ഇമ്പോർട്ടർ പറയാണ് ഞാൻ ഈ ഗുഡ്സ് പെർ ഗുഡ്സിന്മേൽ ഞാൻ ഇത് ഇമ്പോർട്ട് ചെയ്ത് 200 പെർ യൂണിറ്റിനാണ് അല്ലേ, 200 രൂപയ്ക്കാണ്. ഇത് ഞാൻ ഇന്ത്യയിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് 250-നാണ്. ഇത് ഞാൻ 260 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ 1% എക്സ്പോർട്ടർക്ക് കൊടുക്കാമെന്ന് കോൺട്രാക്റ്റിൽ ഉണ്ടെങ്കിൽ ഈ 1% ഷുഡ് ബി ആഡഡ് ടു ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. ഓക്കെ. അപ്പോൾ 200 രൂപയ്ക്ക് സാധനം 250-ന് കൊടുക്കാമെന്ന് പറയാണ്. ഇത് 260-ന് ഞാൻ വിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ 1% എക്സ്പോർട്ടർക്ക് കൊടുക്കാമെന്ന് സെയിൽ പ്രൊസീഡ്സ് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ ഈ 1% ഷുഡ് ബി ആഡഡ് ടു ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് അറ്റ് ദ ടൈം ഓഫ് ഇമ്പോർട്ടേഷൻ. ഓക്കെ. ദെൻ ലാസ്റ്റ് നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ ആണ് ഫ്രീ ഓൺ ബോർഡ് അണ്ടർ കസ്റ്റംസ്. ആണ് ഇവിടെ കിട്ടുന്ന വാല്യൂ, ഫ്രീ ഓൺ ബോർഡ് അണ്ടർ കസ്റ്റംസ്. ഇനി ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ ഷിപ്പ് ഇവിടുന്ന് വരണം, എങ്ങോട്ട് വരണം, ഇന്ത്യയിലേക്ക് വരണം ഇല്ലേ, ഇന്ത്യയിലേക്ക് ഈ ഗുഡ്സ് ഇവിടുന്ന് വരുന്ന സമയത്ത് ഇവിടുന്ന് ഈ ഗുഡ്സ് എക്സ്പോർട്ടർ കൺട്രിയുടെ പോർട്ടിൽ നിന്നും ഇമ്പോർട്ടർ കൺട്രിയുടെ പോർട്ട് വരെ, എക്സ്പോർട്ടർ കൺട്രിയുടെ പോർട്ടിൽ നിന്ന് ഇമ്പോർട്ടർ കൺട്രിയുടെ പോർട്ട് വരെയുള്ള ഫ്രൈറ്റും ഇൻഷുറൻസും ആഡ് ചെയ്യണം. ഏതിൻ്റെ കൂടെ? ഫ്രീ ഓൺ ബോർഡ് അണ്ടർ കസ്റ്റംസിൻ്റെ കൂടെ. അപ്പം ഇവിടുന്ന് ഈ എക്സ്പോർട്ടർ കൺട്രിയുടെ പോർട്ടിൽ നിന്നും ഇമ്പോർട്ടർ കൺട്രിയുടെ പോർട്ട് വരെ അതായത് പോസ്റ്റ് ഇമ്പോർട്ടേഷൻ ചാർജുകളൊന്നും കൂട്ടാൻ പാടില്ല, പ്രീ ഇമ്പോർട്ടേഷൻ മാത്രം. പോസ്റ്റ് ഇമ്പോർട്ടേഷൻ ഒന്നും കൂട്ടാൻ പാടില്ല. അതായത് ഈ പോർട്ടിൽ നിന്നും ഈ പോർട്ട് വരെയുള്ള ഫ്രൈറ്റും ഇൻഷുറൻസും നമുക്ക് ആഡ് ചെയ്യാം. റെഡി? അപ്പോൾ ഇവിടെ പറയാണ് ആഡ് ഫ്രൈറ്റ്. ഇനി എത്രയാണോ ആക്ച്വൽ എമൗണ്ട് അറിയാമെങ്കിൽ ആക്ച്വൽ എമൗണ്ട് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ ആക്ച്വൽ എമൗണ്ട് അറിയാമെങ്കിൽ എത്രയാണോ ഫ്രൈറ്റ് ഇൻക്വയർ ആയത് ആ ഇൻക്വയർ ആയ എത്ര എമൗണ്ട് ആണോ അത് വേണം. ഇനി അറിയത്തില്ല എങ്കിൽ, ഫ്രൈറ്റിൻ്റെ എമൗണ്ട് എത്ര കൊടുത്തു എന്ന് അസർട്ടൈനബിൾ അല്ല എങ്കിൽ 20% ഓഫ് ഫ്രീ ഓൺ ബോർഡ് അണ്ടർ കസ്റ്റംസ്. 20% ഓഫ് ഫ്രീ ഓൺ ബോർഡ് അണ്ടർ കസ്റ്റംസ്. അപ്പോൾ അഥവാ നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ
അപ്പോൾ പ്രാക്ടിക്കലി അങ്ങനെയാണ്. ക്വസ്റ്റ്യനിൽ ഫ്രൈറ്റിൻ്റെ എമൗണ്ട്, ഏത് ഫ്രൈറ്റാണ് നമുക്ക് ഇവിടെയും ഫ്രൈറ്റ് വരാം ഇല്ലേ, ഫ്രൈറ്റ് നമുക്ക് ഇവിടെയും വരാം. ഈ ഫ്രൈറ്റിൻ്റെ കാര്യമല്ല പറയുന്നത്. എക്സ്പോർട്ടർ കൺട്രിയുടെ പോർട്ടിൽ നിന്നും ഇമ്പോർട്ടർ കൺട്രിയുടെ പോർട്ട് വരെയുള്ള ഫ്രൈറ്റും ഇൻഷുറൻസുമാണ്. ഈ ഫ്രൈറ്റ് നമുക്ക് എമൗണ്ട് അസർട്ടൈനബിൾ അല്ല എങ്കിൽ നമ്മൾ എത്ര കൊടുക്കണം? 20% കൊടുക്കണം. 20%. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഫ്രൈറ്റിനെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിലും കമ്പൽസറി ആയിട്ടും മാൻഡേറ്ററി ആയിട്ടും എത്ര പ്രൊവൈഡ് ചെയ്യണം? 20%. ഇൻ കേസ് ഈ ഫ്രൈറ്റ് എയർ ഫ്രൈറ്റ് ആണെങ്കിൽ മാക്സിമം എത്രയേ പറ്റുള്ളൂ? 20%. അതായത് നമ്മുടെ ഫ്ലൈറ്റ് വഴിയാണ്, എയർക്രാഫ്റ്റ് വഴിയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പറയാണ് എയർക്രാഫ്റ്റ് വഴിയാണെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൻ്റെ എമൗണ്ട് ആക്ച്വൽ എമൗണ്ട് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാക്സിമം എത്ര വരെ വരാൻ പാടുള്ളൂ? 20% വരെ. അപ്പോൾ നമ്മൾ നോക്കണം, ഫ്ലൈറ്റ് ആണെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്ത് നോക്കണം സമയത്ത് FOB അണ്ടർ കസ്റ്റംസിൻ്റെ 20% വരെയേ ഫ്ലൈറ്റ് ആവാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്ത് ആഡ് ചെയ്യാം? ഇൻഷുറൻസ് ആഡ് ചെയ്യാം. ഇൻഷുറൻസും ആക്ച്വൽ എമൗണ്ട് അറിയാമെങ്കിൽ, ഏത് ഇൻഷുറൻസ് ആണ്? ഈ ഇൻഷുറൻസിൻ്റെ കാര്യം കേട്ടോ പറയണത്, ഈ ഇൻഷുറൻസിൻ്റെ കാര്യം. ഇൻഷുറൻസിൻ്റെ എമൗണ്ട് അറിയാമെങ്കിൽ ആക്ച്വൽ എമൗണ്ട് അറിയില്ല എങ്കിൽ 1.125% ഓഫ് FOB. 1.125% ഓഫ് FOB. അപ്പോൾ ഈ ഇൻഷുറൻസ് ഈസ് അവൈലബിൾ, അത് എടുക്കുക. അസർട്ടൈനബിൾ അല്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും കമ്പൽസറി ആയിട്ടും 1.125% ഓഫ് FOB അണ്ടർ കസ്റ്റംസ്. അപ്പോൾ FOB അണ്ടർ കസ്റ്റംസിൻ്റെ 20% ആണ് എമൗണ്ട് അറിയില്ലെങ്കിൽ ഫ്രൈറ്റും. ഇൻഷുറൻസ് എമൗണ്ട് അറിയില്ല എങ്കിൽ 1.125. ആക്ച്വൽ എമൗണ്ട് അറിയാമെങ്കിൽ ആക്ച്വൽ എമൗണ്ട് എടുക്കാം. ബട്ട് ഫ്രൈറ്റ് എയർ ഫ്രൈറ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, എയർ ഫ്രൈറ്റ് ആണെങ്കിൽ മാക്സിമം ഫ്രൈറ്റ് എത്രയേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ? 20% വരെ. ഇനി അടുത്തത് നമുക്ക് എന്ത് ആഡ് ചെയ്യാം? ഷിപ്പ് ഡീമുറേജ് ചാർജസ് ആഡ് ചെയ്യാം. ഷിപ്പ് ഡീമുറേജ്, ഗുഡ്സ് ഡീമുറേജ് എന്ന് പറഞ്ഞാൽ എടുക്കരുത്. ഷിപ്പ് ഡീമുറേജ്, ഗുഡ്സ് ഡീമുറേജ് മീൻസ് എന്താ? പോസ്റ്റ് ഇമ്പോർട്ടേഷൻ ആയിരിക്കും. ഇമ്പോർട്ട് ചെയ്തത് വരെയുള്ളതിന്മേലെ കസ്റ്റംസ് ഡ്യൂട്ടി ആഡ് ആവുള്ളൂ. ഇമ്പോർട്ട് ചെയ്തവിടം വരെയുള്ളതിന്മേലെ കസ്റ്റംസ് ഡ്യൂട്ടി ആഡ് ആവുള്ളൂ. പോസ്റ്റ് ഇമ്പോർട്ടേഷൻ ചാർജസിന്മേൽ ഒന്നും എന്തില്ല? നോ കസ്റ്റംസ് ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയാണ് ഗുഡ്സ് ഡീമുറേജ് മീൻസ് ഇവിടെ ഗുഡ്സ് ഇവിടെ അൺലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വരുന്ന വെയിറ്റിംഗ് ചാർജസുകളായിരിക്കും. ഗുഡ്സ് അൺലോഡ് ചെയ്യണ സമയത്ത് വരുന്ന വെയിറ്റിംഗ് ചാർജൊക്കെയാണ് ഈ ഗുഡ്സ് ഡീമുറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആഡ് ചെയ്യില്ല. പക്ഷേ ഷിപ്പ് ഡീമുറേജ് ആണെങ്കിൽ, അതായത് ഷിപ്പ് ഡീമുറേജ് മീൻസ് വരുന്ന വഴിക്ക് വെയിറ്റ് ചെയ്ത് വരുന്ന ചാർജുകളുണ്ടാവും. നമ്മുടെ ഇന്റർമീഡിയറ്റ് പോർട്ടുകളിൽ കൂടെ വരുന്നതുണ്ടാവില്ല. അപ്പോൾ അതിലൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഷിപ്പിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വെയിറ്റിംഗ് ചാർജുകളെല്ലാം നമ്മൾ എന്താണ്? ഷിപ്പ് ഡീമുറേജ് ചാർജാണ്. ഷിപ്പ് ഡീമുറേജ് ചാർജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. ലാസ്റ്റ് വൺ, ലൈറ്റ് റേജ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗുഡ്സ് നമ്മുടെ ഷിപ്പ് മുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ഗുഡ്സ് എടുത്ത് വെളിയിലേക്ക് ഇടുന്നു പറഞ്ഞില്ലേ, അതേപോലെ ഗുഡ്സ് നമ്മുടെ ഷിപ്പ് മുങ്ങുന്ന അവസ്ഥയിലാണെങ്കിൽ ഗുഡ്സ് എന്ത് ചെയ്യും? നമ്മുടെ പോർട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യും? ഇവിടുന്ന് ഷിപ്പ് ഇവിടെ തങ്ങിക്കിടക്കുകയാണെങ്കിൽ ചെറിയ ഷിപ്പുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തിട്ട് ചെറിയ ഷിപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഏരിയയിലേക്ക് എത്തിക്കാം. ഇതാണ് ഷിപ്പ്. ലൈറ്റ് റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അതായത് നമുക്കിവിടെ ഈ പറഞ്ഞ ഷിപ്പിൻ്റെ വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഷിപ്പുകളിലേക്ക് നമ്മൾ ഈ ഗുഡ്സിനെ കയറ്റിയിട്ട് ഈ ചെറിയ ഷിപ്പിലൂടെയാണ് നമ്മുടെ ഇന്ത്യൻ കസ്റ്റംസ് പോർട്ടിലേക്ക് എത്തിക്കുക. അങ്ങനെ ചെറിയ ഷിപ്പ് വഴി നമ്മൾ കസ്റ്റംസ് പോർട്ടിലേക്ക് എത്തിക്കുമ്പോൾ ആ ചെറിയ ഷിപ്പിന് നമ്മൾ എന്ത് കൊടുക്കണം? ലൈറ്റ് റേജ് ചാർജസ് കൊടുക്കേണ്ടതായിട്ട് വരും, റെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അത് നമ്മൾ എന്ത് ചെയ്യണം? ലൈറ്റ് റേജ് ചാർജസ് എന്ന രീതിക്ക് നമ്മളിവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇത്രയും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടും അസസബിൾ വാല്യൂ അല്ലെങ്കിൽ CIF വാല്യൂ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ. ഇത്രയുമാണ് ഇത് നമുക്ക് ചെയ്ത് കിട്ടുമ്പോൾ എമൗണ്ട് ആണ് അസസബിൾ വാല്യൂ അല്ലെങ്കിൽ CIF വാല്യൂ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ. അപ്പോൾ ഇവിടെ പറയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ബേസിക് കസ്റ്റം ഡ്യൂട്ടി. ഈ ബേസിക് കസ്റ്റം ഡ്യൂട്ടി നമ്മൾ ഏതിനോടാണ് ചാർജ് ചെയ്യേണ്ടത്? ഒരു എമൗണ്ടിനോടല്ലേ? അല്ലേ? ആ 10% ചാർജ് ചെയ്യേണ്ടത് ഒരു എമൗണ്ടിനോടല്ലേ? ഈ എമൗണ്ട് ആണ് എന്ത്? അസസബിൾ വാല്യൂ അല്ലെങ്കിൽ CIF വാല്യൂ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ. റെഡി?
ഓക്കെ, ഓക്കെ ആണോ? ഇത്രയുമാണ് നമുക്ക് കസ്റ്റംസിൽ പഠിക്കാനായിട്ടുള്ള വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്. ഓക്കെ, ഈ വാലുവേഷൻ ഓക്കെയാണോ? ഈ വാലുവേഷൻ പ്രൈസ് ഓഫ് ഗുഡ്സിൻ്റെ കൂടെ ഇവിടെ എക്സ്പോർട്ടർ കൺട്രി ഫാക്ടറിയിൽ നിന്നും എക്സ്പോർട്ടർ കൺട്രിയുടെ പോർട്ടിലേക്ക് എത്തിക്കുന്ന വരെയുള്ള കംപ്ലീറ്റ് എക്സ്പെൻസ് കൂട്ടി ഇപ്പോൾ ഫ്രീ ഓൺ ബോർഡ് കിട്ടി. then അതിൻ്റെ കൂടെ കസ്റ്റംസിൻ്റെ റൂൾ 10 പറയുന്ന കുറച്ച് എക്സ്പെൻസുകൾ, കമ്മീഷൻ, ബ്രോക്കറേജ്, പാക്കിങ്, റോയാലിറ്റി, ദെൻ നമ്മുടെ കസ്റ്റമൈസേഷൻ എക്സ്പെൻസ്, ഫ്രീ ഓഫ് കോസ്റ്റ് എക്സ്പെൻസ് എല്ലാം കൂട്ടുമ്പോൾ ഫ്രീ ഓൺ ബോർഡ് ഉണ്ട് കസ്റ്റംസ് കിട്ടി. ഫ്രീ ഓൺ ബോർഡ് ഉണ്ട് കസ്റ്റംസിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഫ്രൈറ്റ് ആഡ് ചെയ്യണം, ഇൻഷുറൻസ് ആഡ് ചെയ്യണം. ഫ്രൈറ്റ് ആണെങ്കിൽ ആക്ച്വൽ എമൗണ്ട്, ഇൻഷുറൻസ് ആണെങ്കിലും ആക്ച്വൽ എമൗണ്ട്. ആക്ച്വൽ എമൗണ്ട് തന്നിട്ടില്ല എങ്കിൽ 20%, 1.125%. ഇൻ കേസ് ഫ്രൈറ്റ് ആണെങ്കിൽ മാക്സിമം 20 വരെ ആഡ് ചെയ്യാം. ഷിപ്പ് ഡീമുറേജ് ചാർജസും ലൈറ്റ് ചാർജ്, ഷിപ്പ് ഡീമുറേജ് ആണ്, ഷിപ്പ് ഡീമുറേജ് ചാർജസും ഷിപ്പ് ലൈറ്റ് റേറ്റ് ചാർജസും നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ടോട്ടൽ കിട്ടും. നമുക്ക് എന്ത് കിട്ടും? അസസബിൾ വാല്യൂ, ട്രാൻസാക്ഷൻ വാല്യൂ അല്ലെങ്കിൽ CIF വാല്യൂ. ഷിപ്പാണ്. എയർ ഡീമുറേജ്, എയർക്രാഫ്റ്റ് ഡീമുറേജ് ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒൺലി ഷിപ്പ് ഡീമുറേജും ഒൺലി ഷിപ്പ് ലൈറ്റ് റേറ്റും. റെഡി? ഇനി അടുത്തത് ഇനി നോക്കിയേ, കുറച്ച് അല്ലാത്ത കേസുകൾ പറയുകയാണെ. ജസ്റ്റ് തിയറിയാണ്, വായിച്ച് പോവുക. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ 2 കണ്ടീഷൻസ് പാലിക്കണം എന്ന് പറഞ്ഞല്ലോ. 2 കണ്ടീഷൻസ് ഏതൊക്കെയായിരുന്നു? സെല്ലറും ബയറും അൺറിലേറ്റഡ് ആയിരിക്കണം, പ്രൈസ് ആയിരിക്കണം, സോൾ കൺസിഡറേഷൻ. ഈ 2 കണ്ടീഷൻസും പാലിക്കുന്നില്ല, ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന പോലെ, നമുക്ക് ഈ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വാല്യൂ ചെയ്യാൻ, ഗുഡ്സിനെ വാല്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ വാല്യൂ ചെയ്യണം? ഫസ്റ്റ് വൺ ആണ് റൂൾ 4. റൂൾ 4 മീൻസ് ഐഡന്റിക്കൽ ഗുഡ്സും സിമിലർ ഗുഡ്സും. ഐഡന്റിക്കൽ ഗുഡ്സും സിമിലർ ഗുഡ്സും നമ്മൾ GST പറഞ്ഞതാണ്. ഐഡന്റിക്കൽ ഗുഡ്സ് മീൻസ് എന്താണ്? ഓൾ റെസ്പെക്ട്, എല്ലാം സിമിലർ, അതായത് അതിൻ്റെ ക്വാളിറ്റി, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ നമ്മുടെ റെപ്യൂട്ടേഷനും ഒക്കെ വെച്ച് നോക്കുമ്പം എല്ലാം സെയിം, അതായത് സിമിലർ ആയിട്ട് നമ്മൾ സെയിം ഇൻ ഓൾ റെസ്പെക്റ്റ് ആയിരിക്കും. മൈനർ ഡിഫറൻസ് മാത്രമേ കാണുള്ളൂ. അങ്ങനെ നമ്മൾ ഗുഡ്സിനെ കമ്പയർ ചെയ്തിട്ട് ആ ഐഡന്റിക്കൽ ഗുഡ്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഗുഡ്സിൻ്റെ വാല്യൂ ഒക്കെ എടുക്കേണ്ടത്. ഓക്കെ, പറയുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കാം. നമ്മൾ ഈ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തത് വാഷിംഗ് മെഷീനായിരുന്നു, LGയുടെ വാഷിംഗ് മെഷീനായിരുന്നു. ഓക്കെ, LGയുടെ വാഷിംഗ് മെഷീൻ. അപ്പോൾ നോക്കിയേ, ഈ LGയുടെ വാഷിംഗ് മെഷീൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? 7 ലിറ്ററുള്ള തുണി ഇടാം, അല്ലേ? 7 ലിറ്റർ ആണ് ഇതിൻ്റെ ഇത്. പിന്നെ ഓട്ടോമാറ്റിക് ആണ്, അല്ലേ? പോട്ടെ, TV എടുക്കാം, LGയുടെ TV എടുക്കാം. LGയുടെ TVയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയേ 4K ആണ്, 53 ഇഞ്ചസ് വരുന്നുണ്ട്, 4K വീഡിയോസ് ആണ്. പിന്നെ എന്താ പറയുക, ഇതിന് വരുന്നത് 43,000 ആണെന്ന് പറയാം. ഇനി നമ്മളിത് ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഇതിനകത്ത് 2 കണ്ടീഷൻ തെറ്റിച്ചു. അതായത് സെല്ലറും ബയറും റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. റിലേറ്റഡ് ആണെങ്കിൽ ഇനി നമുക്ക് അതുപോലെ വാല്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പം നേരെ നമ്മൾ റൂൾ 4ലേക്ക് വരണം. റൂൾ 4ലേക്ക് വരുമ്പോൾ നമ്മളിത് ഐഡന്റിക്കൽ ഗുഡ്സ് നോക്കണം. നമ്മളിത് ഇമ്പോർട്ട് ചെയ്തത് LG ഫ്രം ചൈനയാണെന്ന് വിചാരിക്കാം. ചൈനയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കണം, ചൈനയിൽ നിന്ന് തന്നെ ഞാനല്ലാത്ത മറ്റൊരു ഇമ്പോർട്ടർ ഇതേ ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതേ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇമ്പോർട്ടർ ഏത് കണ്ടീഷൻ പാലിച്ചിട്ടായിരിക്കണം? ആ 2 കണ്ടീഷൻ പാലിച്ചുകൊണ്ട് എന്നെ പോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടർ ഈ പറഞ്ഞ ഗുഡ്സ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇമ്പോർട്ട് ചെയ്ത വാല്യൂ ആയിരിക്കണം എൻ്റെ വാല്യൂ ഒക്കെ എടുക്കാൻ. ഇനി അങ്ങനെ ഞാൻ ഈ ഇമ്പോർട്ട് ചെയ്ത ഈ പറഞ്ഞ സാധനം ഇന്ത്യയിലേക്ക് ഞാനോ മറ്റ് ഇമ്പോർട്ടേഴ്സോ ആരും ഇമ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ചൈനയിൽ നിന്ന് തന്നെ ഇതേ സെയിം മാനുഫാക്ചറിൻ്റെ മറ്റ് സിമിലർ ഗുഡ്സ് ആയിട്ട് നോക്കണം. അതായത് ഇതിനോടകം വരുന്ന ഇതേ 4K ആണ്, പക്ഷേ 48 ഇഞ്ച് വരുന്ന TV ഉണ്ട്. അതിന് വരുന്നത് 41 ആണെങ്കിൽ നമ്മളിതിൻ്റെ വാല്യൂ എത്രയാക്കി എടുക്കണം? 41 ആക്കി എടുക്കണം. ഇതും കിട്ടുന്നില്ല എങ്കിൽ നോക്കണം, ചൈനയിൽ നിന്ന് തന്നെ സെയിം കൺട്രിയിൽ നിന്ന് തന്നെ അതർ മാനുഫാക്ചർ ഉണ്ടോ നോക്കണം. അതായത് ഇത് LGയുടെ അതേ റെപ്യൂട്ടേഷൻ വരുന്ന സാംസങ് നോക്കാം. LGയുടെ അതേ റെപ്യൂട്ടേഷൻ വരുന്ന സാംസങ്ങിൻ്റെ TV, അതായത് ഇതേ സിമിലാരിറ്റി വരുന്ന സാംസങ്ങിൻ്റെ TV ഞാനോ മറ്റു ഇമ്പോർട്ടേഴ്സോ ഈ 2 കണ്ടീഷനും പാലിച്ചുകൊണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ എടുക്കാം. ഓക്കെ, ഇതാണ് ഐഡന്റിക്കൽ ഗുഡ്സ്. സിമിലർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സെയിം തന്നെ, അതായത്
നമ്മളിപ്പോൾ നോക്കിയത് ഈ ഫീൽഡാണ് അല്ലേ, അതായത് 4K 53 ഇഞ്ചസ് 43,000. അപ്പം ഇതേ സാധനം ഇല്ല എങ്കിൽ മറ്റ് മാനുഫാക്ചറുടെ ഇതേ ഫീച്ചേഴ്സ് വരുന്ന, ഇതേ റെപ്യൂട്ടേഷൻ വരുന്ന മറ്റു മാനുഫാക്ചേഴ്സിൻ്റെ സാധനം നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എടുക്കണം. ഇനി നമ്മൾ പറഞ്ഞില്ലേ 4K 48 ഇഞ്ച് വരുന്നത്, ഇതാണ് സിമിലർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്, ഐഡന്റിക്കൽ ഗുഡ്സ് ആണ്. സിമിലർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് കൂടി സിമിലർ സെയിം ഫീച്ചേഴ്സ് അല്ല വരുന്നത്. ഇതിനകത്ത് ഐഡന്റിക്കൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മൈനർ ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. സിമിലർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈക്ക് കൈൻഡ് അല്ലെങ്കിൽ ലൈക്ക് റെസ്പെക്ട് അല്ലെങ്കിൽ ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. അതായത് ഇതിനോട് കൂടി അടുത്ത് നിൽക്കുന്നതാകാം. 4K ആണ്, പക്ഷേ ഇഞ്ച് വ്യത്യാസമുണ്ട്. ഇതാണെങ്കിൽ എന്താണ്, സിമിലർ ഗുഡ്സ് ആണ്. അപ്പോൾ ചൈനയിൽ നിന്ന് തന്നെ എൽ ജിയുടെ തന്നെ സിമിലർ ഗുഡ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്താക്കി എടുക്കാം, ട്രാൻസാക്ഷൻ വാല്യൂ ഒക്കെ എടുക്കാം. ഇനി അല്ല എങ്കിൽ നോക്കണം, ചൈനയിൽ തന്നെ മറ്റു മാനുഫാക്ചർ, സാംസങ്ങിൻ്റെ തന്നെ നോക്കണം, സാംസങ്ങിൻ്റെ തന്നെ ഇതേ ഫീച്ചർ വരുന്ന സാധനം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഐഡന്റിക്കൽ ഗുഡ്സും സിമിലർ ഗുഡ്സും നോക്കാം. ഓക്കെ, ഇനി അടുത്ത് പറയാണ്, ഈ റൂൾ 4ഉം ഈ പറഞ്ഞ റൂൾ 5ഉം നമ്മുടെ ഐഡന്റിക്കൽ ഗുഡ്സും സിമിലർ ഗുഡ്സും വാല്യൂ ചെയ്യാൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഡിഡക്റ്റീവ് വാല്യൂ റൂൾ 7ലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ പറയുന്നുണ്ട് ഒന്നിൽ കൂടുതൽ, ഇത് ഐഡന്റിക്കൽ ഗുഡ്സ് ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. ഐഡന്റിക്കൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ഐഡന്റിക്കൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഏതാണ്, ഒന്നിൽ കൂടുതൽ ഐഡന്റിക്കൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഏതാണ്, ലോവസ്റ്റ് ഓഫ് സച്ച് വാല്യൂ. അതായത് നമ്മൾ ഇതേപോലെ സിമിലർ ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഈ വാഷിംഗ് മെഷീൻ 43,000 ഇമ്പോർട്ട് ചെയ്തവരുണ്ട്, 41,000 ഇമ്പോർട്ട് ചെയ്തവരുണ്ട്, 40,000 ഇമ്പോർട്ട് ചെയ്തവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ലോവസ്റ്റ് വാല്യൂ, അപ്പോൾ 40,000 ആയിരിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് കൂട്ടുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഐഡന്റിക്കൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ ലോവസ്റ്റ് എടുക്കുക, ഒന്നിൽ കൂടുതൽ സിമിലർ ഗുഡ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ ലോവസ്റ്റ് വാല്യൂ നമ്മുടെ ട്രാൻസാക്ഷൻ വാല്യൂ ഒക്കെ എടുക്കുക. അപ്പോൾ ഐഡന്റിക്കൽ ഗുഡ്സ് മീൻസ് എന്താ, സെയിം ഫീച്ചേഴ്സ് വരുന്ന, സെയിം ക്യാരക്ടറിസ്റ്റിക്, സെയിം റെപ്യൂട്ടേഷൻ വരുന്ന, സെയിം കൺട്രിയിൽ നിന്ന് സെയിം മാനുഫാക്ചർ തന്നെ ഉണ്ടോ എന്ന് നോക്കണം. ഇനി അങ്ങനെ അല്ല എങ്കിൽ സെയിം കൺട്രിയിൽ നിന്ന് തന്നെ മറ്റു മാനുഫാക്ചേഴ്സിൻ്റെ ഐറ്റം നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം, നമ്മളോ മറ്റ് ഇമ്പോർട്ടേഴ്സോ. എന്നിട്ട് അതിലൊന്നിൽ കൂടുതലുണ്ടെങ്കിൽ ലോവസ്റ്റ് എടുക്കുക. സിമിലർ മീൻസ് എന്താ, ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന, അതിനോട് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന, നമ്മൾ ഈ പറഞ്ഞ അതേ കൺട്രിയിൽ നിന്ന് അതേ മാനുഫാക്ചർ ഉണ്ടോ നോക്കണം. അതേ കൺട്രിയിൽ നിന്ന് അതേ മാനുഫാക്ചർ ഇല്ലെങ്കിൽ അതേ കൺട്രിയിൽ നിന്ന് മറ്റു മാനുഫാക്ചേഴ്സിനെ നോക്കണം. എന്നിട്ട് അതിനെന്ത് ചെയ്യണം, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ലോവസ്റ്റ് വാല്യൂ എടുക്കണം. ഇനി ഇത് രണ്ടും കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഡിഡക്റ്റീവ് വാല്യൂ നോക്കണം. ഡിഡക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഉണ്ടല്ലോ, സെല്ലിംഗ് പ്രൈസ് ഇന്ത്യയിൽ ഇത് വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് ഉണ്ടാവണം. സെല്ലിംഗ് പ്രൈസിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, സെല്ലിംഗ് പ്രൈസ് ലെസ് പ്രോഫിറ്റിൻ്റെ എലമെന്റ് ലെസ് ചെയ്യണം, ലെസ് പോസ്റ്റ് ഇമ്പോർട്ടേഷൻ ചാർജസും കൂടെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ നമുക്ക് എന്താക്കി എടുക്കാം, അസസബിൾ വാല്യൂ ആക്കി എടുക്കാം. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് ഇതിപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വാല്യൂ ചെയ്യുന്നു, ആ രണ്ട് കണ്ടീഷനും തെറ്റിച്ചത് കൊണ്ടാണ്. ആ രണ്ട് കണ്ടീഷനും തെറ്റിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതേപോലെ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നോക്കണം ഐഡന്റിക്കൽ ഗുഡ്സ് ഉണ്ടോ, ഇല്ല. അപ്പോൾ നോക്കണം സിമിലർ ഗുഡ്സ് ഉണ്ടോ, ഇല്ല. അപ്പോൾ നോക്കണം ഇനി ഡിഡക്റ്റീവ് വാല്യൂ നോക്കണം. അതായത് നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് ഇന്ത്യയിൽ വിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് ഇന്ത്യയിൽ വിൽക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു, അതാണ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിനോട് കൂടി പ്രോഫിറ്റ് മൈനസ് ചെയ്യണം. പ്രോഫിറ്റ് മൈനസ് ചെയ്തിട്ട് പോസ്റ്റ് ഇമ്പോർട്ടേഷൻ ചാർജസ്, അതായത് ഇവിടുന്ന് ഇത് പോർട്ടാണ്. ഇത് പോർട്ടാണെങ്കിൽ ഈ പോർട്ടിൽ എത്തുന്നിടം വരെയുള്ളതിന് മേലെ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കുള്ളൂ അല്ലേ. ഈ പോർട്ടിൽ എത്തിക്കഴിഞ്ഞ് ഇവിടുന്ന് അൺലോഡ് ചെയ്യുന്നത് മുതൽ ഇതെന്താണ്, അവിടുന്ന് ഗുഡ്സ് ഇവിടെ അൺലോഡ് ചെയ്യുന്നത് മുതൽ ഇതെന്താണ്, പോസ്റ്റ് ഇമ്പോർട്ടേഷൻ ചാർജുകളാണ്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗുഡ്സിന്റെ വാല്യൂ, ആ ഗുഡ്സിന്റെ പ്രൈസിലേക്ക് നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്യും. അതായത് പോർട്ടിൽ നിന്ന് ഇവിടുന്ന് എടുക്കുന്ന കംപ്ലീറ്റ് എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗുഡ്സിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് കോസ്റ്റ് ആണ് അല്ലേ. ഒരു ഗുഡ്സിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുഡ്സിന്റെ കംപ്ലീറ്റ് കോസ്റ്റും പ്ലസ് പ്രോഫിറ്റും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സെല്ലിംഗ് പ്രൈസ് ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ അതിനോട് പ്രോഫിറ്റ് മൈനസ് ചെയ്യണം. പോസ്റ്റ് ഇമ്പോർട്ടേഷൻ എക്സ്പെൻസും കൂടെ മൈനസ് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ അസസബിൾ വാല്യൂ ആക്കി നമുക്ക് എടുക്കാം. അതാണ് ഡിഡക്റ്റീവ് വാല്യൂ. ഇനി പറയാണ്, ഈ ഗുഡ്സ് ഇന്ത്യയിൽ ഒരുപാട് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലിംഗ് പ്രൈസാണ് ഇന്ത്യയിൽ വിൽക്കുന്നത്. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് ഐഡന്റിക്കൽ ഗുഡ്സ് കിട്ടിയില്ല, സിമിലർ ഗുഡ്സ് കിട്ടിയില്ല, പക്ഷേ ഇന്ത്യയിൽ അത് വിൽക്കുന്നത് ഒരുപാട് സെല്ലിംഗ് പ്രൈസ് ഉണ്ടെങ്കിൽ എങ്ങനെ നോക്കണം,
അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി, അതായത് അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി, ഗ്രേറ്റസ്റ്റ് അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി. ഇപ്പോൾ പറയാണ് സെല്ലിംഗ് പ്രൈസ് ടു അൺറിലേറ്റഡ് പേഴ്സൺ കേട്ടോ പറയണേ. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു സെല്ലേഴ്സ്, പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേരിയസ് സെല്ലേഴ്സ് അവരുടെ അൺറിലേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്, അൺറിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന്, കസ്റ്റമേഴ്സിന് അവർ ഒരാൾ 100 എണ്ണം 4000 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്, ഒരാൾ 150 എണ്ണം 3000 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്, ഒരാൾ 140 എണ്ണം 4500 വിൽക്കുന്നുണ്ട്, ഒരാൾ 200 എണ്ണം 2500 വിറ്റു. അപ്പോൾ ഈ പറഞ്ഞ പല സെല്ലേഴ്സും ഒത്തിരി ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, പല റേറ്റുകൾ. അപ്പോൾ ഒന്നിൽ കൂടുതൽ സെല്ലിംഗ് പ്രൈസ് ഇവിടെ അവൈലബിൾ ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ക്വാണ്ടിറ്റി, അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇതിൽ ഏറ്റവും ഈ പറഞ്ഞ സെല്ലിംഗ് പ്രൈസിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി എത്ര രൂപയ്ക്കാണ് വിറ്റിക്കുന്നത്? 2500. അപ്പം നമ്മുടെ വാല്യൂ, അസബിൾ വാല്യൂ എത്രയാക്കി നമുക്ക് എടുക്കാം? 2500 ആക്കി എടുക്കാം. ഇതാണ് ഡിഡക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 2500 ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം? സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ് മൈനസ് പോസ്റ്റ് ഇമ്പോർട്ടേഷൻ എക്സ്പെൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അക്സസബിൾ വാല്യൂ കിട്ടും. റെഡിയാണോ? ഇനി ലാസ്റ്റ് വൺ ആണ് എന്ത്? കമ്പ്യൂട്ടഡ് വാല്യൂ. കമ്പ്യൂട്ടഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഷീറ്റ്. ഇത് നോർമലി നമുക്ക് പോസിബിൾ അല്ല, എങ്കിലും പറയുന്നത് കമ്പ്യൂട്ടഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ടർ ഇമ്പോർട്ടറുമായിട്ട് നല്ലൊരു കോൺടാക്റ്റിലാണെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടർ എന്ത് ചെയ്യണം? എക്സ്പോർട്ടറുടെ കംപ്ലീറ്റ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പോർട്ടറിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എക്സെട്ര ലാസ്റ്റ് കൂട്ടുന്ന പ്രോഫിറ്റും കൂടെ കൂട്ടി നമുക്ക് അവർക്ക് തരുന്ന കോസ്റ്റ് ഷീറ്റ് ഉണ്ടല്ലോ, കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ആ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്, പ്രൊവൈഡഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടഡ് വാല്യൂ ചെയ്യാം. ഈ ലാസ്റ്റ് വൺ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് മെത്തേഡ് ആണ്, അതായത് റെസിജ്വൽ വാല്യൂ. ഇതൊന്നും കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റെസിജ്വൽ മെത്തേഡ് ചൂസ് ചെയ്യാം. റെസിജ്വൽ മെത്തേഡ് മീൻസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയാം നമുക്ക് ഒരു രക്ഷയില്ല, നിങ്ങളിത് വാല്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരിത് വാല്യൂ ചെയ്ത് തരും. ഓക്കെ, ഏത് റൂൾ പ്രകാരം? ഫസ്റ്റ്, അതായത് വെൻ ദ സെല്ലർ ആൻഡ് ബയർ ഈസ് അൺറിലേറ്റഡ് ആൻഡ് ദ പ്രൈസ് ഈസ് എ സോൾ കൺസിഡറേഷൻ. ഈ കണ്ടീഷൻ വെച്ചിട്ട് അവർ വാല്യൂ ചെയ്ത് തരുന്ന വാല്യൂ ആയിരിക്കും അക്സസബിൾ വാല്യൂ. ഓക്കെ, ഇതാണ് കസ്റ്റംസ്. ഇത്രയും കസ്റ്റംസ് ഉള്ളൂ. റെഡിയാണോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടി റിവൈസ് ചെയ്യാം. അതായത് ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്ത് പോവാം. ആദ്യം നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ? നമ്മൾ നോക്കിയേ, കുറച്ച് സ്പെസിഫിക് സർക്കംസ്റ്റൻസ് നമ്മൾ പറഞ്ഞു അല്ലേ? ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട? ഡ്യൂട്ടി അടയ്ക്കേണ്ട എന്ന് നമ്മൾ പറഞ്ഞു. അതിലൊന്നായിരുന്നു എന്ത്? പിൽഫറേജ്, സ്മോൾ തെഫ്റ്റ് ആയിരുന്നു അല്ലേ? പിൽഫറേജ് എപ്പോൾ ഒക്വർ ചെയ്യണം? അൺലോഡിങ്ങിന് ശേഷമായിരുന്നു ഒക്വർ ചെയ്യേണ്ടിയിരുന്നത്. ഏതിന് മുന്നെയാണ്? ബിഫോർ ക്ലിയറൻസിന് മുന്നേ, ബട്ട് ആഫ്റ്റർ അൺലോഡിങ് ആയിരുന്നു. പിൽഫറേജ് ഒക്വർ ചെയ്താൽ എന്ത് ചെയ്യേണ്ട? ഡ്യൂട്ടി അടയ്ക്കണം നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞു ഡാമേജ് നമ്മൾ പറഞ്ഞു ഇല്ലേ? ഡാമേജ് ആയ ഗുഡ്സിന്മേൽ ഡ്യൂട്ടി അടയ്ക്കേണ്ട നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? റിലിങ്ക്വിഷ്മെന്റ് പറഞ്ഞു. റിലിങ്ക്വിഷ്മെന്റ് എന്താണെങ്കിൽ നമുക്ക് ഗുഡ്സിന്റെ ടൈറ്റിൽ നമുക്ക് വേണ്ട എന്ന് വെക്കാം. 3 സിറ്റുവേഷൻസ് ഓക്കെ ആണെങ്കിൽ 3 സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഗുഡ്സിന്റെ ടൈറ്റിൽ നമുക്ക് വേണ്ട എന്ന് വെക്കാം. ഒന്ന് എന്തായിരുന്നു? വോയേജ്, ഡ്യൂറിങ് വോയേജ് ഡാമേജ് ആയി, നോട്ട് യൂസ്ഫുൾ ടു ദ ഇമ്പോർട്ടർ. പിന്നെ നമ്മൾ ആസ് പെർ നമ്മുടെ കസ്റ്റമൈസേഷൻ നമ്മൾ പറഞ്ഞതുപോലെ സ്പെസിഫിക്കേഷൻ അല്ല ഗുഡ്സ് ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ കോൺട്രാക്ട് ബ്രീച്ച് ആയി. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഗുഡ്സിന്റെ ടൈറ്റിൽ റിലിങ്ക്വിഷ്മെന്റ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ഡാമേജ് കഴിഞ്ഞ് റെമിഷൻ ഓഫ് ഡ്യൂട്ടി ഇല്ലേ? റെമിഷൻ ഓഫ് ഡ്യൂട്ടിയിൽ എന്തായിരുന്നു പറഞ്ഞത്? നമുക്ക് ടോട്ടൽ ഗുഡ്സ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയി നഷ്ടപ്പെട്ട രീതിക്കാണെങ്കിൽ നമ്മൾ ഒരു ഡ്യൂട്ടി പോലും അടയ്ക്കേണ്ട, ഡ്യൂട്ടി നമുക്ക് റെമിഷനായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ 5 കേസ് പറഞ്ഞു. ഡെർലിക്റ്റ്, റെക്ക്, ഫ്ലോട്ട്സം, ജെറ്റ്സം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ബേസിക് കസ്റ്റം ഡ്യൂട്ടി. ബേസിക് കസ്റ്റം ഡ്യൂട്ടി 2 തരത്തിലുണ്ടായിരുന്നു. ഒന്ന് സ്റ്റാൻഡേർഡ് റേറ്റും ഉണ്ട്, പിന്നെ ഒന്ന് എന്തായിരുന്നു? പ്രിഫറൻഷ്യൽ റേറ്റും ഉണ്ട്. പ്രിഫറൻഷ്യൽ റേറ്റിന് സ്റ്റാൻഡേർഡ് റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിലാണ്, അതാണ് എന്ത്? പ്രിഫറൻഷ്യൽ റേറ്റ്. പ്രിഫറൻഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് റേറ്റ് ഇല്ലേ? ഇപ്പോൾ പ്രിഫറൻഷ്യൽ റേറ്റിൽ ടാക്സ് പേ ചെയ്യണമെങ്കിൽ 3 കണ്ടീഷൻ പാലിക്കണം. ഒന്ന്, പ്രിഫറൻഷ്യൽ ഏരിയ കാണിക്കണം ഇമ്പോർട്ട് ചെയ്യേണ്ടത്. 2, ആ പ്രിഫറൻഷ്യൽ ഏരിയയിൽ നിന്ന് തന്നെ ആയിരിക്കണം ആ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യേണ്ടത്. ഇനി ഈ 2 കണ്ടീഷൻ പാലിച്ചാൽ പ്രിഫറൻഷ്യൽ റേറ്റിൽ ടാക്സ് അടയ്ക്കണമെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യണം? സ്പെസിഫിക് ആയിട്ട് ക്ലെയിം ചെയ്യണമായിരുന്നു. ഇനി അടുത്ത ഡ്യൂട്ടി എന്തായിരുന്നു? സോഷ്യൽ വെൽഫെയർ സർചാർജ് ആയിരുന്നു. ബേസിക് കസ്റ്റം ഡ്യൂട്ടീൻ്റെ 10% ആണ് എന്ത്? നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ 10% ആണ് എന്ത്? സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെയല്ല, സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ഓഫ് അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി ആണ്. ബട്ട് അഗ്രിഗേറ്റ് വാല്യൂ എന്തൊക്കെ പാടില്ല? സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, കൗണ്ടർ വെയറിംഗ് ഡ്യൂട്ടി, GST കോമ്പൻസേഷൻ സെസ്, ഇത്രയും എന്ത് പാടില്ല? അഗ്രിഗേറ്റ് വാല്യൂ ആഡ് ചെയ്യാൻ പാടില്ല. അതിന്റെ അർത്ഥം നെറ്റ് എഫക്റ്റ്ലി ഇപ്പം മറ്റു ഡ്യൂട്ടീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് തന്നെ പറയാം, ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ 10% ആണ് എന്ത്? സോഷ്യൽ വെൽഫെയർ സർചാർജ് നമുക്ക് ഇപ്പം താൽക്കാലികമായി പറയാം. ഇനി അടുത്തത് പറഞ്ഞു എന്താണ്? സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി എന്നാണ് പറഞ്ഞു. സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി എന്തായിരുന്നു? പ്രൊഡക്റ്റ് സ്പെസിഫിക് ആയിരുന്നു, ഇല്ല ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ ത്രെട്ടൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റിയിലാണെങ്കിൽ നമ്മൾ അതിന് മേൽ എന്ത് ചെയ്യണം? സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി പേ ചെയ്യണം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇനി ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി നമ്മൾ ഓരോന്ന് പറഞ്ഞു. ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ എത്രയായിരുന്നു? <= 3% വരെ ഡ്യൂട്ടി അടയ്ക്കേണ്ട, സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി അടയ്ക്കേണ്ട. ഇതിന്റെ ഒന്നിൽ കൂടുതൽ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നാണെങ്കിലോ മൊത്തത്തില് അടുത്തത് പറഞ്ഞിരുന്നു സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി. സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടിയുടെ കാര്യം എന്തായിരുന്നു പറഞ്ഞത്? സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി നമ്മൾ അടയ്ക്കേണ്ട ഏത് 3 സാഹചര്യങ്ങളിലോ. ഒന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നാണെങ്കിൽ, <= 3% ഓഫ് ടോട്ടൽ ഇമ്പോർട്ട് ആണെങ്കിൽ ഡ്യൂട്ടി, സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി അടയ്ക്കേണ്ട. ഒന്നിൽ കൂടുതൽ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നാണെങ്കിലോ, മൊത്തം ടോട്ടൽ ഇമ്പോർട്ടിന്റെ <= 9% ആണ്. Then and individually <= 3% ആണെങ്കിലും എന്ത് ചെയ്യേണ്ട? സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി അടയ്ക്കേണ്ട. ദെൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് SEZലേക്കോ അല്ലെങ്കിൽ EOUലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി അടയ്ക്കേണ്ട. ഓക്കെ. ദെൻ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്തായിരുന്നു? ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പർട്ടിക്കുലർ കൺട്രീസിന്മേലായിരുന്നു ഇമ്പോർട്ട് ചെയ്യണത് അല്ലെ. ലെസർ പ്രൈസിലാണ് ഇമ്പോർട്ട് ചെയ്തതെങ്കിൽ നോർമൽ പ്രൈസ് മൈനസ് ലാൻഡഡ് വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പഠിച്ചു വാല്യുവേഷനിൽ നമ്മൾ എന്താണ് പഠിച്ചത്? വാല്യുവേഷനിൽ നമ്മൾ പറഞ്ഞു 2 കൺട്രീസ് ഉണ്ട് ഇല്ലേ. അപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്പോർട്ടർ കൺട്രീൻ്റെ ഫാക്ടറിയിൽ നിന്നും എക്സ്പോർട്ടർ കൺട്രീൻ്റെ പോർട്ട് വരെയുള്ള കംപ്ലീറ്റ് എക്സ്പെൻസ് ഗുഡ്സിൻ്റെ പ്രൈസിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? FOB കിട്ടും. FOBന്റെ കൂടെ അഡീഷണൽ നമ്മുടെ കസ്റ്റംസ് അതോറിറ്റി നമ്മളോട് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത റൂൾ 10 പറഞ്ഞ കുറച്ച് എക്സ്പെൻസുകൾ നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. റിട്ടേണബിൾ കമ്മീഷനിൽ ബൈയിങ് കമ്മീഷൻ ആഡ് ചെയ്യാൻ പാടില്ല. പിന്നെ റിട്ടേണബിൾ പാക്ക് ആഡ് ചെയ്യണം, പാക്കിംഗ് ചാർജസ് ആഡ് ചെയ്യണം, പക്ഷേ റിട്ടേണബിൾ പാക്കിംഗ് ആഡ് ചെയ്യാൻ പാടില്ല. പിന്നെ പറഞ്ഞു റോയാലിറ്റി ലൈസൻസ് ഫീ ആഡ് ചെയ്യണം. പിന്നെ കസ്റ്റമൈസേഷൻ എക്സ്പെൻസ്, എഞ്ചിനീയറിംഗ് കോസ്റ്റ് ഡെവലപ്മെന്റ് ആഡ് ചെയ്യണം. പക്ഷേ ആ എഞ്ചിനീയറിംഗ് കോസ്റ്റ് ഡെവലപ്മെന്റ് എവിടെ നടക്കണം? ഇന്ത്യക്ക് പുറത്ത് നടക്കണം. ഇന്ത്യക്കുള്ളിൽ നടന്നു കഴിഞ്ഞാൽ ആ എക്സ്പെൻസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് പറഞ്ഞു? ഇമ്പോർട്ടർ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഗുഡ്സ് സപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് ഫിക്സഡ് ഗുഡ് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇമ്പോർട്ടർ ഇവിടുന്ന് അയച്ചു കൊടുത്താലും ആ ഫ്രീ ഓഫ് കോസ്റ്റ് ആൻഡ് മെറ്റീരിയലിൻ്റെ എന്ത് ചെയ്യണം? വാല്യൂ നമ്മൾ ഇതിൻ്റെ കൂടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആഡ് ചെയ്തിരിക്കണം, പ്രൈസ് ഓഫ് ഗുഡ്സിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കണം. ദെൻ ലാസ്റ്റ് എന്ത് പറഞ്ഞു? നമ്മുടെ ഇമ്പോർട്ടർ പിന്നെ പറയാണ് നമ്മുടെ സബ്സീക്വൻറ്റ് സെയിൽ പ്രൊസീഡ്സിൻ്റെ പിന്നീട് നമ്മൾ വിൽക്കുന്നതിൻ്റെ സെയിൽ പ്രൊസീഡ്സ് എക്സ്പോർട്ടറായിട്ട് ഷെയർ ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഷെയർ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പ്രൈസ് ഓഫ് ഗുഡ്സിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും ആഡ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? FOB അണ്ടർ കസ്റ്റംസ് കിട്ടും. അതിൻ്റെ കൂടെ 2 ഐറ്റംസ് ആഡ് ചെയ്യണം, ഫ്രൈറ്റും ഇൻഷുറൻസിലും ഫ്രൈറ്റ് ആക്ച്വൽ എമൗണ്ട് ആഡ് ചെയ്യണം, ഇൻഷുറൻസും ആക്ച്വൽ എമൗണ്ട് ആഡ് ചെയ്യണം. ഫ്രൈറ്റ് ആക്ച്വൽ എമൗണ്ട് അറിയില്ലെങ്കിൽ 20% ഓഫ് FOB അണ്ടർ കസ്റ്റം. ഇൻഷുറൻസ് ആക്ച്വൽ എമൗണ്ട് അറിയില്ലെങ്കിൽ 1.125% ഓഫ് FOB അണ്ടർ കസ്റ്റംസ്. ഇനി എയർ ഫ്രൈറ്റ് ആണെങ്കിൽ മാക്സിമം എത്ര തന്നെ നമുക്ക് കൂട്ടാൻ പാടുള്ളൂ? 20%. ദെൻ 2 കൂടെ ഷിപ്പ് ഡീമുറേജും ലൈട്രേജും നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഷിപ്പ് ഡീമുറേജും ലൈട്രേജും നമുക്ക് എന്ത് ചെയ്യാം? ഷിപ്പ് ഡീമുറേജ് എന്താ? വെയിറ്റിംഗ് ചാർജസ് ആയിരുന്നു. ബട്ട് ഗുഡ്സ് ഡീമുറേജ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, ഷിപ്പ് ഡീമുറേജ് മാത്രം. ദെൻ ഷിപ്പ് ലൈട്രേജ് മീൻസ് എന്താ? നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെറിയ ഷിപ്പുകളിൽ നിന്നും ചെറിയ ഷിപ്പുകളിലേക്ക് ഗുഡ്സ് മാറ്റിയിട്ട് പോർട്ടിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഇതാണ് ലൈട്രേജ് ചാർജസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ,
ഇത്രയുമാണ് നമ്മൾ വാല്യുവേഷനിൽ പഠിച്ചത്. പിന്നെ ബാക്കി തിയറിയാണ് ഐഡന്റിക്കൽ ഗുഡ്സ്, സിമിലർ ഗുഡ്സ്, ഡിഡക്റ്റീവ് വാല്യൂ, കമ്പ്യൂട്ടർ വാല്യൂ. ഡിഡക്റ്റീവ് വാല്യൂവും കമ്പ്യൂട്ടഡ് വാല്യൂവിൻ്റെയും പ്രോബ്ലവും നമുക്ക് എന്ത് ചെയ്യാം, MCQയിൽ ചോദിക്കാം. ദെൻ ഐഡന്റിക്കൽ ഗുഡ്സും സിമിലർ ഗുഡ്സിനും ചിലപ്പോൾ തിയറി ചോദിക്കാം. എങ്ങനെയാണെന്നുള്ളത് തിയറി വയ്ക്കാം, കണ്ടീഷൻ പഠിച്ചു വയ്ക്കാം. സെയിം കൺട്രിയിൽ നിന്ന് സെയിം മാനുഫാക്ചർ ആകാം, സെയിം കൺട്രിയിൽ നിന്ന് അതർ മാനുഫാക്ചേഴ്സ് ആകാം. പക്ഷെ ഒന്നിൽ കൂടുതൽ ഐഡന്റിക്കൽ ഗുഡ്സോ സിമിലർ ഗുഡ്സോ ഉണ്ടെങ്കിൽ ലോവർ വാല്യൂ ആണ് നമ്മൾ അക്സെപ്റ്റബിൾ വാല്യൂ ആക്കി എടുക്കേണ്ടത്. പക്ഷേ ഡിഡക്റ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിൻ്റെ ഇന്ത്യയിൽ വിറ്റ പ്രൈസ് ഉണ്ടെങ്കിൽ ആ ഇന്ത്യയിൽ വിറ്റ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് നമ്മൾ റിവേഴ്സ് വർക്ക് ചെയ്ത് കോസ്റ്റിലേക്ക് എത്തിക്കണം. അതാണ് നമ്മൾ അക്സെപ്റ്റബിൾ വാല്യൂ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ് മൈനസ് പോസ്റ്റ് ഇമ്പോർട്ടേഷൻ എക്സ്പെൻസ് ചെയ്യുമ്പോൾ അക്സെപ്റ്റബിൾ വാല്യൂ നമുക്ക് കിട്ടും. ഇനി ഒന്നിൽ കൂടുതൽ ഇന്ത്യയിൽ വിറ്റ പ്രൈസ് ഉണ്ടെങ്കിൽ അഗ്രിഗേറ്റ് വാല്യൂ എത്ര രൂപയ്ക്ക് വിറ്റു, അഗ്രിഗേറ്റ് വാല്യൂ അല്ല, അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി, ഒരുപാട് ക്വാണ്ടിറ്റീസ് വിറ്റതിൽ അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി എവിടെയാണോ അത് എത്ര രൂപയ്ക്ക് വിറ്റോ ആ പ്രൈസാണ് എന്ത് അക്സെപ്റ്റബിൾ വാല്യൂ ആക്കി എടുക്കേണ്ടത്. റെഡി? ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ചെയ്യണത്? ഈ ഐഡന്റിക്കൽ ഗുഡ്സും സിമിലർ ഗുഡ്സും ഡിഡക്റ്റീവ് വാല്യൂയും കമ്പ്യൂട്ടർ വാല്യൂക്ക് എന്തിനു വേണ്ടി ചെയ്തു? അതായത് നമ്മൾ ഇതുപോലെ ഇപ്പം പറഞ്ഞതുപോലെ വാല്യുവേഷൻ, അതായത് FOB വാല്യൂ ഒക്കെ പ്രകാരം നമ്മൾ ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ 2 കണ്ടീഷൻസ് പാലിക്കണമായിരുന്നു. സെല്ലറും ബയറും അൺറിലേറ്റഡ് ആയിരിക്കണം, പ്രൈസ് ആയിരിക്കണം, സോൾവ് കൺസിഡറേഷൻ. ഇത് രണ്ടും പാലിച്ചാൽ മാത്രമേ FOBയിലൂടെ നമുക്ക് അക്സെപ്റ്റബിൾ വാല്യൂ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇനി ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കണം ഐഡന്റിക്കൽ ഗുഡ്സ്, അതില്ലെങ്കിൽ സിമിലർ ഗുഡ്സ്, അതില്ലെങ്കിൽ ഡിഡക്റ്റീവ് വാല്യൂ, അതില്ലെങ്കിൽ കമ്പ്യൂട്ടർ വാല്യൂ. ഇത് രണ്ടും ഇത് ഇത്രയും ഇല്ലെങ്കിൽ പിന്നെ റെസിജ്വൽ മെത്തേഡ്. റെഡി? റെസിജ്വൽ മെത്തേഡ് എന്താണെന്നൊക്കെ GSTയിൽ കവർ ചെയ്ത് പോയതാണ്. അതേ സാധനം തന്നെയാണ് ഇവിടെ പറയുന്നത് റെസിജ്വൽ മെത്തേഡ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയുടെ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A commodity is imported into India from a country covered by a notification issued by a central government under 9A of Customs Tariff Act 1975. The following particulars are made available. Accessible value for levying basic customs duties 12,60 to 500. Quantity imported 500 kilogram. Basic custom duty 10%. IGST 18%. As per the notification, anti-dumping duty will be equal to the difference between cost of commodity calculated at $50 per kilo, exchange rate $1 equal to 70 rupees, and the landed value of the commodity was imported. Landed value of the commodity as imported. Appraise liability on account of normal duties and anti-dumping duty. അതായത് നമുക്ക് ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയും കൂടെ കൂട്ടി മൊത്തം എത്ര ലയബിലിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അക്സസിബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസാക്ഷൻ വാല്യൂ. നമ്മൾ നേരത്തെ FOB അണ്ടർ കസ്റ്റംസിലൂടെ ഫ്ലൈറ്റും ഇൻഷുറൻസും ഒക്കെ ആയിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ അക്സസിബിൾ വാല്യൂ, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ, അല്ലെങ്കിൽ CIF വാല്യൂ. CIF എന്താ? കോസ്റ്റ്, ഇൻഷുറൻസ് ആൻഡ് ഫ്ലൈറ്റ് വാല്യൂ. അപ്പോൾ ഈ പറഞ്ഞ അക്സസിബിൾ വാല്യൂ എത്രയുണ്ട്? 12,60 to 500 rupees ഉണ്ട്. Then the quantity imported basic custom duty. അക്സസിബിൾ വാല്യൂവിൻ്റെ കൂടെ നമ്മൾ ആദ്യം ആഡ് ചെയ്യേണ്ട, ആദ്യം അക്സസിബിൾ വാല്യൂവിൻ്റെ കൂടെയാണ്, അതായത് നമ്മൾ എത്രയാണോ കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടത്, കസ്റ്റംസ് ഡ്യൂട്ടി എത്ര പേ ചെയ്യണം? ഏതോ ഒരു എമൗണ്ട് ഇൻറ്റു ഇത്ര പെർസെൻറ്റേജ് ഇല്ലേ, അങ്ങനെയല്ലേ? അപ്പോൾ ഈ എമൗണ്ട് എന്ന് പറയുന്നതാണ് എന്ത്? ഒന്നെങ്കിൽ അക്സസിബിൾ വാല്യൂ, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ CIF എന്ന് വിളിക്കാം. അപ്പോൾ ഈ അക്സസിബിൾ വാല്യൂ എത്രയുണ്ട്? 12,60 to 500. ഇതിന്മേൽ ഈ ബേസിക് ഫസ്റ്റ് ഡ്യൂട്ടി നമ്മൾ ഏതാ പഠിച്ചത്? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഇവിടെ എത്ര പെർസെൻറ്റേജ് എടുക്കാൻ പറയണത്? 10%. ബേസിക് കസ്റ്റം ഡ്യൂട്ടി അക്സസിബിൾ വാല്യൂവിൻ്റെ 10% എടുത്തു. ദെൻ അടുത്തത് ക്വസ്റ്റ്യനിൽ നമ്മൾ SWS സോഷ്യൽ വെൽഫെയർ സർചാർജ് പറഞ്ഞിട്ടില്ല. നമ്മൾ അന്നേരം പറയുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും കമ്പൽസറി ആയിട്ടും നമ്മൾ എടുക്കേണ്ട ഡ്യൂട്ടിയാണ് എന്ത്? സോഷ്യൽ വെൽഫെയർ സർചാർജ് അറ്റ് ദ റേറ്റ് ഓഫ് 10%. നമ്മൾ ആഡ് ചെയ്തു SWS അറ്റ് ദ റേറ്റ് ഓഫ് 10%. 10% ആണ് എന്തിന്മേലാ? ബേസിക് കസ്റ്റം ഡ്യൂട്ടി. നമ്മൾ പറഞ്ഞു ഇപ്പം നമുക്ക് നിലവിൽ എന്തില്ല? സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, IGST, നമ്മുടെ കൗണ്ടർ വെയറിംഗ് ഡ്യൂട്ടി, GST കോമ്പൻസേഷൻ സെസ്, ഇതല്ലാതെ മറ്റ് അഡീഷണൽ ഡ്യൂട്ടീസ് ഒന്നും നമുക്ക് പഠിക്കാനായിട്ട് വരുന്നില്ല. ഇതല്ലാത്ത മറ്റു ഡ്യൂട്ടികൾ ഉണ്ടെങ്കിൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടിൻ്റെ കൂടെ അതും കൂടെ ആഡ് ചെയ്തിട്ട് വേണം 10% എടുക്കാം. എന്തിന്? ഈ സർചാർജ് കാണാൻ. പക്ഷെ നിലവിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ 10% ആണ് ഏതാണ് എടുക്കേണ്ടത്? ബേസിക് കസ്റ്റം ഡ്യൂട്ടി. അപ്പോൾ അതാ 12,625 കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ പ്രൈസ് മൈനസ് ലാൻഡഡ് വാല്യൂ.
നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ടർ കൺട്രിയിൽ ആ പറഞ്ഞ ഗുഡ്സിന് നോർമലി വില എത്രയാണ്, എക്സ്പോർട്ടർ കൺട്രിയിലെ നോർമൽ പ്രൈസ് ആണ് നോർമൽ പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബട്ട് ലാൻഡഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അസസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് വരെയുള്ളതാണ് എന്ത്, ലാൻഡഡ് വാല്യൂ. അതായത് ആന്റി ഡംപിംഗ് ഡ്യൂട്ടിക്ക് മുന്നേ ഉള്ള അത്രയുമുള്ള ഡ്യൂട്ടീസ് ആണ് എന്തെന്ന് പറയുന്നത്, ലാൻഡഡ് വാല്യൂ. അപ്പൊ അസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സർചാർജ് ഈക്വൽ ടു ലാൻഡഡ് വാല്യൂ. അപ്പൊ അഡീഷണൽ നമ്മുടെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഈക്വൽ ടു നോർമൽ പ്രൈസ് മൈനസ് ലാൻഡഡ് വാല്യൂ. നോർമൽ പ്രൈസ് മീൻസ് എക്സ്പോർട്ടർ കൺട്രിയിലെ. ഇനി ഇവിടെ നോർമൽ പ്രൈസ് എന്ന് പറയുമ്പോൾ നോക്കിയേ, എന്താണ് നോർമൽ പ്രൈസ്? ഇവിടെ ആസ് പെർ ദ നോട്ടിഫിക്കേഷൻ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി വിൽ ബി ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എങ്ങനെയാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് കമോഡിറ്റി കാൽക്കുലേറ്റഡ് അറ്റ് ആൻഡ് ദ ലാൻഡഡ് വാല്യൂ ഓഫ് ദ കമോഡിറ്റി. അതായത് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഈക്വൽ ടു നോർമൽ പ്രൈസ് മൈനസ് ലാൻഡഡ് വാല്യൂ, ഇത് തന്നെയാണ്. അപ്പോൾ ഇനി പറയാണ് will be equal to the difference of cost of commodity. Cost of commodity calculated at ഒരു കിലോയ്ക്ക് നമ്മൾ എത്ര കിലോയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണത്, 500 കിലോ ആണ്. ഒരു കിലോയ്ക്ക് എത്ര ഡോളർ ഉണ്ട്, $50 ഉണ്ട്. അപ്പോൾ ഇവിടെ നോർമൽ പ്രൈസ് ഈക്വൽ ടു 500 കിലോ ഇൻറ്റു എത്ര ഡോളറിനാണ്, ഒരു ഡോളറിന് 50 ഇൻറ്റു ഇനി ഒരു USDക്ക് എത്രയാണ്, 70 rupees ഈക്വൽ ടു 500 into 50 into 70 അല്ലേ, ഇതാണ് നോർമൽ പ്രൈസ്. 500 കിലോഗ്രാം ഇൻറ്റു $50 ഇൻറ്റു 70 rupees, 17,50,000 rupees ആണ് എന്ത് ഇവിടെ നോർമൽ പ്രൈസ് വരുന്നത്. മൈനസ് കോസ്റ്റ് മൈനസ് ലാൻഡഡ് വാല്യൂ. ഇനി ലാൻഡഡ് വാല്യൂ എന്താണ്, അസസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് ആണ് ഇല്ലേ. അപ്പോൾ ഇവിടെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നോർമൽ പ്രൈസ് മൈനസ് ലാൻഡഡ് വാല്യൂ. ലാൻഡഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അസസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് ആണ്. ഇനി ഇവിടെ നോക്കിയേ, അസസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സർചാർജ് എല്ലാം കൂടെ കൂട്ടിയിട്ട് എത്രയുണ്ട് നമ്മുടെ ലാൻഡഡ് വാല്യൂ 14. അപ്പോൾ ഇവിടെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഈക്വൽ ടു 17,50,000 മൈനസ് 14,00,375. അതായത് നമുക്ക് എത്രയാണ്, 3,48,625 ആണ്. നോക്കാം, 3,48,625. ഇതാണ് നമുക്ക് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി വിൽ ബി ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് കമോഡിറ്റി കാൽക്കുലേറ്റഡ് അറ്റ് അതായത് നോർമൽ പ്രൈസ് മൈനസ് ലാൻഡഡ് വാല്യൂ ഈക്വൽ ടു എന്താണ്, അസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സർചാർജ്. ഇപ്പോൾ ഇതൂടെ കൂട്ടിയിട്ട് ലാൻഡഡ് വാല്യൂ കിട്ടി. ഇതിന്റെ ഡിഫറൻസ് ആണ് എന്ത്, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ഇനി അടുത്ത് നമ്മൾ കാണേണ്ടത്, അടുത്ത് ഇവിടെ IGST പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളത് എന്താ സംഭവം എന്നറിയാം. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അസസബിൾ വാല്യൂ ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അസസബിൾ വാല്യൂ ഇൻറ്റു റേറ്റ് ആണ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി. സർചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ റേറ്റ് ആണ് സർചാർജ്. ഇനി അടുത്തത് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, ഇല്ല എങ്കിൽ ഇവിടെ ഇതുണ്ടോ, ഇല്ല എങ്കിൽ ഇവിടെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ഇനി അടുത്തത് ഇവിടെ പറയണത് IGST അറ്റ് ദ റേറ്റ് ഓഫ് 18% ആണ്. ഇനി ഇവിടെ പറയാണ് IGST അല്ലെങ്കിൽ GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എത്രയാണോ IGSTന് റേറ്റ്, എത്രയാണോ സെസ് ചാർജ് ചെയ്യേണ്ടത്, ഏതിന്മേലെ അത് ചാർജ് ചെയ്യേണ്ടത്, ലാൻഡഡ് വാല്യൂമേലെ ചാർജ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ലാൻഡഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് പ്ലസ് ഇതുവരെയുള്ള കംപ്ലീറ്റ് ഡ്യൂട്ടി. അതായത് സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത്, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത്, ഇത്
അതായത് IGSTക്ക് മുന്നേയുള്ള IGSTക്കും GST സെസ്സിനും മുന്നേയുള്ള കംപ്ലീറ്റ് ഡ്യൂട്ടീസ് ആഡ് ചെയ്യുമ്പോൾ പ്ലസ് അക്സസിബിൾ വാല്യൂ കൂടെ ചേർന്ന് നമുക്ക് എന്ത് കിട്ടും? ലാൻഡഡ് വാല്യൂ ഫോർ IGST കിട്ടും. ഈ ലാൻഡഡ് വാല്യൂ എന്ന് പറയുന്നത് ഫോർ കാൽക്കുലേഷൻ ഓഫ് ഏതാണ്? IGST ആൻഡ് GST കോമ്പൻസേഷൻ സെസ്. അപ്പോൾ ലാൻഡഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആന്റി ഡംപിംഗ് ഡ്യൂട്ടിക്കും ഉണ്ട്, IGSTക്കും ഉണ്ട്. IGSTക്ക് നമ്മൾ പറയുന്നത് അക്സസിബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സർചാർജ് പ്ലസ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി പ്ലസ് അതായത് സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി. IGSTക്കും സെസ്സിനും മുന്നിലുള്ള കംപ്ലീറ്റ് ഡ്യൂട്ടി ആഡ് ചെയ്യുമ്പോൾ പ്ലസ് ഇതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലാൻഡഡ് വാല്യൂ കിട്ടും. ആൻഡ് ഇൻ ഹിയർ ഈ കേസിൽ നോക്കിയേ, ഫോർ IGST അടുത്ത 18% വരെയാണ്. 18% വരുന്ന സമയത്ത് ഇവിടെ എന്തെല്ലാം ആഡ് ചെയ്യാനായിട്ടുണ്ട്? അതായത് ഇതുവരെയുള്ള 14,01,375 എന്ന് പറഞ്ഞ എമൗണ്ടും, അതായത് അക്സസിബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സർചാർജ് പ്ലസ് ഇനി ഏതും കൂടെ വരും? ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ഇതും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ എമൗണ്ട് കിട്ടും അല്ലേ? 14,01,375 പ്ലസ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 17,50,000 എന്ന് പറയുന്നതാണ് ലാൻഡഡ് വാല്യൂ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് IGST. ഇനി അതിൻ്റെ 18% ആണ് എന്ത്? IGST. അതായത് 3,15,000 ആണ് എന്ത്? IGST എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മളോട് ചോദിക്കുകയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയും. അതായത് ഇവിടെ നമ്മളോട് പറയുന്നത് എത്രയാണ് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി പേയബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി പേയബിൾ എത്ര മാത്രമേ ഉള്ളൂ? ഏതൊക്കെ ആഡ് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം? ബേസിക് കസ്റ്റം ഡ്യൂട്ടി, സോഷ്യൽ വെൽഫെയർ സർചാർജ്, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി പ്ലസ് ആൻഡ് ലാസ്റ്റ് വൺ IGST. ഇത് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ ബേസിക് കസ്റ്റം ഡ്യൂട്ടി 1,26,250, ദെൻ സർചാർജ് 1,26,250 പ്ലസ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി പ്ലസ് IGST. ഇതും ഈ ബേസിക് കസ്റ്റം ഡ്യൂട്ടി, സർചാർജ്, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, IGST ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 8,02,500 ആണ് നമ്മൾ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് പേയബിൾ ചെയ്യേണ്ടത്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് ചോദിക്കുകയാണ്. അതായത് നമ്മളോട് ചോദിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്നാണ് ചോദിക്കുന്നത് എങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ മൊത്തം ഡ്യൂട്ടീസിന്റെ കൂടെ 8,02,500 കൂടെ അക്സസിബിൾ വാല്യൂം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് കിട്ടും. ഓക്കെ, റെഡിയല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത് റെഡിയല്ല? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഒന്നും കൂടെ ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കിയേ. റെഡി. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത വാലുവേഷൻ്റെ പ്രോബ്ലം ആണ്. വാലുവേഷൻ നോക്കിയേ. ഇല്ലുസ്ട്രേഷൻ നമ്പർ 3. കോസ്റ്റ് ഓഫ് ദ മെഷീൻ അറ്റ് ദ ഫാക്ടറി ഓഫ് ദ എക്സ്പോർട്ടിംഗ് കൺട്രി. എക്സ്പോർട്ടിംഗ് കൺട്രിയിലെ മെഷീനറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 20,000. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് റുപ്പീസിലല്ല US ഡോളറിലാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ അക്സസിബിൾ വാല്യൂ ഓഫ് ദ ഇമ്പോർട്ടഡ് ഗുഡ്സ്. Then cost of the machine at the factory exporting country 20,000. Transport charges incurred by exporter from his factory to the port of shipment. അതായത് എക്സ്പോർട്ടർ കൺട്രീൻ്റെ ഫാക്ടറി മുതൽ എക്സ്പോർട്ടർ കൺട്രീൻ്റെ ഷിപ്മെൻറ്റ് വരെയുള്ള ചാർജാണ് നമ്മൾ നമ്മുടെ പ്രൈസ് ഓഫ് ദ ഗുഡ്സിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? FOB കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ, ഇത് പറയുന്നത് എക്സ്പോർട്ടർ കൺട്രിയുടെ ഫാക്ടറിയിൽ നിന്നും ഷിപ്മെന്റ് വരെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്. ദെൻ ഹാൻഡ്ലിംഗ് ചാർജസ് പെയ്ഡ് ഫോർ ലോഡിംഗ് ദ മെഷീൻ ഇൻ ദ ഷിപ്പ്. അതായത് ഈ പറഞ്ഞ മെഷീൻ ഷിപ്പിലേക്ക് കയറ്റാനായിട്ട് നമുക്ക് വന്ന ഹാൻഡ്ലിംഗ് ചാർജ് എത്രയാണ്? 100 ആണ്. ബൈയിങ് കമ്മീഷൻ ഇമ്പോർട്ടർ പേജ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്മീഷനിൽ ക്വസ്റ്റ്യനിൽ ബൈയിങ് കമ്മീഷൻ എന്ന് തന്നാൽ മാത്രം അത് അക്സെപ്റ്റ് ചെയ്യാം, എക്സ്ക്ലൂഡ് ചെയ്യാം, ബാക്കി എന്ത് കമ്മീഷൻ ആണെങ്കിലും ആഡ് ചെയ്യാം. ഇനി അത് ബൈയിങ് കമ്മീഷൻ 100 ആണ്. ദെൻ ഫ്രൈറ്റ് ചാർജസ് ഫ്രം ദി എക്സ്പോർട്ടിംഗ് കൺട്രി ടു ഇന്ത്യ. അതായത് ഈ എക്സ്പോർട്ടിംഗ് കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനുള്ള ഫ്രൈറ്റ് ചാർജ് എത്രയാണ്? 2,000.
നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു FOB അണ്ടർ കസ്റ്റംസ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണ്ടത്, ഫ്രൈറ്റും ഇൻഷുറൻസും. ഇത് നമുക്ക് ഈ തന്ന ഫ്രൈറ്റും ഇൻഷുറൻസും ഏതാണ്? ഈ കൺട്രിയിൽ നിന്ന് ഇവിടം വരെ യാത്ര ചെയ്യാനുള്ള സാധനം, ഇവിടുന്ന് ഇവിടം വരെ അല്ലേ, ഇവിടുന്ന് ഈ രണ്ട് കൺട്രിയിൽ നിന്ന് ഇവിടുന്ന് ഇവിടം വരെയുള്ള യാത്രക്കിടയിലുള്ള ഫ്രൈറ്റും ഇൻഷുറൻസും. ഇത് ആഡ് ചെയ്യുന്നത് FOB അണ്ടർ കസ്റ്റംസിന്റെ കൂടെയുള്ളതാണ് ഫ്രൈറ്റും ഇൻഷുറൻസും. ഈ രണ്ട് കാര്യങ്ങളിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ നമ്മളോട് ഇൻഷുറൻസ് പറയുന്നില്ല അല്ലേ, അപ്പൊ നമ്മൾ ആഡ് ചെയ്യേണ്ടെന്നാണോ? അല്ല. അപ്പോ ആദ്യം പറയാണ് കോസ്റ്റ് ഓഫ് ദ മെഷീനറി എത്രയുണ്ട്? 20,000 പ്ലസ് എക്സ്പോർട്ടർ കൺട്രീന്റെ പോർട്ടിൽ നിന്നും ഫാക്ടറി ഫ്രം ഷിപ്മെന്റിലേക്ക് എത്രയുണ്ട്? 1000. അത് ആഡ് ചെയ്യണം. ദെൻ അവരുടെ ആ കൺട്രിയിൽ നിന്നും ആ ഷിപ്മെന്റ് നമ്മൾ, അതായത് ഇവിടെ വന്ന് ഇവിടുന്ന് ഈ ഫാക്ടറിയിൽ നിന്നും ഇവിടെ വന്ന് ഇവിടെ ഈ ഷിപ്പിലേക്ക് കയറ്റാനായിട്ട് നമുക്ക് മെഷീൻ ലോഡ് ചെയ്യാനായിട്ട് വന്ന ഹാൻഡ്ലിംഗ് ചാർജസ് എത്രയുണ്ട്? 100. അത് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ FOB വാല്യൂ എന്ന് പറയുന്നത് 21,100 ആണ് ഓഫ് ദ എക്സ്പോർട്ട് ഇല്ലേ, FOB 21,100. ഞാൻ അതിന്റെ കൂടെ കസ്റ്റംസിന്റെ റൂൾ 10 പ്രകാരമുള്ള കാര്യങ്ങൾ ഒന്ന് നമ്മൾ പറഞ്ഞു. ബൈയിങ് കമ്മീഷൻ ആണ് ഒന്നത് അല്ലെ, ബൈയിങ് കമ്മീഷൻ നമ്മൾ ആഡ് ചെയ്യേണ്ട. അപ്പൊ നമ്മൾ ആഡ് ചെയ്യണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? നോട്ടായിട്ട് താഴെ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് കാണിച്ചിരിക്കണം അല്ലെ, അതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പൊ ബൈയിങ് കമ്മീഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡബിൾ, ആഡ് ചെയ്തിട്ടില്ല. ദെൻ പിന്നെന്താ പറഞ്ഞത്? ഫ്രൈറ്റ് ചാർജസ് ഫ്രം എക്സ്പോർട്ടിംഗ് കൺട്രി ടു ഇന്ത്യ. അപ്പൊ ഇത് നമ്മൾ നോക്കണം, ഇതെന്താണ്? ഷിപ്മെന്റ് ആണ് അല്ലേ. ഷിപ്മെന്റ് ആണെങ്കിൽ നമുക്കൊന്നുമില്ല, ഫ്രൈറ്റ് ചാർജസ് തന്നു, അപ്പൊ എന്ത് ചെയ്യണം? ഫ്രൈറ്റ് ചാർജ് നമ്മൾ ആഡ് ചെയ്തു. ആക്ച്വൽ എമൗണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എമൗണ്ട് നോക്കണം. അഥവാ ഇനി ഫ്രൈറ്റ് എയർ ഫ്രൈറ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് പറയുന്നുള്ളൂ? മാക്സിമം 20% പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി 2000 ആഡ് ചെയ്തു. ഇനി ഇൻഷുറൻസ് ക്വസ്റ്റ്യനിൽ ഉണ്ടോ? ഇല്ല. തന്നാലും എമൗണ്ട് അസർട്ടൈനബിൾ അല്ല എങ്കിൽ, എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എമൗണ്ട് അസർട്ടൈനബിൾ അല്ല എങ്കിൽ നമ്മൾ പറഞ്ഞു നിർബന്ധമായിട്ട് 1.125 നമ്മൾ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. 1.125 ഓഫ് എന്തിന്മേലാണ്? യെസ്, 21. FOB അണ്ടർ കസ്റ്റംസ് എത്രയാണ്? FOB അണ്ടർ കസ്റ്റംസ് ശരിക്കും പറഞ്ഞത് കമ്മീഷൻ, നോർമൽ കമ്മീഷൻ ആണ്, അതോടെ കൂട്ടി വന്നത്. ഇവിടെ ബൈയിങ് കമ്മീഷൻ നമ്മൾ ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് FOB അണ്ടർ കസ്റ്റംസ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 21,100 ആണ്. ഇൻറ്റു 1.125% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,738 ആണ്. ഇനി ഇതിൻ്റെ കൂടെ ഈ പറഞ്ഞ ഇൻഷുറൻസും പ്ലസ് ഫ്രൈറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 23,337 കിട്ടും. ഈ 23,337 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ എത്രയാണ്? 85 ആണ്. അപ്പൊ ഇൻറ്റു എന്ത് ചെയ്യുക? 85 ചെയ്താൽ ഇന്ത്യൻ റുപ്പിയിലേക്ക് നമുക്ക് ഇതിനെ എന്തെന്ന് മാറ്റാം? ഈ എസബിൾ വാല്യൂവിനെ മാറ്റാം. അപ്പൊ ഈ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് ഇതും CIF അല്ലെങ്കിൽ എസബിൾ വാല്യൂ ആണ്. ബട്ട് ഇത് ഈ എസബിൾ വാല്യൂ ഈസിന് എന്താണ്? ഡോളറിലാണ് അല്ലെ, USDയിലാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യൻ റുപ്പിയിലേക്ക് നമ്മൾ മാറ്റണം, കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 85 ആണ് തന്നത്. അപ്പോൾ ഇതേ ഇൻറ്റു എന്ത് ചെയ്യുക? 85 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എസബിൾ വാല്യൂസ് ഇൻ ഇന്ത്യൻ റുപ്പി കിട്ടും. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇനി XYZ Industries Limited has imported certain equipment from Japan at an FOB cost of 4 lakh yen. അതായത് XY Industries Limited ഇമ്പോർട്ട് ചെയ്ത എക്യുപ്മെന്റ് ഫ്രം ജപ്പാനിൽ നിന്നാണ്. FOB കോസ്റ്റ് എത്രയുണ്ട്? 4 lakh yen ആണ്. The other expenses incurred by XYZ Industries in this connection are as follows. Freight from Japan to Indian port. ഫ്രൈറ്റ് ഫ്രം ജപ്പാനിൽ നിന്ന് ഇന്ത്യൻ പോർട്ട് വരെ. അപ്പോൾ ഏത് ഫ്രൈറ്റ് ആണത്? ലാസ്റ്റ് ഫ്രൈറ്റ്. ദെൻ ഇൻഷുറൻസ് പെയ്ഡ് ടു ഇൻഷുറർ ഇൻ ഇന്ത്യയിലുള്ള ഇൻഷുറേഴ്സ് നമ്മൾ എന്ത് കൊടുത്തു? 20,000 കൊടുത്തു. അപ്പോൾ ഇനി അതെന്താന്ന് പറയുന്നില്ല, ഈ ഫാക്ടറിയിൽ നിന്ന് ഇവിടം വരെയുള്ള ഇൻഷുറൻസ് ആണെന്ന് പറയുന്നില്ല. അപ്പോൾ അത് ഏത് ഇൻഷുറൻസ് തന്നെയായിരിക്കും? ദിസ് ഇൻഷുറൻസ്, ഈ ഇൻഷുറൻസ് തന്നെയായിരിക്കും. ഓക്കെ, ദെൻ രണ്ട് തരത്തിലുള്ള ഇൻഷുറൻസും രണ്ട് തരത്തിലുള്ള ഫ്രൈറ്റും വരാം. ഒന്ന് ഏതാ? എക്സ്പോർട്ടർ കൺട്രീൻ്റെ ഫാക്ടറിയിൽ നിന്നും എവിടെ നിന്ന് വരുന്നത്? അവരുടെ പോർട്ട് വരെ വരുന്നത്. ദെൻ എക്സ്പോർട്ടർ കൺട്രീൻ്റെ ഫാക്ടറിയിൽ നിന്നും ഇവിടം വരെ ഫ്രൈറ്റും ഇൻഷുറൻസും വരാം. അത് ഫ്രീ ഓൺ ബോർഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് എടുക്കേണ്ടത്. ദെൻ ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് വരെ വരുന്ന ഫ്രൈറ്റും ഇൻഷുറൻസും ആണ് FOB അണ്ടർ കസ്റ്റംസിന്റെ കൂടെ എടുക്കേണ്ടത്. റെഡി? ഇനി അടുത്ത പറഞ്ഞു ഡിസൈനിങ് ചാർജസ് പെയ്ഡ് ടു കൺസൾട്ടൻസി ഫേം ഇൻ ജപ്പാൻ.
ജപ്പാൻ. കൺസൾട്ടൻസി, ഡിസൈനിങ്, കസ്റ്റമൈസേഷൻ, സ്പെസിഫിക്കേഷൻ ഒക്കെ അണ്ടർടേക്കൺ ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം. യെസ്, ഡിസൈനിങ് ചാർജസ് പെയ്ഡ് ടു കൺസൾട്ടൻസി ഫേം ഇൻ Japan. Then XYZ Industries has expended rupees 2 lakh in India for certain development activities with respect to imported equipment. അതായത് നമ്മൾ ഇമ്പോർട്ടഡ് എക്യുപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യയിൽ ഒരു കസ്റ്റമൈസേഷൻ നടത്തി, ഡെവലപ്മെൻറ്റ് എക്സ്പെൻസ് വന്നു. ആ 2 lakh നമ്മൾ എന്ത് ചെയ്യില്ല, കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യില്ല. Then XYZ Industries has incurred and road transport cost from Mumbai port to their factory. അതായത് ഇന്ത്യയിൽ എത്തിയിട്ട് എന്ത് ചെയ്തു, റോഡ് ട്രാൻസ്പോർട്ട് നമുക്ക് കോസ്റ്റ് വേണ്ടി വന്നു ഫ്രം മുംബൈ പോർട്ട്. അതായത് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ പോർട്ടിൽ നിന്നും അവരുടെ ഫാക്ടറിയിലേക്കുള്ളത് വന്നു. ഇതെന്താണ്, ഇത് പോസ്റ്റ് ഇമ്പോർട്ടേഷൻ എക്സ്പെൻസ് ആണ്. നമ്മൾ പറഞ്ഞു FOB അല്ലെങ്കിൽ അസബിൾ വാല്യൂ കാണാൻ എന്ത് എടുക്കില്ല, പോസ്റ്റ് ഇമ്പോർട്ടേഷൻ എക്സ്പെൻസ് കൺസിഡർ ചെയ്യത്തേ ഇല്ല, പ്രീ ഇമ്പോർട്ടേഷൻ ആണ് വേണ്ടത്. അപ്പോൾ ഇതെന്ത് ചെയ്യില്ല, ദാറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ്. ഞാൻ CBSE ഹാസ് നോട്ടിഫൈഡ് ഒരു യെന്നിന് എത്രയാണ്, 6.69 ഉണ്ട്. ഇന്റർ ബാങ്ക് നോട്ടിഫൈ ചെയ്ത് എത്രയുണ്ട്, 0.70. അപ്പോൾ ഒന്നിൽ കൂടുതൽ എക്സ്ചേഞ്ച് റേറ്റ് വന്നാൽ ഏതെടുക്കേണ്ടത്, CBSE നോട്ടിഫൈ ചെയ്താണ് എടുക്കേണ്ടത്. ഇനി അടുത്തത് XYZ Industries has effected payment to the bank based on exchange rate. അല്ലെ, അപ്പോൾ 3 ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് വന്നു. അതിൽ ഏത് റേറ്റ് എടുക്കേണ്ട, നമ്മുടെ ബോർഡ് CBSE ബോർഡ് സർക്കുലർ നോട്ടിഫൈ ചെയ്ത റേറ്റ് വേണം എടുക്കാനായിട്ട്. Then commission payable to the agent in India was 5% of FOB cost of the equipment in Indian rupee. അതായത് FOB കോസ്റ്റ് ഓഫ് എക്യുപ്മെന്റ് എത്രയാണ്, 4 lakh ആണ്. എക്യുപ്മെന്റിന്റെ FOB കോസ്റ്റ് 4 lakh ആണ്. ആ 4 lakhന്റെ 5% ആണ് ഇവിടെ നമ്മൾ എന്ത് കൊടുത്തത്, കമ്മീഷൻ കൊടുത്തത്. ആ കമ്മീഷൻ ബൈയിങ് കമ്മീഷൻ ആണെന്ന് പറയുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ആഡ് ചെയ്യണം. ബൈയിങ് കമ്മീഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലാണ്, എടുത്ത് ബൈയിങ് കമ്മീഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലാണ് അത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്. ഇവിടെ എടുത്ത് പറയുന്നില്ല, അതുകൊണ്ട് നോർമൽ കമ്മീഷൻ ഇറ്റ് വിൽ ബി ആഡഡ് ആസ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു FOB എത്രയാണ്, കോസ്റ്റ് ഓഫ് ദ മെഷീൻ 4 lakh. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഫാക്ടറിയിൽ നിന്നും ഇവിടുന്ന് പോർട്ട് വരെ എത്തണം അല്ലേ, ഇവിടുന്ന് പോർട്ട് വരെ എത്തുന്ന എക്സ്പെൻസ് എന്തെങ്കിലും ഇവിടെ പറഞ്ഞോ, ഇല്ല. ദെൻ നമ്മൾ പറഞ്ഞു ഡിസൈനിങ് ചാർജസ് എന്ത് ചെയ്യണം, 60,000 ആഡ് ചെയ്യണം. കാരണം ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ടേക്കൺ ഔട്ട്സൈഡ് ഇന്ത്യ. ബട്ട് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് 2 lakh എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പോസ്റ്റ് ഷിപ്മെന്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലൊക്കെ അറിയാൻ പാടില്ല. പിന്നെ പറഞ്ഞു റോഡ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്, അതും എന്താണ്, പോസ്റ്റ് ഇമ്പോർട്ടേഷൻ എക്സ്പെൻസ് ആണ്, അത് എന്ത് ചെയ്യില്ല, ആഡ് ചെയ്യത്തില്ല. പിന്നെ പറഞ്ഞു കമ്മീഷൻ ഇതിന്മേൽ FOB കോസ്റ്റ് ഓഫ് എക്യുപ്മെന്റ് എത്രയുണ്ട്, 4 lakh ഉണ്ട്, അതിന്റെ 5% പറഞ്ഞു. കമ്മീഷൻ 4 lakh into 5% 20, ആൻഡ് ടോട്ടൽ 4,80,000 ആണ് FOB അണ്ടർ കസ്റ്റംസ് പറഞ്ഞത്. ഇനി ഇവിടെ പറഞ്ഞു ഫ്രൈറ്റ് എത്രയാണ്, ഫ്രൈറ്റ് 40,000 ആണ്. ഫ്രൈറ്റ് 40,000 ആണ് അല്ലേ. ഫ്രൈറ്റ് ഈസ് 40,000 yen ആൻഡ് ഇൻഷുറൻസ് പെയ്ഡ് ഈസ് 20,000 rupees. അപ്പോൾ ഇവിടെ ഫ്രൈറ്റ് എന്ന് പറയുന്നത് 40,000 yen ആണ്. അപ്പോൾ ഇവിടെ FOB വാല്യൂ എന്ന് പറയുന്നത് 4,80,000 yen-ലാണ്. അത് നമ്മൾ ഏതിലേക്കാണ് മാറ്റേണ്ടത്, ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റണം. ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ പറഞ്ഞു CBSE നോട്ടിഫൈ ചെയ്താണ് എടുക്കേണ്ടത്. അപ്പോൾ 4,80,000 ഇൻറ്റു CBSE നോട്ടിഫൈ ചെയ്ത് 0.69, അതെടുക്കുമ്പോൾ 3,31,200 ആണ് ഇവിടെ ഇന്ത്യൻ റുപ്പിയിൽ വരുന്നത്. പ്ലസ് ഇൻഷുറൻസ് ചെയ്യണം. ഇൻഷുറൻസ് 40,000 yen-ലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, 0.69 ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറി. ദെൻ ഇൻഷുറൻസ് ഈസ് ഇൻ ഇന്ത്യൻ റുപ്പി, അത് 20 ആണ്. ഇവിടെ 10 ആണ് കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്, 20 ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 331,200 പ്ലസ് 20,000 പ്ലസ് 27,600, 378,800 ആണ് വരേണ്ടത് കേട്ടോ. 378,800. ഇത് 10 അല്ല, അത് 20 ആണ്, മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇല്ലുസ്ട്രേഷൻ നമ്പർ 6. ഇല്ലുസ്ട്രേഷൻ നമ്പർ 6 ചെയ്യുകയാണെങ്കിൽ BSI and Company Limited have imported a machine from UK from the following particulars furnished by and ascertain the assessable value. FOB cost of the machine UK pounds 10,000. Freight air ആണ് 3,000. Engineering and design charges to a firm in UK ആണ് എടുക്കാം 500. ദെൻ ഫ്രൈറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ, ഒന്നും ഫ്രൈറ്റ് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഏത് ഫ്രൈറ്റ്, അത് ജസ്റ്റ് ഫ്രൈറ്റ് എന്നോ ജസ്റ്റ് ഇൻഷുറൻസ് എന്നോ മാത്രമാണെങ്കിൽ എന്താണ്, ഈ ഫ്രൈറ്റും ഇൻഷുറൻസും ആയിരിക്കും. എടുത്ത് പറയണം, ഈ ഫ്രൈറ്റോ ഇവിടുന്ന് വരുന്ന ഫ്രൈറ്റോ ഇൻഷുറൻസ് ആണെങ്കിൽ എടുത്ത് പറയണം, ഫാക്ടറി ടു എക്സ്പോർട്ടർ കൺട്രി ഷിപ്മെന്റ് എന്ന് എടുത്ത് പറയണം. ഓക്കെ,
ഇനി എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈനിങ് ചാർജസ് 500 എടുത്തു. ലൈസൻസ് ഫീ റിലേറ്റഡ് ടു ഇമ്പോർട്ടഡ് ഗുഡ്സ് പേബിൾ ബൈ ദ ബയർ ആസ് എ കണ്ടീഷൻ ഓഫ് സെയിൽ FOB കോസ്റ്റിന്റെ എത്രയാണ് 20% ആണ്. മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻസ് സപ്ലൈഡ് ബൈ ദ ബയർ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ബയർ നമ്മുടെ ഇമ്പോർട്ടർ എന്ത് ചെയ്തു, ഇവിടുന്ന് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ അയച്ചു വിട്ടു. ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ ഏത് ഗുഡ്സ് ആണോ അയച്ചത്, ഏത് മെറ്റീരിയൽ ആണോ അയച്ചാൽ മെറ്റീരിയലിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രൈസ് ഓഫ് ദ ഗുഡ്സിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യണം. ദെൻ ഇൻഷുറൻസ് പെയ്ഡ് ടു ദ ഇന്ത്യ ഇൻഷുറൻസ് എത്രയാണ് 6000. ബൈയിങ് കമ്മീഷൻ എത്രയാണ് 100 UK pounds. ബൈയിങ് കമ്മീഷൻ നമ്മൾ എടുക്കുമോ, ഇല്ല. അപ്പോൾ ഇനി അടുത്ത പറയുന്നു. ദെൻ ഫ്രൈറ്റ് FOB വാല്യൂ എത്രയുണ്ട് 10,000. നമ്മൾ പറഞ്ഞു എയർ ഫ്രൈറ്റ് ആണെങ്കിൽ നമ്മൾ മാക്സിമം എത്രയേ പറ്റുള്ളൂ, മാക്സിമം 20% പറ്റുള്ളൂ ഇല്ലേ. അപ്പോൾ ഇവിടെ FOB കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയുണ്ട്, FOB കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചും കൂടെ ആഡ് ഒക്കെ ചെയ്ത് FOB അണ്ടർ കസ്റ്റംസ് എത്തിയാലും നമുക്ക് അറിയുള്ളൂ മാക്സിമം എത്ര 20 ആണോ എടുക്കേണ്ടത് അതോ 3,000 ആണോ എടുക്കേണ്ടത് നമുക്ക് അപ്പോഴേ അറിയുള്ളൂ. കാരണം ഈ ഫ്രൈറ്റും ഇൻഷുറൻസും FOBന്മേലല്ല, എന്തിന്മേലാണ്, FOB അണ്ടർ കസ്റ്റംസിന്മേലാണ്. ഓക്കെ, അപ്പോൾ 10,000 ആണ് FOB കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, എഞ്ചിനീയറിംഗ് ചാർജ് ഡിസൈനിങ് ചാർജസ് UK ഇത് നടന്നത് അല്ലേ. അപ്പോൾ ഈ 500 നമുക്ക് എന്ത് ചെയ്യാം, FOBന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാം. ഏത് റൂൾ പ്രകാരം, FOB കസ്റ്റംസിന്റെ റൂൾ 10 പ്രകാരം FOBന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, എഞ്ചിനീയറിംഗ് നമുക്ക് ആഡ് ചെയ്യാം. ദ ലൈസൻസ് ഫീ എത്രയാണ് പറയണത് 20% ഓഫ് FOB. 20% മീൻസ് FOB കോസ്റ്റ് എത്രയാണ് 10,000 ആണ് FOB കോസ്റ്റ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ FOB കോസ്റ്റ് ഓഫ് ദ മെഷീൻ്റെ എത്രയാണ്, FOB കോസ്റ്റ് ഓഫ് ദ മെഷീൻ്റെ 20% ആണ്. അപ്പോൾ 10,000 ഇൻറ്റു 20% ദാറ്റ് ഈസ് 2,000 ആണ് എന്ത്, ലൈസൻസ് ഫീ എന്ന് പറയുന്നത്. അടുത്തത് അപ്പം എന്തൊക്കെ ആഡ് ചെയ്തു, എഞ്ചിനീയറിംഗ് കോസ്റ്റ് ആഡ് ചെയ്തു, ലൈസൻസ് ആഡ് ചെയ്തു. ഇനി എന്താണ് ആഡ് ചെയ്യേണ്ടത്, മെറ്റീരിയൽ കോമ്പോണൻസ് ആഡ് ചെയ്യണം അല്ലെ, ഫ്രീ ഓഫ് കോസ്റ്റിൽ അയച്ചത്. പക്ഷെ അത് നമുക്ക് ഇന്ത്യൻ റുപ്പിയിലാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുവരെയുള്ള ഈ 12,500 നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ടഡ് ടു ഇന്ത്യൻ റുപ്പി ചെയ്യണം. കൺവേർട്ടഡ് ടു ഇന്ത്യൻ റുപ്പി 12,500 ചെയ്യണമെങ്കിൽ ഇവിടെ നോക്കണം, ഇന്റർ ബാങ്ക് എക്സ്ചേഞ്ച് റേറ്റ് ചെയ്തിട്ടുണ്ട്, CBSE നോട്ടിഫൈഡ് ഉണ്ട്, CBSE നോട്ടിഫൈഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ രണ്ട് റേറ്റിൽ ഒന്നിൽ കൂടുതൽ എക്സ്ചേഞ്ച് റേറ്റ് വന്നെങ്കിൽ ഏതാണ് എടുക്കേണ്ടത്, CBSE നോട്ടിഫൈഡ് എടുക്കേണ്ടത്. അപ്പോൾ 100.25 ഇൻറ്റു 12,500 അതാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ടോട്ടലാക്കി നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എടുക്കേണ്ടത്. പ്ലസ് ഇനി നമ്മൾ എന്ത് ചെയ്യണം, മെറ്റീരിയൽസ് ആൻഡ് കോമ്പോണൻസ് സപ്ലൈ ചെയ്ത് എത്രയാണ്, ഫ്രീ ഓഫ് കോസ്റ്റ് സപ്ലൈ ചെയ്ത് 20,000 ഇന്ത്യൻ റുപ്പിയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ 20,000 നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, FOB അണ്ടർ കസ്റ്റംസ് കിട്ടും. ഇനി അടുത്തത് നോക്കണം, ഫ്രൈറ്റും ഇൻഷുറൻസും. ഫ്രൈറ്റ് അപ്പോൾ എന്താണ്, ഫ്രൈറ്റ് എയർ ഫ്രൈറ്റ് ആണ്. അപ്പോൾ എന്താണ് 3,000 UK pounds ആണ് അല്ലേ. 3,000 UK pounds എന്ന് പറയുമ്പം 3,000 ഇൻറ്റു നമ്മൾ എത്ര കൺവേർട്ട് ചെയ്യണം, ഇന്ത്യൻ റുപ്പിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റിയില്ലേ, ഇന്ത്യൻ റുപ്പിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ആക്ച്വൽ എമൗണ്ട് 3,000 ആണ്, അതിന് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റുമ്പോൾ 100.25 ആണ്. 3,000 ഇൻറ്റു 100.25 എത്രയാണ്, 3,07,50 ഓർ 20%. FOB അണ്ടർ കസ്റ്റംസ് എത്രയാണ്, FOB അണ്ടർ കസ്റ്റംസ് 12,73,125 ഇൻറ്റു 20%. 12,73,125 ഇൻറ്റു 20%. 73,125 ഇൻറ്റു 20%. 25,4625. ഇനി ഇവിടെ നോക്കിയേ, ഫ്രൈറ്റ് ഇതിലും ഏതാണ് ഇതിൻ്റെ ഏറ്റവും നമ്മൾ മാക്സിമം എത്ര വരെ പറ്റുള്ളൂ, മാക്സിമം 20 വരെ പറ്റുള്ളൂ. ഇവിടെ 20 FOB അണ്ടർ കസ്റ്റംസ് എന്ന് പറയുന്നത് 12,73,125, അതിൻ്റെ 20% എന്ന് പറയുന്നത് എത്രയാണ്, 2,54,625 ആണ്. പക്ഷേ ആക്ച്വൽ ഫ്രൈറ്റ് എത്രയുണ്ട്, കൺവേർട്ട് ചെയ്തപ്പോൾ എത്രയുണ്ട്, ആക്ച്വൽ ഫ്രൈറ്റ് 3,07,50 ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രയും മാക്സിമം പറ്റുള്ളൂ, 2,54,625. യെസ്, 2,54,625 ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഓക്കെ, അത് റെഡി ആയില്ലേ. ഇത് നമ്മളോട് പറഞ്ഞു. ഇനി അടുത്തത് ഇത് ഫ്രൈറ്റ് മാറി. ഇനി അടുത്തത് എന്താണ്, ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് അവിടെ ആക്ച്വൽ എമൗണ്ട് ഉണ്ട്, മാക്സിമം ഒന്നും ഇൻഷുറൻസിന് ഇല്ല. ആക്ച്വൽ എമൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഡയറക്റ്റ് 6,000 നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷുറൻസ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ടോട്ടൽ അതായത് ഈ പറഞ്ഞ അസസബിൾ വാല്യൂ FOB പ്ലസ് ഈ പറഞ്ഞ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ, FOBന്റെ കൂടെ മൊത്തം ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, FOB അസസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ CAF വാല്യൂ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ നമുക്ക് കിട്ടും. ഏതൊക്കെ കൂട്ടണം,
FOB പ്ലസ് ഈ പറഞ്ഞ കസ്റ്റംസിൻ്റെ എക്സ്പെൻസ് പ്ലസ് ഫ്രൈറ്റ് ഇൻഷുറൻസ് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന 15,33,57,50 എന്ന് പറയുന്നതായിരിക്കും ഇത് ടോട്ടൽ നമുക്ക് വരുന്നത് അസബിൾ വാല്യൂ. നോക്കി അത് ശരിയാണെന്ന് നോക്കിയേ. അസബിൾ വാല്യൂ ഇവിടെ എത്രയുണ്ട് കൺവേർട്ട് ചെയ്തിട്ട് 12,53,125 ഉണ്ട്. ദെൻ പ്ലസ് 20,000 കൂടെ ആഡ് ചെയ്തു പ്ലസ് 2,54,625 പ്ലസ് 6,000. യെസ്, ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫോർമാറ്റിക്സ് ലിമിറ്റഡ് imported a photography printer by air from Westinghouse of USA as per the following details. CIF വാല്യൂ എത്രയുണ്ട്? 4,500. CIF വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വാല്യൂ ആണ്? അസസബിൾ വാല്യൂ. അപ്പം നമുക്ക് FOB വരെ തന്നേക്കുന്നത്, നമുക്ക് എന്താ തന്നേക്കുന്നത്? CIF വാല്യൂ. ദെൻ എയർ ഫ്രൈറ്റ് പെയ്ഡ് 1,000. ഇൻഷുറൻസ് കോസ്റ്റ് $250. റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് CBIC നമുക്ക് തന്നിട്ടുണ്ട്. 2 റേറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് എടുക്കുക? CBS എടുക്കുക. ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10% ആൻഡ് IGST 18%. റെഡി? ദെൻ അടുത്തത് ഇനി ഇവിടെ ചോദിക്കുകയാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കമ്പ്യൂട്ട് ദ അസസബിൾ വാല്യൂ ആൻഡ് ദ ഇമ്പോർട്ട് ഡ്യൂട്ടി പേയബിൾ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് തന്നേക്കുന്നത് CIF വാല്യൂ ആണ്. എന്തിനു വേണ്ടി അത് തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം എയർ ഫ്രൈറ്റ് ആണെങ്കിൽ മാക്സിമം എത്ര റേറ്റേ പറ്റുള്ളൂ? എത്ര ഫ്ലൈറ്റേ പറ്റുള്ളൂ? 20. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുകയാണ് യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ദ അസസബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? റിവേഴ്സ് വർക്ക് ചെയ്യണം. കാരണം ഈ തന്നിരിക്കുന്ന എമൗണ്ട് അല്ല എന്ത് അസസബിൾ വാല്യൂ. നമ്മൾ റിവേഴ്സ് വർക്ക് ചെയ്ത് തന്നെ കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റ് അസസബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, CIF വാല്യൂ എന്ന് പറയുന്നത് 4,500. നമ്മൾ റിവേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ അസസബിൾ വാല്യൂ കിട്ടി. എങ്ങനെയായിരുന്നു? FOB അണ്ടർ കസ്റ്റംസിൻ്റെ കൂടെ ഫ്രൈറ്റും പ്ലസ് ഇൻഷുറൻസും കൂടെ കൂട്ടുമ്പോഴാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇത് നേരെ റിവേഴ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? FOB അണ്ടർ കസ്റ്റംസ് കിട്ടുമോ? അപ്പോൾ 4,500ൻ്റെ കൂടെ എയർ ഫ്രൈറ്റും ലെസ് ചെയ്തു, ഇൻഷുറൻസും ലെസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? FOB കിട്ടി. ഇനി നമ്മൾ നോക്കണം ഫ്രൈറ്റ്. അപ്പോൾ ഈ FOB വാല്യൂ ഇതാണ് FOB അണ്ടർ കസ്റ്റംസ്. ഇനി നമുക്ക് നോക്കിയേ, എയർ ഫ്രൈറ്റ് ആണെങ്കിൽ മാക്സിമം 20% പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എയർ ഫ്രൈറ്റ് നമ്മുടെ FOB വാല്യൂ 3,250 ഇൻറ്റു 20%. 3,250 ഇൻറ്റു 20% 650 ആണ് അല്ലേ? ഇവിടെ നമ്മളോട് പറഞ്ഞ ഫ്രൈറ്റ് എത്രയാണ്? 1000 ആണ്. മാക്സിമം എത്ര വരെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റുള്ളൂ? 650. അപ്പോൾ 3,250 പ്ലസ് 650 മാക്സിമം 20% വരെ പറ്റുള്ളൂ. ഇനി അഥവാ ഈ പറഞ്ഞ 650 അല്ലായിരുന്നു, ഏതായിരുന്നു? ഇതായിരുന്നു. നമ്മുടെ 20% കൂടുതലാണ്, ആക്ച്വൽ ആയിരുന്നു കുറവെങ്കിൽ ഏതാ എടുക്കുക? ആക്ച്വൽ എടുക്കും. പക്ഷെ 20 ആണ് ഇവിടെ കുറവായതുകൊണ്ട് 20 എടുത്തു. 20 കൂടുതലാണെങ്കിൽ ഏതെടുത്തേനെ? ആക്ച്വൽ എടുത്തേനെ. ഇനി ഇവിടെ ഫ്രൈറ്റ് നമ്മൾ ആഡ് ചെയ്തു. ദെൻ ഇൻഷുറൻസിന് അങ്ങനെ ഒരു നിയമം വല്ലതും ഉണ്ടോ? കൂടുതൽ കുറവ് ഇല്ല. ആക്ച്വൽ എമൗണ്ട് ഉള്ളത് കൊണ്ട് 250 ആഡ് ചെയ്തു. 250 കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? അസസബിൾ വാല്യൂ 4,150 ഇല്ലേ? ദെൻ 4,150 ഇൻറ്റു ഏത് റേറ്റ് അപ്ലൈ ചെയ്യണം? CBIC റേറ്റ് ആയിട്ടുള്ള 84.50 അപ്ലൈ ചെയ്യണം. ഇൻറ്റു 84.50 ഇതാണ് എന്ത്? അസസബിൾ വാല്യൂ എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച ഈ CIF വാല്യൂ എന്താണ്? തെറ്റാണ് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? എയർ ഫ്രൈറ്റ് തന്നു കഴിഞ്ഞാൽ എയർ ഫ്രൈറ്റും എമൗണ്ട് ഒക്കെ തന്നിട്ട് നമ്മളോട് CIF വാല്യൂ തന്നു കഴിഞ്ഞിട്ട് നമ്മളോട് പറയാണ് ഓൾറെഡി CIF അല്ലെങ്കിൽ അസസബിൾ വാല്യൂ തന്നിട്ട് പറയാണ് യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട്. വീണ്ടും അസസബിൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് വർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? റിവേഴ്സ് വർക്ക് ചെയ്ത് തിരിച്ചത് ലെസ് ചെയ്തിട്ട് നമ്മൾ എന്തിലേക്ക് എത്തണം? FOB അണ്ടർ കസ്റ്റംസിലേക്ക് എത്തണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റീവർക്ക് ചെയ്യണം. ഓക്കെ, റെഡി? ഇത്രയുമാണ് എന്ത് നമ്മുടെ ഒരുവിധം ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് നോക്കിയേ, ഇതും കൂടെ നോക്കാം. റെഡി? R Limited imported 1 machine from England. Price of the machine 8,000 UK pound. Freight paid, അത് എയർ ഫ്രൈറ്റ് ആണ്, 2,500. ഡെവലപ്മെന്റ് ഡിസൈൻ ചാർജസ് പെയ്ഡ് ഇൻ UK 500. കമ്മീഷൻ പേയബിൾ ടു ലോക്കൽ ഏജന്റ്. പ്രൈസ് ഓഫ് ദ മെഷീൻ ഇൻ ഇന്ത്യൻ റുപ്പീസിന്റെ 2% ആണ്. ബിൽ ഓഫ് എൻട്രി, ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി ഉണ്ട്, ഡേറ്റ് ഓഫ് അറൈവൽ ഓഫ് എയർക്രാഫ്റ്റും ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് ടാക്സ് IGST എത്രയാണ്? 18% ആണ്. അപ്പോൾ ഇവിടെ പറയാണ് പ്രൈസ് ഓഫ് ദ മെഷീൻ ഈക്വൽ ടു 8,000 പ്ലസ് നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടത് എന്താണ്?
ഫ്രൈറ്റ് ഈ പറഞ്ഞ ഫ്രൈറ്റ് ഒക്കെ എപ്പോഴും ആഡ് ചെയ്യേണ്ടത് FOB അണ്ടർ കസ്റ്റംസിന്റെ കൂടെയാണ്. അപ്പോൾ അതിന് മുന്നേ ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഡിസൈൻ ചാർജസ് ആഡ് ചെയ്യാനുണ്ട് 8500. അപ്പം നമുക്ക് എന്ത് കിട്ടി? FOB അണ്ടർ കസ്റ്റംസ് കിട്ടി. പക്ഷേ FOB അണ്ടർ കസ്റ്റംസിന്റെ കൂടെ ഏതും കൂടെ ആഡ് ചെയ്യണം? FOB അണ്ടർ കസ്റ്റംസ് കിട്ടണമെങ്കിൽ കമ്മീഷനും കൂടെ ആഡ് ചെയ്യണം. കമ്മീഷൻ ആഡ് ചെയ്യേണ്ട ഏതിന്മേലാണ്? ഇന്ത്യൻ റുപ്പീസിലെ പ്രൈസ് ഓഫ് ദ മെഷീന്റെ 2% മേലാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസ് ഓഫ് ദ മെഷീൻ 8000 പ്ലസ് ഡിസൈൻ ആൻഡ് ചാർജസ് 500, അങ്ങനെ ടോട്ടൽ 8500 കിട്ടി. ഇൻറ്റു 8500 ഇൻറ്റു ഇനി നോക്കിയേ, നമ്മൾ ഏത് റേറ്റ് ഈ UK പൗണ്ട്സിനെ 8500 എന്ന UK പൗണ്ട്സ് നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്തിനാണ്? കമ്മീഷൻ ആഡ് ചെയ്യേണ്ടത് ഇന്ത്യൻ റുപ്പീസിന്റെ പ്രൈസ് ഓഫ് മെഷീൻസിന്റെ 2% മേലാണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ 8500നെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 2 ഡേറ്റ് ഇവിടെ ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു റേറ്റ് ഓഫ് ഡ്യൂട്ടി നോക്കേണ്ടത് ബിൽ ഓഫ് എൻട്രി ഓർ എൻട്രി ഇൻവേർഡിന്റെ ലേറ്റർ ഡേറ്റ് ഏതാണോ ആ ലേറ്റർ ഡേറ്റിലെ ഡ്യൂട്ടി വേണം നമ്മൾ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. കൂടാതെ നമ്മൾ എന്തും കൂടെ പറഞ്ഞിരുന്നു? നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? CBICന് റേറ്റ് എടുക്കണം. പക്ഷെ ഒന്നിൽ കൂടുതൽ CBIC റേറ്റ് ഉണ്ടെങ്കിലോ? അപ്പോൾ ഇവിടെ പറഞ്ഞു 2 ബിൽ ഓഫ് എൻട്രിയിലും CBIC നോട്ട് വിത്ത് റേറ്റ് ഉണ്ട്, ഡേറ്റ് ഓഫ് അറൈവൽ എൻട്രി ഇൻവേർഡിലും CBIC നോട്ട് വിത്ത് റേറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാ എടുക്കേണ്ടത്? ബിൽ ഓഫ് എൻട്രിയിലെ റേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് വേണം എടുക്കണം ബിൽ ഓഫ് എൻട്രിയിൽ. അപ്പോൾ ബിൽ ഓഫ് എൻട്രിയിൽ എത്രയാണ്? 100. അപ്പോൾ 8500 ഇൻറ്റു 100 ആണ് എന്ത്? 8,50,000 റുപ്പീസ്. ദെൻ ഇനി കമ്മീഷൻ ആഡ് ചെയ്യണം. കമ്മീഷൻ ആഡ് ചെയ്യേണ്ടത് പ്രൈസ് ഓഫ് ദ മെഷീൻ എത്രയാണ്? പ്രൈസ് ഓഫ് ദ മെഷീൻ 8000 ആണ് അല്ലേ? 8000 ഇൻറ്റു എത്രയാണ്? കൺവേർട്ടബിൾ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ 8000 ഇൻറ്റു 100 8 lakh ഇൻറ്റു 2%, അതാണ് 16,000. റെഡി? അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 8,66,000 ആണ് നമ്മുടെ FOB അണ്ടർ കസ്റ്റംസ് എന്ന് പറയണേ. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രൈറ്റ് ആഡ് ചെയ്യണം. ഇവിടെ അപ്പം നമ്മൾ നോക്കണം എയർ ഫ്രൈറ്റ് ആണ്. എയർ ഫ്രൈറ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ആക്ച്വലി തന്ന എമൗണ്ട് എത്രയാണ്? 2,500 ഇൻറ്റു 100 അല്ലേ? ഇത്രയുമാണ്. അപ്പോൾ ഇനി എയർ ഫ്രൈറ്റ് നമുക്ക് ആക്ച്വൽ എമൗണ്ട് എത്രയുണ്ട്? ഇനി 20%, മാക്സിമം 20 അല്ലേ പറ്റുള്ളൂ. അപ്പോൾ FOB അണ്ടർ കസ്റ്റംസിൻ്റെ FOB അണ്ടർ കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ 8,66,000 ഇൻറ്റു 20%. 8,66,000 ഇൻറ്റു 20%, 1,73,200. ഇതാണോ? എത്രയാണ് ആക്ച്വലി? 2,50,000. അപ്പോൾ എത്ര? വിച്ച് എവർ ഈസ് ലോവർ ഏതാണ്? 1,73,200. അതാണ് നമുക്ക് ഫ്രൈറ്റ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ദെൻ ഇൻഷുറൻസ് ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല, ഇൻഷുറൻസ് ഇവിടെ പറയുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കി എടുക്കണം? കമ്പൽസറി ആയിട്ട് എടുത്തിരിക്കണം. അതുകൊണ്ട് 1.125% ഓഫ് FOB അണ്ടർ കസ്റ്റംസ്. അപ്പോൾ 8,66,000 ഇൻറ്റു 1.125%, 974.42.5, അതായത് 9743. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അസസബിൾ വാല്യൂ കിട്ടും. അസസബിൾ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടിയും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി എത്രയാണ്? റേറ്റ് ഓഫ് ഡ്യൂട്ടി കാണണം. റേറ്റ് ഓഫ് ഡ്യൂട്ടി കാണുമ്പോൾ ഇവിടെ നമുക്ക് 2 റേറ്റ് ഓഫ് ഡ്യൂട്ടി ഉണ്ട് ഇല്ലേ? അപ്പോൾ ഇതിൽ ഏതാ എടുക്കേണ്ട റേറ്റ് ഓഫ് ഡ്യൂട്ടി? ബിൽ ഓഫ് എൻട്രി ഓർ എൻട്രി ഇൻവേർഡ് വിച്ച് എവർ ഈസ് ലേറ്റർ. ഇതിൽ ഏതാണ്? 24 ആണോ 20 ആണോ? 24. ലേറ്റർ ഡേറ്റിൽ റേറ്റ് എത്രയുണ്ട്? 10%. യെസ്. അപ്പോൾ ഇവിടെ നോക്കണം, ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസബിൾ വാല്യൂ ഇൻറ്റു ബേസിക് കസ്റ്റം ഡ്യൂട്ടി. ഓക്കെ, ദെൻ അടുത്തത് ഇവിടെ പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ ആഡ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് എന്ത്? സോഷ്യൽ വെൽഫെയർ സർചാർജ്. സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്ന് പറഞ്ഞാൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഇൻറ്റു 10%. ഓക്കെ, ഇനി അടുത്തത് ആഡ് ചെയ്യേണ്ടത് ഇൻ്റഗ്രേറ്റഡ് ടാക്സ്, അതായത് 18% ആണ്. ഈ 18% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു IGST എന്ന് പറഞ്ഞാൽ ലാൻഡഡ് വാല്യൂ ഇൻറ്റു റേറ്റ് ആണ്. ഇവിടെ ലാൻഡഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സർചാർജ് വരെ ഉള്ളൂ. നേരത്തെ ആൻറ്റിഡമിക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഈ ക്വസ്റ്റ്യനിൽ അതില്ല. അപ്പോൾ അസസബിൾ വാല്യൂ 48 പ്ലസ്
So basic customs duty plus social welfare surcharge into 18%. അതായത് 20957.8.6. ഓക്കെ 579. യെസ്. ഇനി ഇവിടെ നോക്കിയേ, ടോട്ടൽ ഡ്യൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം? ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് പ്ലസ് നമ്മുടെ IGST ആയിട്ടുള്ള കൂടെ ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3,24,962 ആണ് എന്ത് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി. ഇനി ചോദിക്കുകയാണ് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി അല്ല ചോദിക്കുന്നതെന്ന് വിചാരിക്കാം. ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി അല്ല, ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആണെങ്കിൽ അസസബിൾ വാല്യൂവിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം ഡ്യൂട്ടിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്. റെഡി? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കസ്റ്റംസിൻ്റെ പ്രോബ്ലം. വെരി ഈസിയാണ്, വെരി വെരി ഈസി. ഇത്രയും കാര്യങ്ങൾ തന്നെ അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്തായാലും ആ 10ൽ 10 അല്ലെങ്കിൽ മിനിമം 10ൽ 8 മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ക്ലാസ് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് കേട്ടിട്ട് പോയാൽ മതി. സുഖസുന്ദരമായിട്ട് 10 മാർക്കും. ദെൻ തിയറി എഴുതണമെങ്കിൽ നിങ്ങൾ തിയറി വായിക്കണം. ഇല്ല ഞാൻ പറഞ്ഞ തിയറി കേട്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് എഴുത്ത് വരണമെങ്കിൽ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കാം. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് പോവുക. ജസ്റ്റ് ഒന്നൊരു നോട്ട് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ആ തിയറി അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, ബൈ.